നിരീക്ഷിക്കപ്പെടുവാൻ കൃപ ചെയ്യണമേ. ഈ അപേക്ഷകളെല്ലാം ഞങ്ങളുടെ കർത്താവ് ഈശോമിശിഹായുടെ യോഗ്യതകളെ കുറിച്ച് ഞങ്ങൾക്ക് തന്നിരണമേ. ആമേൻ. എത്ര നീളമാതാവേ, നിന്റെ സംഗീതത്തിൽ ഓടി വന്ന് നിന്റെ സഹായം തേടി നിന്റെ മധ്യസ്ഥം അപേക്ഷിച്ചില്ല ഒരെങ്കിലും നീ വീഴ്ച കേട്ടിട്ടില്ല എന്ന് ഓർക്കണമേ. കന്യകളുടെ രാജ്ഞിയ കന്യകയെ ദൈവയുടെ മാതാവേ, ഈ ശ്വാസത്തെ ധൈര്യപ്പെട്ട് നിന്റെ തൃപ്പാദത്തിങ്കൽ ഞാൻ അണയുന്നു. വിലപിച്ച കണ്ണു നിറച്ച് പാവിയ നിന്റെ ദയാധിക്യത്തെ കാത്തുകൊണ്ട് നിന്റെ സന്നിധിയിൽ നിൽക്കുന്നു. അവരിച്ച അവന് മാതാവേ, എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദേവനം കേട്ടറണമേ. ആമീൻ. നിസ്യ മധ്യസ്ഥ പ്രാർത്ഥന. സ്നേഹപിതാവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രനായ യേശുമിശിഹ ഞങ്ങൾക്ക് നേടിത്തന്ന രക്ഷയുടെ സ്വാതന്ത്ര്യവും ദൈവരാജ്യ അനുഭവവും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാൻ ഞങ്ങളെ തിരഞ്ഞെടുത്തതിനെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ലോകമെമ്പാടുമുള്ള നിസ്യ കുടുംബാംഗങ്ങളെയും എല്ലാ ഉപകാരികളെയും ആത്മീയ വരങ്ങളാലും ഭൗതിക നന്മകളാലും നിറയ്ക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിസ്യ ടീം നയിക്കുന്ന വിവിധ കോഴ്സുകളെയും ജീവകാരുണ്യ പ്രവർത്തനങ്ങളെയും അവിടുന്ന് ആശീർവദിക്കണമേ. സഭയുടെ ഏക ദൗത്യമായ സുവിശേഷ പ്രഘോഷണം ഹൃദയത്തിലേറുന്ന തീഷ്ണമതികളായ ധാരാളം മിഷണറിമാരെ ഒരുക്കുവാൻ മിസിയോ ടീമിനെ സഹായിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ആഹാരം നിങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റിയെന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത്, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഇതേപോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമീൻ. സ്വർഗീയ താതാ പിതാവേ, രക്ഷക ശ്രീയേശുനാഥ, പാവനാത്മാവേ സഹായക, സ്വസ്തി ത്രിത്വൈക ദൈവമേ സ്വസ്തി, സ്വസ്തി ത്രിത്വൈക ദൈവമേ സ്വസ്തി. സ്വർഗീയ താതാ പിതാവേ, രക്ഷക ശ്രീയേശുനാഥ, പാവനാത്മാവേ സഹായക, സ്വസ്തി ത്രിത്വൈക ദൈവമേ സ്വസ്തി. അപരന്റെ മുറിവിൽ തൈലമാകാൻ, സഹജർക്കു പാതയിൽ ദീപമാകാൻ, അനുരഞ്ജിതരായി ഉത്സുകരായി സ്നേഹക്കൂട്ടായ്മയിൽ സ്തുതികളേകാം, സ്നേഹക്കൂട്ടായ്മയിൽ സ്തുതികളേകാം. സ്വർഗീയ താതാ പിതാവേ, രക്ഷക ശ്രീയേശുനാഥ, പാവനാത്മാവേ സഹായക, സ്വസ്തി ത്രിത്വൈക ദൈവമേ സ്വസ്തി. ഈ തീർത്ഥയാത്രയിൽ സാക്ഷ്യമേകാൻ, സുവിശേഷമാകാൻ സുവിശേഷമേകാൻ, ഇടറാതെ പതറാതെ നിത്യത പുൽകാൻ, വരവും കൃപയും നൽകണമേ, വരവും കൃപയും നൽകണമേ. സ്വർഗീയ താതാ പിതാവേ, രക്ഷക ശ്രീയേശുനാഥ, പാവനാത്മാവേ സഹായക,
സ്വസ്തി ത്രിത്വൈക ദൈവമേ സ്വസ്തി. സ്വസ്തി ത്രിത്വൈക ദൈവമേ സ്വസ്തി. വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 16, 15, 16 വാക്യങ്ങൾ. അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവേൻ. വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. യേശു ക്രിസ്തുവിലൂടെ രക്ഷ സ്വന്തമാക്കിയവരായ നാം ഈ രക്ഷയുടെ സദ്വാർത്ത സുവിശേഷം ലോകത്തിന് പകർന്നു നൽകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഓരോ ക്രൈസ്തവന്റെയും പ്രഥമവും പ്രധാനവുമായ ദൗത്യമാണ് സുവിശേഷ പ്രഘോഷണം. നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ, നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് തന്നെ സുവിശേഷമാകാനും സുവിശേഷം പകർന്നു നൽകാനും എങ്ങനെ സാധിക്കുമെന്ന് മിസ്സിയോയുടെ ഈ 15ാം ബാച്ചിലൂടെ നാം മനസ്സിലാക്കുകയായിരുന്നു. സ്നേഹപിതാവായ ദൈവമേ, ലോക സുവിശേഷവത്കരണത്തിനായി യത്നിക്കുന്ന ഈ മിസ്സിയോ കുടുംബത്തെ അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. ഇതിന്റെ എല്ലാ സാരഥികളെയും, വിശിഷ്യ രക്ഷാധികാരിയായി പ്രവർത്തിക്കുന്ന ചിക്കാഗോ രൂപതാധ്യക്ഷൻ അഭിവന്യ മാർ ജോയ് ആലപ്പാട്ട് പിതാവിനെ സമർപ്പിക്കുന്നു. അനുഗ്രഹ പ്രഭാഷണം നടത്തുന്ന കാർഡിനൽ മാർ ജോർജ് ആലഞ്ചേരി പിതാവിനെയും അങ്ങേ തിരുസന്നിധിയിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. പിതാവെ, ഇവരുടെ എല്ലാ ഉദ്യമങ്ങളെയും അവിടുന്ന് ആശീർവദിച്ച് കൃപയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് സന്ദേശങ്ങൾ നൽകുന്ന ബഹുമാനപ്പെട്ട സിബി ഞാവള്ളിക്കുന്നേൽ അച്ഛനെയും സമാപനാശീർവാദവും സന്ദേശവും നൽകുന്ന അഗസ്റ്റിൻ മുണ്ടിയത്ത് അച്ഛനെയും സമർപ്പിക്കുന്നു. പിതാവെ, അനുഗ്രഹിക്കണമേ. ഈ കുടുംബത്തിന്റെ ആണിക്കല്ലായി പ്രവർത്തിച്ച് ഞങ്ങളെ നയിക്കുന്ന ആലിസാന്റെയും ടോമിച്ചൻ ബ്രദറിനെയും സമർപ്പിക്കുന്നു. റിസോഴ്സ് ടീമിനെയും എല്ലാ മെന്റേഴ്സിനെയും ഇതിന്റെ വിജയത്തിനായി പ്രയത്നിക്കുന്ന എല്ലാവരെയും, ഇന്ന് MC ആയിരിക്കുന്ന ബ്രദർ തോമസ് വൈമാലിനെയും ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച ബോബൻ നാൻസി ഫാമിലിയെയും സമർപ്പിക്കുന്നു. ഷെയറിംഗ് നടത്തുന്ന എല്ലാവരെയും, അനൗൺസ്മെന്റ് നന്ദിയും അറിയിക്കുന്ന പ്രൊഫസർ ലിസമ്മയെയും സമർപ്പിക്കുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്ന് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും അങ്ങേ തിരുസ്കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. ഞങ്ങളെ എല്ലാവരെയും അങ്ങേ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചന ശുശ്രൂഷ കൂട്ടായ്മയിൽ പങ്കുചേരുവാനും പ്രോഗ്രാമിൽ സംബന്ധിക്കുവാനും അവിടുന്ന് എന്നെയും തിരഞ്ഞെടുത്തതിനെ ഓർത്ത് ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു, നന്ദി പറയുന്നു, ആരാധിക്കുന്നു. നല്ല ദൈവമേ, മിസ്സിയോ കൂട്ടായ്മയിലേക്ക് ഇനിയും അനേകർ കടന്നു വന്ന് ലോകമെങ്ങും സുവിശേഷം പ്രഘോഷിക്കാൻ തക്കവിധം ഒരുക്കപ്പെടാനും അങ്ങനെ ലോകം ഒരു കുടുംബമായി ദൈവനാമം മഹത്വപ്പെടാനും ഇടയാകാൻ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. വിശുദ്ധ പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും ആമേൻ. കർത്താവ് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ലോക സുവിശേഷവൽക്കരണത്തിന്റെ ലക്ഷ്യത്തോടെ മിസ്സിയോ ടീം നടത്തി വരുന്ന മിസ്സിയോ പ്രിലിംസ് ബാച്ച് 15ന്റെ സമാപന ദിനത്തില് നമ്മൾ എത്തി നിൽക്കുകയാണ്. ഈ സമാപന ദിനത്തിലെ സെഷനിൽ പങ്കെടുക്കുവാനായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് നിന്ന് കടന്നു വന്നിട്ടുള്ള നിങ്ങളെല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. ഈ സെഷൻ ഇന്ന് അനുഗ്രഹപ്രദമാകുവാൻ വേണ്ടി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിച്ച ബോബൻ ചേട്ടനെയും നാൻസി ചേച്ചിയെയും, അതോടൊപ്പം തന്നെ പ്രാർത്ഥന നടത്തിയ സാലി ജോസ് ചേച്ചിയെയും ഒത്തിരി സ്നേഹത്തോടുകൂടെ നന്ദി പറയുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഈ സെഷന്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മുടെ അഭിവന്യ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പിതാവ് നമ്മുടെ ഈ സെഷന് വേണ്ടിയിട്ട് ഈ സമാപന സന്ദേശം നൽകുവാനായിട്ട് അദ്ദേഹം വീഡിയോ സന്ദേശം നൽകിയിട്ടുണ്ട്. നമുക്ക് തുടർന്ന് വരുന്ന സമയങ്ങളിൽ ആ സന്ദേശം കേൾക്കുവാനായിട്ട് സാധിക്കും. പിതാവിനെ ഞാൻ ഒത്തിരി സ്നേഹത്തോടുകൂടെ ഈ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. മിസ്സിയോയുടെ രക്ഷാധികാരിയും
ചിക്കാഗോ രൂപതയുടെ മെത്രാൻ അഭിവന്യ ജോയ് ആലപ്പാട്ട് പിതാവിനെ ഒത്തിരി സ്നേഹത്തോടുകൂടെ ഈ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ വളരെ പ്രത്യേകതയുണ്ട് ഇന്നത്തെ ഈ സെഷന്. നമ്മുടെ ഈ സെഷന് ആശംസകൾ അർപ്പിക്കാൻ വേണ്ടിയിട്ട് ക്ലരീഷ്യൻ കോൺഗ്രിഗേഷന്റെ പ്രൊവിൻഷ്യൽ ആയിട്ടുള്ള CB ഞാവിളിക്കുന്നൽ അച്ഛൻ എത്തിയിട്ടുണ്ട്. അച്ഛനെയും ഒത്തിരി സ്നേഹത്തോടുകൂടെ ഞാൻ ഈ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ മിസ്സിയോ ടീമിന്റെ ആനിമേറ്ററും ഇന്നത്തെ ഈ സെഷന് സമാപന സന്ദേശവും ആശീർവാദവും നൽകുവാനായി കടന്നു വന്നിട്ടുള്ള ബഹുമാനപ്പെട്ട അഗസ്റ്റിൻ മുണ്ടിയാത്തച്ഛനെ ഒത്തിരി സ്നേഹത്തോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ മിസ്സിയോ ടീമിന്റെ ലീഡർ ആയിട്ടുള്ള പ്രൊഫസർ CC ആലിസ് കുട്ടി ആന്റിയെയും ആന്റിയോടൊപ്പം തോളോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ടോമി ചേട്ടനെയും ഒത്തിരി സ്നേഹത്തോടുകൂടെ ഞാൻ ഈ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം മിസ്സിയോ റിസോഴ്സ് പേഴ്സൺസ്, മെന്റേഴ്സ്, എല്ലാ കോർഡിനേറ്റേഴ്സ്, മിസ്സിയോട് സഹകരിക്കുന്ന എല്ലാ വ്യക്തികളെയും ഒത്തിരി സ്നേഹത്തോടുകൂടെ ഈ സെഷനിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് ഈ സെഷനിൽ പങ്കെടുക്കുവാനായിട്ട് ഈ കഴിഞ്ഞ 10 ആഴ്ചകളിലൂടെ കടന്നുപോയപ്പോൾ തങ്ങൾക്ക് കിട്ടിയ അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാനായി ഒത്തിരി പേര് കടന്നു വന്നിട്ടുണ്ട്. അവരെ പ്രത്യേകം ഞാൻ പേരെടുത്ത് പറയാണ്. ലൗറിൻ, എൽസി അലക്സ്, ജോയ്സ് കെ ജോസഫ്, വിൻസെന്റ്, ഷാജു, ലിസി സണ്ണി, സ്മിത മോൻസി, ആന്റണി PV, ബെന്നി കെ ജോസഫ്, അനിയമ്മ ലൂക്കോസ് എന്നിവരെ ഒത്തിരി സ്നേഹത്തോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇന്നത്തെ ഈ നമ്മുടെ ഈ 10 ആഴ്ചത്തെ പ്രോഗ്രാമിന് ഒത്തിരി പേരുടെ ശ്രമകരമായ ബുദ്ധിമുട്ടുകളും അവരുടെ സമയവും ഒക്കെ നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. അവരെയൊക്കെ കൃതജ്ഞതയോടെ ഓർമ്മിക്കുവാൻ വേണ്ടിയിട്ട് കടന്നു വന്നിട്ടുള്ള പ്രൊഫസർ ലിസമ്മ കോശിയെ ഒത്തിരി സ്നേഹത്തോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. യോഹന്നാൻ 15:6 പറയുന്നു, നിങ്ങൾ എന്നെ തെരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. അതേ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരെയും ഈശോ വളരെ പ്രത്യേകമായിട്ട് തെരഞ്ഞെടുത്താണ് ഈ 10 ആഴ്ച ഈ കോഴ്സിലൂടെ നമ്മളെ കൊണ്ടുപോവുകയായിരുന്നു. ഈ കോഴ്സിലൂടെ കടന്നുപോയപ്പോൾ നമുക്ക് എല്ലാവർക്കും തന്നെ ഈശോയുടെ സ്നേഹം അനുഭവിക്കുവാനും അത് മറ്റുള്ളവരിലേക്ക് പങ്കുവെച്ച് കൊടുക്കുവാനുള്ള ഒരു മനസ്സിന്റെ ഒരു ത്വര അല്ലെങ്കിൽ മനസ്സിന്റെ ഒരു ആനന്ദം നമുക്ക് എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട് എന്നതിൽ സംശയമില്ല. നിങ്ങൾ എല്ലാവരുടെയും സാക്ഷ്യം കേൾക്കുവാൻ ഞങ്ങൾക്ക് ആഗ്രഹമാണ്. എന്നാൽ സമയപരിധി മൂലം നമ്മൾ കുറച്ചു പേരെ മാത്രമാണ് ഈ സെഷനിലൂടെ തങ്ങളുടെ അനുഭവം പങ്കുവയ്ക്കുവാനായിട്ട് ക്ഷണിക്കുന്നത്. നമുക്ക് ആ സെഷനിലേക്ക് കടക്കാം. ആദ്യമായി ഞാൻ മെന്റേഴ്സിന്റെ ഭാഗത്തു നിന്നും ന്യൂസിലാൻഡിലെ മെന്റേഴ്സ് ലൗറിനെ ഒത്തിരി സ്നേഹത്തോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. ഈശ്വമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ലൊറിൻ. ഞാൻ ന്യൂസിലൻഡ് ഓസ്ട്രേലിയ സബ് ഗ്രൂപ്പിലെ അംഗമാണ്. മിസ്സിയോടെ 13ാമത്തെ ബാച്ച് മുതൽ ഞാൻ ഈ ഒരു കൂട്ടായ്മയുടെ കൂടെ തുടരുന്നു. എൻ്റെ ഫ്രണ്ട് വിൻസ് ചേച്ചി വഴിയായാണ് ഞാൻ ഈ ഒരു കൂട്ടായ്മയിൽ ആദ്യമായിട്ട് ജോയിൻ ചെയ്യുന്നത്. ഞാൻ ഇവിടെ ഓക്ലൻഡിലാണ് താമസിക്കുന്നത്. ഒരു നഴ്സായിട്ട് ജോലി ചെയ്യുന്നു. എൻ്റെ ഹസ്ബൻഡും മകനും അടങ്ങുന്നതാണ് എൻ്റെ കുടുംബം. ഈ മിസ്സിയോടെ ഒരു കോഴ്സിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് തിരുസഭയോടൊപ്പം വചനത്തിൽ അധിഷ്ഠിതമായ ഒരു ആത്മീയ യാത്രയായിട്ടാണ്. ഈ ഒരു കൂട്ടായ്മയിൽ ജോയിൻ ചെയ്തതിന് ശേഷം എനിക്ക് ഒത്തിരി പുതിയ ബോധ്യങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് ദൈവസ്നേഹത്തെക്കുറിച്ച്, പാപാവസ്ഥയെക്കുറിച്ച്, അതുപോലെ ഒരു കൂട്ടായ്മയിൽ ഭാഗമായിരിക്കേണ്ടതിന് ഇമ്പോർട്ടൻസ് ഒക്കെ വളരെ മനോഹരമായിട്ട് നമ്മളെ പഠിപ്പിച്ചു തരുന്നുണ്ട്. ഒരു കൂട്ടായ്മയോട് ചേർന്നുകൊണ്ട് വചനത്തിൽ വളർന്ന് നമ്മളെ ഒരു സുവിശേഷ പ്രഘോഷകരാക്കുവാനായിട്ട് പ്രാപ്തരാക്കുന്നതാണ് ഈ ഒരു കൂട്ടായ്മ. എൻ്റെ പേഴ്സണൽ ലൈഫിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സഹായമായത് എൻ്റെ സ്പിരിച്വൽ ഗ്രോത്തിന് തന്നെയാണ്. എനിക്ക് ഒത്തിരി എൻ്റെ കുറവുകൾ കൂടുതൽ മനസ്സിലാക്കുവാനായിട്ട് ഇപ്പോൾ സാധിക്കുന്നു. അത് കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. എന്നിലെ മുൻകോപം, മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ സാധിക്കാത്ത അവസ്ഥ, അതൊക്കെ ഒത്തിരി ഇപ്പോൾ എന്നിൽ മാറ്റം വന്നിട്ടുണ്ട്. ആലിസ് ആന്റി എപ്പോഴും പറയുന്ന ഒരു ടാസ്ക് ആയിരുന്നു നിങ്ങളുടെ കുറവുകളും നിങ്ങളുടെ നേട്ടങ്ങളും ഒക്കെ ഒരു പേപ്പറിൽ എഴുതി സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട്. അത് ആദ്യത്തെ ബാച്ച് മുതൽ ഞാൻ വളരെ താല്പര്യത്തോടെ ചെയ്യുമായിരുന്നു. ആദ്യമൊന്നും അതിലൊരു ചേഞ്ചസ് കണ്ടില്ലെങ്കിലും ഇന്ന് ഈ ഒരു 15ാമത്തെ ബാച്ചിൽ എത്തി നിൽക്കുമ്പോൾ എനിക്ക് ഉറപ്പായിട്ടും പറയുവാനായിട്ട് സാധിക്കും എനിക്ക് എൻ്റെ മുൻകോപവും
നിയന്ത്രിക്കാൻ സാധിക്കുന്നുണ്ട്. മറ്റുള്ളവരോടൊക്കെ സ്നേഹത്തോടെ പ്രവർത്തിക്കുവാനും അതുപോലെ അവരോടൊക്കെ ക്ഷമിക്കുവാനും ഒക്കെ എനിക്കിപ്പോൾ സാധിക്കുന്നുണ്ട്. അതിനൊക്കെ ദൈവത്തിന് ഒത്തിരി നന്ദി പറയുവാണ്. ഈ ഒരു എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഈ ചേഞ്ചസ് വന്നപ്പോൾ ശരിക്കും അതിൻ്റെ ഒരു പോസിറ്റീവ് ഇൻഫ്ലുവൻസ് എൻ്റെ ഫാമിലി ലൈഫിലും എൻ്റെ ജോലി മേഖലയിലൊക്കെ എനിക്ക് റിഫ്ലക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരു ബുദ്ധിമുട്ടൊക്കെ വരുമ്പോൾ ഒത്തിരി സമാധാനത്തോടു കൂടി മുമ്പത്തെക്കാളും വളരെ മെച്ചപ്പെട്ട് അതൊക്കെ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു ദൈവകൃപ ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. ഈ ഒരു മിസ്സിയോടെ ഒരു ഏക ലക്ഷ്യമെന്ന് പറയുന്നത് നമ്മളെ നല്ല സുവിശേഷ പ്രഘോഷകരാക്കുക എന്നതാണ്. തിരുസഭയുടെ ലക്ഷ്യവും അത് തന്നെയാണ്. അപ്പൊ നമുക്ക് ഈ ഒരു കൂട്ടായ്മയോട് ചേർന്ന് ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം. നമ്മളെ ഈ ഒരു കൂട്ടായ്മയില് ആത്മീയമായിട്ട് നയിക്കുന്ന അഭിവന്യ ജോയ് ആലപ്പാട്ട് പിതാവിനെ ഒത്തിരി സ്നേഹത്തോടെ ഓർക്കുന്നു. പിതാവിന്റെ ഓരോ ടോക്കും ഒത്തിരി ഇൻസ്പയറിംഗ് ആണ്. അതുപോലെ നമ്മളുടെ ഫൈനൽ ബ്ലെസ്സിങ്സിന് വരുന്ന ഓരോ ബഹുമാനപ്പെട്ട വൈദികരും അവരുടെ ആ ആശീർവാദവും നമ്മളെ ഒത്തിരി ആത്മീയമായിട്ട് നമ്മളെ ശക്തിപ്പെടുത്തുന്നു. പിന്നെ നമ്മുടെ ഈ ഒരു ഗ്രൂപ്പിന്റെ ബാക്ക് ബോൺ ആയിട്ട് പ്രവർത്തിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ആലീസ് ആന്റി, നമ്മുടെ ടോമിച്ചൻ അങ്കിൾ ബ്രദർ, ടോമിച്ചൻ അങ്കിള്, എല്ലാ റിസോഴ്സ് ടീം അംഗങ്ങളും, മെന്റേഴ്സ്, അതുപോലെ എന്നെ ഈ ഒരു ഷെയറിങ്ങിന് വേണ്ടിയിട്ട് ഒത്തിരി എൻകറേജ് ചെയ്ത് വിളിച്ച വത്സമ്മ ചേച്ചി, ഞങ്ങളുടെ ടീമിലെ ആദ്യത്തെ മെന്ററായിരുന്ന ദേവയാനി ചേച്ചിനെയൊക്കെ ഒത്തിരി സ്നേഹത്തോടെ ഓർക്കുന്നു. അതുപോലെ ഞങ്ങളുടെ ന്യൂസിലൻഡ് ഓസ്ട്രേലിയ സബ് ഗ്രൂപ്പിലെ ഓരോ അംഗങ്ങളെയും പ്രത്യേകം നന്ദി പറയുവാണ്. കാരണം അവരുടെ ഒരു പ്രോത്സാഹനവും സപ്പോർട്ടും ഒക്കെയാണ് എനിക്കിന്ന് ഇവിടെ ഇരുന്ന് 2 വാക്ക് ഇങ്ങനെ ഷെയർ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഇത് മുമ്പ് ഇങ്ങനെ എന്നെ സംബന്ധിച്ച് ഇതൊരു നടക്കാത്തൊരു കാര്യമാണ്. എനിക്ക് അത്രയും ഒരു കൂട്ടായ്മയുടെ മുമ്പിൽ വന്നിരുന്ന് 2 വാക്ക് പറയുവാനോ ഒന്ന് ഷെയർ ചെയ്യാനൊക്കെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. പക്ഷെ ഈ എന്നിൽ ഇപ്പോൾ ഒരു ചേഞ്ച് വന്നിരിക്കുന്നത് തന്നെ അത് ഏറ്റവും വലിയൊരു ബ്ലെസ്സിംഗ് ആയിട്ട് ഞാൻ കരുതുന്നു. എല്ലാത്തിനും ദൈവത്തിന് 1000 നന്ദി അർപ്പിക്കുന്നു. എല്ലാവരെയും ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. താങ്ക് യു ലൗറിൻ. ഞാൻ മനസ്സിലാക്കുന്നു ലൗറിൻ ന്യൂസിലാൻഡിൽ നിന്ന് ഏകദേശം ഇപ്പൊ വെളുപ്പിന് 2 മണി 3 മണി സമയത്താണ് ഈ വീഡിയോയിൽ ഇപ്പോൾ വന്നിരിക്കുന്നത്. ഒത്തിരി സ്നേഹത്തോടുകൂടെ നന്ദി പറയുകയാണ് ലൗറിന്റെ ജീവിതത്തിൽ ഈ കോഴ്സിലൂടെ കടന്നുപോയപ്പോൾ ഉണ്ടായ അനുഭവങ്ങൾ പങ്കുവച്ചതിന്. താങ്ക് യു. അടുത്ത് നമുക്ക് US നിന്ന് എൽസി അലക്സിനെ ശ്രമിക്കാം. ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് എൽസി. ഞാൻ എൻ്റെ ഇടവക സെന്റ് മേരീസ് ജ്ഞാനായ കാത്തലിക് ചർച്ച് ഹോസ്റ്റ് നമ്മുടെ ജോയ് പിതാവിൻ്റെ രൂപതയിലെ അംഗമാണ് ഞാൻ. ഇപ്പം എൻ്റെ കാര്യം ഇപ്പം ഞാൻ ലൗറിൻ്റെ അത് കേട്ടപ്പോൾ ഓർക്കുമായിരുന്നു, എൻ്റെ കാര്യം തന്നെയാണോ ഈ പറയുന്നതെന്ന്. എങ്കിലും എനിക്കുണ്ടായ ചില അനുഭവങ്ങൾ ഇവിടെ ഒന്ന് പറയുകയാണ്. ഞാൻ 12ാം ബാച്ചിലാണ് മിസിയോയിൽ ചേർന്നത്. ആദ്യ ബാച്ചിൽ തന്നെ എനിക്ക് ഒരു ലീഡറായിട്ട് പ്രവർത്തിക്കുവാനുള്ള അനുഗ്രഹം ദൈവം എനിക്ക് തന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ കാര്യക്ഷമതയോടുകൂടി, കൂടുതൽ ഉത്തരവാദിത്വത്തോടുകൂടി ഞങ്ങളുടെ ഗ്രൂപ്പിനെ നയിക്കുവാനായിട്ട് എനിക്ക് സാധിച്ചു. പിന്നീട് 13, 14, 15 ബാച്ചുകളിൽ ഞാനിപ്പോഴും മെൻറ്ററായിട്ട് തുടരുന്നു. എനിക്ക് പ്രായം കൂടിയ ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ എനിക്ക് മറ്റുള്ളവരോട് ഒരു അമ്മയെ പോലെയോ അല്ലെങ്കിൽ ഒരു മൂത്ത ചേച്ചിയെ പോലെയോ പെരുമാറുവാൻ സാധിച്ചിരുന്നു. അവരും എനിക്ക് അതുപോലെയുള്ള ഒരു കൺസിഡറേഷൻ എനിക്കും തന്നിരുന്നു. ഇനി അധികമൊന്നും ഞാൻ പറയുന്നില്ല. നമുക്ക് ഇവിടെ 7 നിത്യസത്യങ്ങളെ പറ്റി പടിപടിയായിട്ട് നമ്മളെ പഠിപ്പിക്കുകയും നമ്മൾ തന്നെ നമ്മളെ രോഗവിമുക്തരാക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഈ മിസിയോ ടീം. ആദ്യമേ ദൈവം നമ്മളെ ഏറ്റവും കൂടുതലായി സ്നേഹിക്കുന്നു. പക്ഷെ ആ സ്നേഹം നമുക്ക് അനുഭവിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടെങ്കിൽ അത് നമ്മുടെ പാപാവസ്ഥയാണെന്നും അതിനായിട്ട് നമ്മൾ മാനസാന്തര പ്രത്യുത്തരവും വിശ്വാസ പ്രത്യുത്തരവും നൽകണമെന്നും ദൈവത്തോട് ചേർന്ന് നിൽക്കണമെന്നും പിന്നീട് പരിശുദ്ധാത്മാവിനെ ദാഹിച്ച് നമുക്ക് നേടിയെടുക്കണമെന്നും ആ ലഭിച്ച പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടുകൂടി നമുക്ക് കൂട്ടായ്മയിലായിരിക്കാമെന്നും ആ കൂട്ടായ്മയിൽ നമുക്ക് വചനം പ്രഘോഷിക്കാമെന്നും എന്നുള്ള ഒരു നല്ല ബോധ്യം എനിക്ക് ലഭിക്കുകയുണ്ടായി. അപ്പോൾ ഈ പാപാവസ്ഥയെ പറ്റി ചിന്തിക്കുമ്പോഴാണ് ചിലപ്പോൾ നമ്മൾ പാപം നമുക്ക് മനസ്സിലാവും, മറ്റു ചിലപ്പോൾ നമുക്ക് മനസ്സിലാകുന്നില്ല. നമ്മൾ മനസ്സിലാകാതെ തന്നെ പാപാവസ്ഥയിൽ തുടരുന്ന ഒരു പ്രക്രിയയുണ്ട്. അപ്പോൾ ഞാൻ ഈ സക്കറിയയുടെ പ്രവാചകനായ സക്കറിയയുടെ 3-ാം അധ്യായത്തിൽ 1 മുതലുള്ള വചനം വായിച്ചപ്പോൾ എനിക്കൊരു കാര്യം ബോധ്യപ്പെട്ടു. കാരണം പ്രധാന പുരോഹിതനായ ജോഷുവയെ മരണത്തിന് ശേഷം
ദൈവത്തിന്റെ വിധിക്കായിട്ട് കൊണ്ടുവന്നപ്പോൾ അവിടെ കണ്ട അനുഭവമാണ് അവിടെ ഉണ്ടായത്. ഇത് സക്കറിയായുടെ ഒരു വെളിപാടിൽ നിന്നുമാണ് ഇത് വന്നിരിക്കുന്നത്. സക്കറിയ പ്രധാന പുരോഹിതൻ യേശുവിന്റെ മുമ്പിൽ വന്നപ്പോൾ അവനിൽ മേൽ കുറ്റം ആരോപിക്കാനായി സാത്താൻ അവന്റെ വലതുഭാഗത്ത് നിപ്പുണ്ടായിരുന്നു. സാത്താനെ ദൈവം ശകാരിച്ചു, പക്ഷെ അവൻ പോയില്ല. 2 പ്രാവശ്യം ശകാരിച്ചിട്ടും പോകാഞ്ഞപ്പോൾ ദൂതൻ അവിടെ നിന്നവരോട് പറഞ്ഞു, പോയി ഇവന്റെ മുഷിഞ്ഞ വസ്ത്രം മാറ്റുക. അതെ, ആ മുഷിഞ്ഞ വസ്ത്രം എന്ന് പറയുന്നത് നമ്മുടെ പാപാവസ്ഥയാണെന്നും, അപ്പോൾ അവിടെ ജോഷുവായ്ക്ക് പോലും അറിയപ്പെടാത്തതായിട്ടുള്ള ആ പാപാവസ്ഥയെ ദൂതൻ അത് മാറ്റുകയാണ് ചെയ്തത്. അങ്ങനെ അവനെ പുതിയ വസ്ത്രം ധരിപ്പിച്ചു വന്നപ്പോൾ പിശാച് അവനെ വിട്ടുപോവുകയും ദൈവത്തിന് അവന്റെ മേൽ അധികാരം ഉണ്ടാവുകയും ചെയ്തു. ഇതുപോലെ ഒരവസ്ഥ എൻ്റെ ജീവിതത്തിലും ഉണ്ടായി. ഞാൻ ഈ മിസിയോയി ടീമിൽ വന്നു കഴിഞ്ഞപ്പോഴേക്കിനും ഇതുപോലെ ഒരു സംഭവം ഞങ്ങളിങ്ങനെ, നമുക്കറിയാമല്ലോ, എപ്പോഴും വർത്താനം പറയും, ഇങ്ങനെ ചോദിക്കും. ഒരു വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരു അവസരത്തിൽ ഒരു വ്യക്തി എന്നോട് ചോദിക്കുകയാണ്, ചേച്ചി കുറച്ച് കളറുള്ള കല്ല് കാണുന്നുണ്ടല്ലോ എന്ന്. ഞാൻ ഓർത്തു, ഇതെന്താ ഇത്? പെട്ടെന്ന് എനിക്ക് ബോധ്യം വന്നു. എൻ്റെ എനിക്ക് 3 ആൺമക്കളാണ്. മക്കള് കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഞാൻ ഈ ബർത്ത് സ്റ്റോൺ വെച്ചുള്ള മോതിരം അവർ പിള്ളേർ 3, ഞങ്ങൾ 2 പേരൻസും ധരിച്ചു. ഇതാണ് എന്നെ കാണിച്ചു തന്നത്. എന്നോട് നിയമാവർത്തനം 13-ാം അധ്യായം വായിച്ചു നോക്കിയപ്പോൾ അത് 1-ാം പ്രമാണത്തിന് എതിരാണെന്ന് എനിക്ക് ബോധ്യമായി. ഉടൻ തന്നെ എന്നോട് കുമ്പസാരിക്കാൻ പറഞ്ഞു. ഞാൻ ഓടിപ്പോയി ഏറ്റവും അടുത്ത നിമിഷം തന്നെ ഞാൻ പോയി കുമ്പസാരിച്ചപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു, അതങ്ങ് എടുത്തു കളയുക. അല്ല, അത് സ്വർണ്ണമാണോ എങ്കിൽ അത് വിറ്റ് അതിൽ നിന്ന് ഒരു പൈസ പോലും സ്വന്തം ആവശ്യത്തിന് എടുക്കാതെ ഏതെങ്കിലും നിർധനരായ കുട്ടികളെ പഠിപ്പിക്കുകയോ ഏതെങ്കിലും ഒരു നല്ല പ്രവൃത്തി ചെയ്യാൻ പറഞ്ഞു. ഞാനത് ചെയ്യാമെന്ന് ഏറ്റു. ഇത് തന്നെയായിരുന്നു എനിക്കിത് വെളിപ്പെടുത്തി തന്നയാളും എന്നോട് പറഞ്ഞിരുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എനിക്ക് എൻ്റെ മുഷിഞ്ഞ വസ്ത്രം മാറ്റുവാനായിട്ട് ദൈവം നേരിട്ട് ഇടപെടുകയായിരുന്നു ഒരു ദൂതനെ അയച്ചുകൊണ്ട്. അത് പിന്നീട് എനിക്കുണ്ടായ ഒരു അനുഭവം എന്ന് പറയുന്നത്, ആ കാലഘട്ടത്തിൽ എൻ്റെ ഹസ്ബൻഡ് ഡിമെൻഷ്യ ആൻഡ് കൺഫ്യൂഷൻ, അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ വളരെയേറെ ഞങ്ങൾ ഏതാണ്ട് 1 വർഷത്തോളമായിട്ട് വിഷമിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കിനും ഞങ്ങളുടെ ഒരു ബന്ധു അച്ഛൻ വീട്ടിൽ വരികയും ഞാൻ അച്ഛനോട് ഈ കഥ ഇതെല്ലാം പറഞ്ഞപ്പോൾ അച്ഛൻ അദ്ദേഹത്തെ കുമ്പസാരിപ്പിക്കുകയും വിശുദ്ധ കുർബാന കൊടുക്കുകയും രോഗീലേപനം കൊടുക്കുകയും ചെയ്തു. ക്രമേണ അദ്ദേഹത്തിൻ്റെ ആ അസുഖം മാറി പൂർണ്ണ ഓർമ്മക്കുറവേ ഇല്ല, കൺഫ്യൂഷൻ കംപ്ലീറ്റ് ആയിട്ട് മാറി. ദൈവം എന്നെ അനുഗ്രഹിച്ചു. ഇത് നിങ്ങളോട് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ഒരു സമാധാനവും കാണുകയില്ല. പ്രൈസ്. താങ്ക് യു LCG, താങ്ക് യു വെരി മച്ച്. LCG 12ാമത്തെ ബാച്ചിലാണ് വന്നതെന്ന് പറഞ്ഞു. അതുമുതൽ തീക്ഷ്ണമായിട്ട് ഈ മിസിയോ ടീമിലൂടെ പ്രവർത്തിക്കുകയാണ്. ചേച്ചിയുടെ ജീവിതത്തിൽ ഈ മിസിയോ ടീമിലൂടെ കടന്നു പോയപ്പോൾ ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടായി, നമ്മൾ കേട്ടു. ഒത്തിരി നന്ദി ചേച്ചിയുടെ നല്ല വാക്കുകൾക്ക്. താങ്ക് യു വെരി മച്ച്. നമുക്കിനി 11ാമത്തെ ഗ്രൂപ്പിൽ നിന്ന് മെന്ററായിട്ടുള്ള ജോയ്സ് കെ ജോസഫിനെ ശ്രമിക്കാം. സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ജോയ്സ് കെ ജോസഫ്. എനിക്ക് ഭർത്താവും 3 മക്കളുമുണ്ട്. ഞാൻ മിസിയോയുടെ 13ാം ബാച്ചിലും 14ാം ബാച്ചിലും അംഗമായിരുന്നു. 14ാം ബാച്ചിൽ 15ാം ബാച്ചിൽ മെന്ററാണ്. റോമ 8:28 പറയുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിക്കുന്നുവെന്ന് നമുക്കറിയാമല്ലോ. മിസിയ കൂട്ടായ്മയിലേക്ക് എന്നെ തിരഞ്ഞെടുത്ത സർവശക്തനായ ദൈവത്തിന് നന്ദി. മിസിയോയിലൂടെ ലഭിച്ച ക്ലാസ്സുകൾ എനിക്ക് നല്ല അനുഭവമായിരുന്നു. സാധാരണ ഒരു ധ്യാനത്തിൽ പങ്കെടുക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായിരുന്നു മിസിയോയിലെ 7 നിത്യസത്യങ്ങളെക്കുറിച്ചുള്ള ക്ലാസ്സുകൾ. എനിക്ക് ആത്മീയമായി ഒത്തിരി വളരാൻ സാധിച്ചു. ഈശോയെ കൂടുതൽ സ്നേഹിക്കുവാനും ദൈവസ്നേഹം കൂടുതൽ അനുഭവിക്കുവാനും അത് പങ്കുവയ്ക്കുവാനും സാധിക്കുന്നു. കൂടുതലായി പ്രാർത്ഥിക്കുവാൻ സാധിക്കുന്നു. മിസിയോയിൽ വന്നതിന് ശേഷം ബൈബിൾ വെറുതെ വായിച്ചു തീർക്കുന്ന ആ ഒരു ശൈലിയിൽ നിന്ന് മാറി ഓരോ വചനവും എന്നോട് എന്താണ് പറയുന്നത് എന്ന് ചിന്തിക്കുന്നതിനും ധ്യാനിക്കുന്നതിനും സാധിക്കുന്നു. അതുപോലെ ഓരോ ദിവസവും വചനവിചിന്തനത്തിനായി തരുന്ന വചനങ്ങൾ ധ്യാനിച്ച് ഗ്രൂപ്പിലെ അംഗങ്ങൾ എല്ലാവരും തങ്ങൾക്ക് ലഭിച്ച ബോധ്യങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ ദൈവസ്നേഹത്തിൽ കൂടുതൽ ആഴപ്പെടുവാനായിട്ട് സാധിക്കുന്നു. പ്രയർ പാർട്ട്നേഴ്സിനെ വിളിക്കുന്നതിലൂടെ കൂടുതൽ ബന്ധങ്ങൾ സ്ഥാപിക്കുന്നതിനും അവരുടെ
പ്രാർത്ഥനാ ആവശ്യങ്ങൾ ദൈവത്തിനു മുമ്പാകെ സമർപ്പിക്കുന്നതിനും സാധിക്കുന്നതിലൂടെ ദൈവാനുഭവത്തിൽ ഒരു പടി കൂടെ വളരാൻ സാധിക്കുന്നു. എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിലും ഒരു ആത്മീയ മന്ദത എനിക്ക് അനുഭവപ്പെട്ടിരുന്നു. എന്നാൽ മിസ്സിയോയിലെ ക്ലാസ്സുകളിൽ പങ്കെടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് കൂടുതലായി ദൈവസ്നേഹം അനുഭവിക്കുവാൻ സാധിക്കുന്നു. കോവിഡിന് ശേഷം കൂടെ കുമ്പസാരിക്കുന്ന പതിവൊക്കെ ഞാൻ ഉപേക്ഷിച്ചിരുന്നു. എന്നാൽ മിസ്സിയോയിലെ പാവാവസ്ഥ, മാനസാന്തര പ്രത്യുത്തരം തുടങ്ങിയ ക്ലാസ്സുകളിൽ പങ്കെടുത്തു കഴിഞ്ഞപ്പോൾ അടുക്കൽ കുമ്പസാരിക്കുവാനും വിശുദ്ധി പ്രാപിക്കുവാനും സാധിക്കുന്നു. ചെറിയ പ്രശ്നങ്ങളിൽ പോലും വലിയ ടെൻഷൻ അനുഭവിച്ചിരുന്ന എനിക്ക് ഇപ്പോൾ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ് എന്ന ബോധ്യത്തോടെ ജീവിക്കുവാൻ സാധിക്കുന്നു. ഈ മിസ്സിയോ കൂട്ടായ്മയിലൂടെ ദൈവസ്നേഹം അനുഭവിക്കുവാനും അത് മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുവാനുമായി എന്നെ തെരഞ്ഞെടുത്ത സർവശക്തനായ ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. താങ്ക് യു ജോയ്സ് ചേച്ചി, താങ്ക് യു വെരി മച്ച്. ചേച്ചി ഈ കോഴ്സിലൂടെ കടന്നുപോയപ്പോ ആത്മീയമായിട്ട് ഒത്തിരി ഉയരാനായിട്ട് സാധിച്ചു. പ്രത്യേകിച്ച് കൂടെ കുമ്പസാരിച്ച് വിശുദ്ധിയിലായിരിക്കുവാനായിട്ട് ചേച്ചിക്ക് സഹായകരമായി എന്നറിഞ്ഞതിൽ ഒത്തിരി സന്തോഷം. ചേച്ചി നമ്മുടെ ടോം ചേട്ടന്റെ ഇടവകാംഗമാണ്. ഒത്തിരി നന്ദി പറയുന്നു ചേച്ചി. താങ്ക് യു വെരി മച്ച്. നമുക്ക് അടുത്തത് പാർട്ടിസിപ്പൻസിൽ നിന്ന് ഗ്രൂപ്പ് 1ൽ നിന്നുള്ള വിൻസെന്റ് ചേട്ടനെ ശ്രമിക്കാം. വിൻസെന്റ് ചേട്ടാ പ്ലീസ്. വിൻസെന്റ് ചേട്ടന് സാങ്കേതിക പ്രശ്നമാണെന്ന് തോന്നുന്നു. നമുക്ക് പിന്നീട് കേൾക്കാം. ഞാൻ അടുത്ത ആളെ വിളിക്കുകയാണ്. ഗ്രൂപ്പ് 3ൽ നിന്ന് ഷാജു സിയു. ഷാജു സിയും എത്തിയിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നുണ്ട്. മൂന്നാമത്തെ ആളെ വിളിക്കുന്നു. ലിസി സണ്ണി, ഗ്രൂപ്പ് 5ൽ നിന്ന്. ലിസി സണ്ണിയും എത്തിയിട്ടില്ല. അതുകൊണ്ട് 4ാമത്തെ ആളെ വിളിക്കുന്നു. സ്മിത മോൻസി, US-ൽ നിന്ന്. ഹലോ, എൻ്റെ പേര് സ്മിത മോൻസി. ഞാൻ ഹ്യൂസ്റ്റണിൽ നിന്നാണ്. അമേരിക്കയിലെ ഹ്യൂസ്റ്റണിൽ എനിക്ക് 4 മക്കള്. ഹസ്ബൻഡുമായിട്ട് ഞാൻ ഇവിടെ നേഴ്സായിട്ട് ജോലി ചെയ്യുന്നു. സുവിശേഷമാകുവാനും സുവിശേഷമേകുവാനും എന്ന ആപ്തവാക്കി നെഞ്ചിലേറ്റിയ മിസ്സിയോയുടെ 15ാമത്തെ ഗ്രൂപ്പിൽ അംഗമാകാൻ സാധിച്ചൊരു വലിയ ഭാഗ്യമായിട്ട് തന്നെ ഞാൻ കരുതുകയാണ്. ഞാൻ ഒരിക്കലും ഈ നിത്യസത്യങ്ങൾ എന്നൊന്നും പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരുന്നില്ല. നിത്യസത്യങ്ങൾ എന്താണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷെ ഈ ദിവസങ്ങളിൽ നിത്യസത്യങ്ങളെ പറ്റി കൂടുതൽ അറിയുവാനായിട്ട്, ആഴ്ചകളിൽ നമ്മൾ ബൈബിൾ വചനങ്ങളോട് കൂടുതൽ അതിലേക്ക് ആഴപ്പെടുവാനായിട്ട്, ക്ലാസ്സുകളിലൂടെയൊക്കെ അതിന്റെ കൂടുതൽ ആഴങ്ങളിലേക്ക് സഞ്ചരിക്കാനായിട്ടൊക്കെ സാധിച്ചു. അതുപോലെ അച്ഛന്മാരുടെ മെസ്സേജസ്, മറ്റുള്ളവരുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് എനിക്ക് വളരെ ഇൻസ്പയറിങ്ങും വളരെ മോട്ടിവേറ്റിംഗും ആയിട്ട് തോന്നിയിട്ടുണ്ട്. നമുക്ക് സഭയുടെ ഏറ്റവും വലിയ ദൗത്യമാണ് സുവിശേഷ പ്രഘോഷണം. അതിനകത്ത് നമുക്ക് ഓരോരുത്തർക്കും എത്രമാത്രം അതിനകത്ത് ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന്, നമ്മളൊക്കെ അതിനകത്ത് പങ്കെടുക്കേണ്ടവരാണെന്നും, അതുപോലെ നമ്മൾ ചെയ്യുന്നൊരു കുഞ്ഞു കാര്യം പോലെ ഈശോ നിന്നെ സ്നേഹിക്കുന്ന ഒരാളുടെ തോളിൽ കൈയിട്ട് പറഞ്ഞാൽ തന്നെ അത് നമുക്ക് ചെയ്യാൻ പറ്റും എന്നൊക്കെയുള്ള വലിയ തിരിച്ചറിവുകളൊക്കെ എനിക്ക് ഈ മിസ്സിയോടെയാണ് ലഭിച്ചത്. ഞാൻ ഈ മിസ്സിയോയിൽ വന്നതിന് ശേഷമാണ് ബൈബിള് വായിക്കുമെങ്കിൽ എനിക്ക് ഒരു വചനം പോലും ഇങ്ങനെ നോക്കി വ്യാഖ്യാനിച്ച് പറയാനായിട്ടൊന്നും എനിക്ക് പറ്റുന്ന ഒരിക്കലും വിചാരിച്ച കാര്യങ്ങളല്ല. പക്ഷെ ഇതിന്റെ റിക്വയർമെന്റ് ആയിട്ട് അത് ചെയ്യേണ്ടി വന്നപ്പോൾ അതെനിക്ക് വലിയൊരു സന്തോഷം തരുന്ന അനുഭവമായിരുന്നു. എനിക്ക് അതിന് 1-2 വാക്കുകൾ പറയാനൊക്കെ പറ്റിയത് അതൊക്കെ വലിയ അനുഭവം തന്നെയായിരുന്നു.
അതുപോലെ ഞാൻ ഈ ഗ്രൂപ്പിൽ വരുമ്പോൾ എനിക്ക് സെപ്റ്റംബർ 17-ാം തീയതി ഒരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് 3 മാസം ബെഡ് റെസ്റ്റ് പറയുന്ന സമയത്താണ് ഇത് വന്നത്. ഞാനിത് ചേരുന്നില്ല എന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. എന്നാൽ ഈ ബാച്ചിൽ തന്നെയുള്ള ഞങ്ങളുടെ ബാച്ചിൽ തന്നെയുള്ള മിനി എന്ന് പറഞ്ഞൊരു ചേച്ചീനെ ഒന്നുകൂടെ നിർബന്ധിച്ചപ്പോൾ ഞാൻ ഒക്ടോബറിൽ എനിക്കിങ്ങനെ ഈശോ ഒരു മെസ്സേജ് തരുന്നുണ്ടായിരുന്നു, ഒക്ടോബറിൽ എന്തോ ഒരു കാര്യം വരുന്നതായിട്ട്. അപ്പൊ ഞാൻ ഒക്ടോബർ ചോദിച്ചുകൊണ്ട് എനിക്ക് വയ്യാലും കയറാം, പറ്റും പോലെ ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ കയറിയതാണ്. പക്ഷേ അതിനെ നല്ലവണ്ണം എനിക്ക് എന്നെ കൊണ്ട് പറ്റും പോലെയൊക്കെ ചെയ്യാണ്ട് എനിക്ക് സാധിച്ചു. അത് ദൈവത്തിന്റെ വലിയ കൃപയായിട്ട് ഞാൻ കരുതുന്നു. നമ്മൾ പറയത്തില്ലേ, യോഹന്നാൻ 15:16 പറയുന്നു, നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയില്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. അപ്പൊ ദൈവം തിരഞ്ഞെടുത്തുകൊണ്ട് മാത്രമാണ് എനിക്കിവിടെ ആയിരിക്കാൻ അവസ്ഥയിലൊക്കെ സാധിച്ചത്. അതുപോലെ ഇവിടെ വന്നു കഴിഞ്ഞ് എനിക്കുണ്ടായ ഒരു പ്രത്യേക 2 എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനൊരു ഗായികയല്ല. പക്ഷേങ്കിൽ എന്നെ ആദ്യ ദിവസങ്ങളൊക്കെ പാട്ട് പാടാൻ ഇട്ടപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര മടിയുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അവിടുത്തെ ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി ഈശോയ്ക്ക് വേണ്ടി അങ്ങ് ചെയ്യാന്ന് ഓർത്ത് എനിക്ക് പല ദിവസങ്ങളിൽ ഈ ഗ്രൂപ്പിൽ പാട്ട് പാടാനായിട്ട് പറ്റി. അതുപോലെ നമ്മുടെ ദൈവവചനത്തിൽ പറയുന്ന മത്തായി 7:11 മക്കൾക്ക് നല്ല വസ്തുക്കൾ കൊടുക്കാൻ ദുഷ്ടായ നിങ്ങൾക്ക് അറിയാമെങ്കിൽ തങ്ങളോട് ചോദിക്കുന്നവർക്ക് സ്വർഗീയ പിതാവ് എത്രയോ വലിയ നന്മകൾ നൽകുകയില്ല എന്ന്. ദൈവത്തിന്റെ ഏറ്റവും വലിയ നന്മയുള്ള ഒരു ഗിഫ്റ്റ് എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ്. എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ടായത് ഞങ്ങളുടെ ഗ്രൂപ്പിന്റെ പരിശുദ്ധാത്മാവിന്റെ ധ്യാനിക്കുന്ന ആഴ്ചയിൽ എനിക്ക് പാട്ടും 2 പാട്ടും ഒരു പ്രൈസ് ആൻഡ് വർഷിപ്പ് ലീഡിങ്ങും ആയിരുന്നു ഇട്ടിരുന്നത്. എന്നെ സംബന്ധിച്ചുള്ള ആ ദിവസങ്ങളിൽ വളരെ ബുദ്ധിമുട്ടായിരുന്നു. എനിക്ക് ശകലം മസിൽ സ്പാസം കൂടിയിട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് തന്നെ ഞാൻ വിഷമിച്ചിരിക്കുന്ന സമയമായിരുന്നു. ഞാൻ ഓർത്ത് ഈശോയ്ക്ക് എന്നെ പറ്റുന്ന പോലെ ഞാൻ ചെയ്യാം എന്നോർത്ത് ഞാനത് ഏറ്റെടുക്കുകയും, എന്നാൽ ആദ്യ സമയങ്ങളിൽ എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിറ്റേ ദിവസം തന്നെ എനിക്ക് ഒത്തിരി പേര് മെസ്സേജ് ഇട്ടവർക്കുണ്ടായ പരിശുദ്ധാത്മാവിന്റെ എക്സ്പീരിയൻസ്. പിന്നീട് ഞങ്ങളുടെ നെക്സ്റ്റ് വീക്കിൽ എല്ലാവരും തന്നെ അവർക്ക് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം എങ്ങനെയാണ് ഉണ്ടായിരുന്നത്, അവർ പരിശുദ്ധാത്മാവിന്റെ എക്സ്പീരിയൻസ് എങ്ങനെയാണ് ഓരോരുത്തർക്കും എക്സ്പീരിയൻസ് ചെയ്യുന്നതെന്നും ഒരു സാക്ഷ്യം പറയുന്നത് കേൾക്കാൻ ഇടയായി. വളരെ ബലഹീനയും നിസ്സാരയുമായിട്ടുള്ള എന്നെ അന്ന് ദൈവം ഉപയോഗിച്ചതിനകത്ത് ഞാൻ ദൈവത്തിന് ഒത്തിരി നന്ദി പറയുന്നു. അതുപോലെ അതിനുശേഷം എനിക്ക് ദൈവം പല അവസരങ്ങൾ തന്നു. ഒന്ന് അഭിഷാഗ്നി സിസ്റ്റേഴ്സിന്റെ അടുത്തേക്ക് ഞാൻ വിചാരിതമായിട്ട് അവരെ പരിചയപ്പെടാനായിട്ടും അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ സംസാരിച്ചത് ഈശോയോട് സിസ്റ്റർ ചോദിച്ച ചില സയൻസ് ആയിരുന്നു. ഞാൻ അറിയാതെയാണ് അതൊക്കെ സംസാരിച്ചത്. അതിനുശേഷം സിസ്റ്റർ എന്നെ ധ്യാനത്തിന് വിളിച്ചു 2-3 ദിവസം കഴിഞ്ഞ്. ഞാൻ സിസ്റ്റർ എന്റെ അവസ്ഥ ഞാൻ ബെഡ് റെസ്റ്റിലാണ്, പക്ഷെ എന്നാലും ഈശോ പറയുന്നു എന്നും പറഞ്ഞുകൊണ്ട് സിസ്റ്റർ എനിക്ക് കിടന്ന് ധ്യാനം കൂടാനുള്ള അവസരം തരികയും അവരുടെ ഒരു മിനിസ്ട്രിയിൽ പിന്നീട് പങ്കാളിയാകാൻ ദൈവം എന്നെ ഒരുക്കി. അതുകൊണ്ട് ജീസസ് യൂത്തിന്റെ പിള്ളേരെ പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ള ഒരു 25 ഡേയ്സിന്റെ വീഡിയോസ് ഉണ്ടാക്കാനും അതിന്റെ ഒരു പ്രിപ്പറേഷനും ഒക്കെ എനിക്ക് പങ്കാളിയാകാൻ പറ്റി. അതൊക്കെ ദൈവത്തിന് എന്റെ ഒരു സർജറി കഴിഞ്ഞുള്ള സമയങ്ങളിൽ ശരിക്കും പറഞ്ഞാൽ ഞാനൊരു സർജിക്കൽ റിക്കവറി സമയമാണെങ്കിലും ഞാൻ ഈ സർജറിയുടെ ബുദ്ധിമുട്ടുള്ളതെന്ന് പറഞ്ഞില്ല. ഈശോ ഒരു സ്പിരിച്വൽ ജേർണി ആക്കി എനിക്ക് മാറ്റി തന്നു. ഇതിലേക്ക് എന്നെ സഹായിച്ച എല്ലാവരും ഞാൻ ഒത്തിരി നന്ദിയോടെ ഓർക്കുന്നു. അതായത് ഇതിന്റെ സംഘാടകരെ എല്ലാവരെയും, ആലിസൂട്ടി ചേച്ചി, ടോമിശ ചേട്ടൻ, എല്ലാ മെന്റേഴ്സ്, പ്രത്യേകിച്ച് ഞങ്ങളുടെ മെന്റർ ആയിട്ടുള്ള ദിവ്യയും ജസ്റ്റ് ചേച്ചിനെ ഒത്തിരി എൻകറേജ് ചെയ്യാൻ സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഓർത്ത് ഈശോയ്ക്ക് ഒത്തിരി നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സ്മിത, താങ്ക് യു വെരി മച്ച്. ഈ മിസ്സിയോടെ കടന്നുപോയപ്പോ തന്നിലുള്ള കഴിവുകൾ, പ്രത്യേകിച്ച് പാട്ടുപാടാനൊക്കെ സാധിച്ചു എന്നൊക്കെ പറഞ്ഞു. അതുപോലെ ഒത്തിരി ആത്മീയമായിട്ടുള്ള ഉണർവുണ്ടാകാനായിട്ട് ഇത് സഹായിച്ചു എന്നറിഞ്ഞതിൽ ഒത്തിരി സന്തോഷം, ഒത്തിരി നന്ദി കേട്ടോ. താങ്ക് യു വെരി മച്ച്. നമുക്ക് ഗ്രൂപ്പ് 1 നിന്ന് വിൻസെന്റ് ഏട്ടൻ വന്നിട്ടുണ്ട്. വിൻസെന്റ് ഏട്ടനെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഞാൻ വളരെ അവിചാരിതമായ ഒരു സന്ദർഭത്തിലാണ് മിസ്സിയോയുമായിട്ട് ബന്ധപ്പെടാൻ എനിക്ക് ലഭിച്ചത്. എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു, നമുക്ക് മിസ്സിയോയിൽ ഒരു പ്രോഗ്രാം ഉണ്ട്, അതിന് പോകണം. വിൻസെന്റ് ഏട്ടന്റെ നെറ്റ്വർക്ക് പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നു. നമുക്ക് ഗ്രൂപ്പ് 3 നിന്നുള്ള ഷാജുവിനെ കേൾക്കാം. ഷാജു പ്ലീസ്. ഇപ്പോഴായി. അൺമ്യൂട്ട് ആവുന്നില്ലായിരുന്നു, അതുകൊണ്ട്. യേശുവിൽ സ്നേഹം നിറഞ്ഞ മിസ്സിയോ കുടുംബാംഗങ്ങളെ, എൻ്റെ പേര് സിയു സാജു, മിസ്സിയോ ബാച്ച് 15 സബ് ഗ്രൂപ്പ് 3.
പൂനെയിലാണ് ഞാൻ താമസിക്കുന്നത്. കല്യാൺ രൂപതയിലെ സെയിന്റ് അൽഫോൺസ് ഓഫ് ഫൊറൈൻ ചർച്ച് കാലവാടിയാണ് എൻ്റെ ഇടവക. നാട്ടിൽ പിറവത്താണ് എൻ്റെ വീട്. കോട്ടയം രൂപതയിലെ ഹോളി കിങ്സ് ചർച്ച് പിറവമാണ് എൻ്റെ നാട്ടിലെ ഇടവക. അമ്മയും ഭാര്യയും 3 ആൺമക്കളും അടങ്ങുന്നതാണ് എൻ്റെ കുടുംബം. ഞാൻ ആദ്യമായാണ് മിസിയോ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നത്. ഇതിനു മുമ്പ് ഞാൻ ബൈബിൾ കൺവെൻഷനുകളും ധ്യാനങ്ങളും അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ തിരുവചനങ്ങളെ പറ്റി ഇത്ര ആഴത്തിൽ ചിന്തിക്കുകയോ ധ്യാനിക്കുകയോ ചെയ്തിരുന്നില്ല. ഞാൻ എൻ്റെ റിട്ടയർമെന്റിന് ശേഷം എനിക്ക് സുവിശേഷം കൂടുതൽ അറിയുവാനും ധ്യാനിക്കുവാനും പ്രഘോഷിക്കാനുമുള്ള ആഗ്രഹമുണ്ടായി. അപ്പോഴാണ് എൻ്റെ പെങ്ങൾ ജെസ്സി വർഗീസ് മിസിയോ കോഴ്സ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പെങ്ങള് എനിക്ക് പ്രിലിംസ് 15th ബാച്ചിലേക്ക് വാട്സപ്പ് ലിങ്ക് അയക്കുകയും ഞാൻ ജോയിൻ ചെയ്യുകയും ചെയ്തു. ആദ്യത്തെ 1-2 ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി മിസിയോയുടെ ക്ലാസ്സുകളും മിസിയോയുടെ ചിന്തകളും മറ്റുള്ളവരിൽ നിന്ന് ഒരു ലെവൽ ഉയർന്നതാണ്. വളരെ ലളിതമായിട്ടുള്ള പഠന രീതികളും ചിന്തകളുമാണ് മിസിയോയുടെ പ്രത്യേകത. വളരെ താല്പര്യത്തോടെയാണ് ഞാൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിരുന്നത്. മാർപ്പാപ്പമാരുടെയും മെത്രാന്മാരുടെയും അനുഗ്രഹാശിസുകളോടെ നടത്തുന്ന ആധികാരിക സുവിശേഷ പഠനമാണ് മിസിയോ കോഴ്സ്. സഭയുടെ ഏക ദൗത്യമായ സുവിശേഷവൽക്കരണത്തിന് യോജിച്ച ഏക കോഴ്സാണിത്. പങ്കെടുക്കുന്ന എല്ലാവരും സുവിശേഷ പ്രഘോഷകരായി മാറുന്നു. മിസിയോ ക്ലാസ്സുകളിൽ പഠനം മാത്രമല്ല, മെത്രാന്മാരുടെയും വൈദികരുടെയും ആശീർവാദവും ലഭിക്കുന്നുണ്ട്. വിശുദ്ധ പൗലോസ് തെസലോനിക്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നു: എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ, എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ, ഇതാണ് ക്രിസ്തുവിൽ നിങ്ങളെക്കുറിച്ചുള്ള ദൈവഹിതം. ആത്മാവിനെ നിങ്ങൾ നിർവീര്യമാക്കരുത്. പരിശുദ്ധാത്മാവിന്റെ ശക്തിയെപ്പറ്റി കൂടുതൽ അറിയുവാനും തീഷ്ണതയോടെ പ്രാർത്ഥിക്കാനും ക്ലാസുകൾ പ്രേരകമായി. വിശുദ്ധ പൗലോസ് തിമോത്തിയോസിന് എഴുതിയ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നു: എന്തെന്നാൽ ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല ദൈവം നമുക്ക് നൽകിയത്, ശക്തിയുടെയും സ്നേഹത്തിന്റെയും ആത്മനിയന്ത്രണത്തിന്റെയും ആത്മാവിനെയാണ്. എതിർപ്പുകളെ ഭയപ്പെടാതെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാനുള്ള ആഹ്വാനമാണിത്. മിസിയോയിലൂടെയാണ് ഈ വചനങ്ങളെല്ലാം എൻ്റെ മനസ്സിൽ പതിയുന്നത്. വേർഡ് ഓഫ് ദ ഡേയും ഉൾക്കാഴ്ച ഷെയറിങ്ങും എനിക്ക് തിരുവചനങ്ങളെ പറ്റി ആഴത്തിൽ ചിന്തിക്കുവാനുള്ള പ്രചോദനമായി. സബ് ഗ്രൂപ്പ് മീറ്റിങ്ങുകളിലെ നിയോഗ പ്രാർത്ഥനകളും ഷെയറിങ്ങും പ്രയർ പാർട്ട്നേഴ്സും നല്ലൊരു കൂട്ടായ്മ വളർത്തുന്നതായിരുന്നു. ഞാനിപ്പോൾ വളരെ സന്തോഷത്തോടും ഉത്സാഹത്തോടും പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടും കൂടിയാണ് എൻ്റെ ജീവിത പ്രശ്നങ്ങളെ നേരിടുന്നത്. ഞാൻ ഫെബ്രുവരിയിൽ മിസിയോ റെസിഡൻഷ്യൽ കോഴ്സ് അറ്റൻഡ് ചെയ്യാനായിട്ട് പരിശ്രമിക്കുകയാണ്. മിസിയോ ടീമിനോടുള്ള എൻ്റെ നന്ദി അറിയിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്ന് സ്നേഹവും സമാധാനവും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും നാമത്തിൽ ആമേൻ. താങ്ക് യു ഷാജിയേട്ടാ, താങ്ക് യു വെരി മച്ച്. ഷാജിയേട്ടന് ഒത്തിരി വചനങ്ങൾ ആഴത്തിൽ പഠിക്കുവാനും ബോധ്യങ്ങൾ ഉൾക്കൊള്ളുവാനും ഒക്കെ സാധിച്ചു എന്നറിഞ്ഞതിൽ ഒത്തിരി സന്തോഷം. താങ്ക് യു വെരി മച്ച്. വിൻസെന്റ് ചേട്ടന് സംസാരിക്കാൻ പറ്റുമോ? റേഞ്ചുള്ള സ്ഥലത്താണോ? സ്ഥലം ഒന്ന് മാറിയിരുന്നു. ഓക്കെ പറഞ്ഞു. അപ്പോൾ വളരെ യാദൃശ്ചികമായിട്ട് എൻ്റെ ഒരു സുഹൃത്ത് വഴിയാണ് മിസിയോയിൽ വന്ന് ചേരാനിടയായത്. അപ്പൊ ഒരു ധ്യാനം കൂടുന്ന ഒരു മനോഭാവത്തോടെ ഞാൻ വന്നത്. അവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് ധ്യാനമല്ല, ഒരു വചന പ്രഘോഷകനെ അവന്റെ പദവിയിലേക്ക് എത്തിക്കുവാനുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഒരു പഠനമാണ് എന്ന് മനസ്സിലായത്. ഏതായാലും അവിടെ ഇരുന്ന് ആ 7 നിത്യസത്യങ്ങളെ കുറിച്ച് ഉള്ള ക്ലാസ്സുകൾ എല്ലാം കൂടി, ഞാനൊരു ഹൈന്ദവ സമുദായത്തിൽപ്പെട്ടൊരു മനുഷ്യനായിരുന്നു 40 വർഷം മുൻപ്. അത് കഴിഞ്ഞ് ഞാൻ മാമോദീസ മുങ്ങി കത്തോലിക്ക സഭയിൽ അംഗമായി. അതിനുശേഷം പല സുവിശേഷ പരിപാടികളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ പോകുന്ന സമയത്ത്
ഈ മിസ്സിയോയിൽ വന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടായ ഒരു പ്രത്യേക അനുഭവം, ഒരു വചനപ്രഘോഷകൻ ഏതെല്ലാം അവസ്ഥയിലൂടെ കടന്നു പോകണം, ഏതെല്ലാം അവസ്ഥയിൽ എത്തണം, ഇതേക്കുറിച്ച് വളരെ വ്യക്തമായ ഒരു കാഴ്ചപ്പാട്, അതായത് വചനത്തിന്റെ വെളിച്ചത്തിലുള്ള ഒരു കാഴ്ചപ്പാട്, അത് കിട്ടുക മാത്രമല്ല, അതിലുപരിയായിട്ട് എന്നെ സ്പർശിച്ച ഒരു കാര്യം, സഭയിൽ ഉള്ള ഒരു ക്രിസ്ത്യാനിയുടെ ദൗത്യം എന്താണ്, ഒരു ക്രിസ്ത്യാനി സഭയിൽ ചെയ്യേണ്ടുന്ന പ്രഥമമായ കാര്യം എന്താണ് എന്നുള്ളതിനെ കുറിച്ച് ഒരു ഉത്തമ ബോധ്യം. ആ ഉത്തമ ബോധ്യം എന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ വചനം പ്രഘോഷിച്ചുകൊണ്ടിരുന്ന ഒരാളാണെങ്കിലും എനിക്കൊരു ചെറിയ അസുഖങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാനത് പയ്യെ ഒന്ന് സ്റ്റോപ്പാക്കി അവിടെ നിർത്തിയിരിക്കുകയായിരുന്നു. അപ്പം മിസ്സിയോയിൽ വന്നു കഴിഞ്ഞപ്പോൾ ആ പഴയ ആ ചൈതന്യത്തിലേക്ക്, അല്ലെങ്കിൽ ആ എനർജിയിലേക്ക് തിരിച്ചു വരാനായിട്ട് പറ്റി. ഞാനിപ്പം വചന പ്രഘോഷണത്തിനായിട്ട് പോകുന്നത് തെരുവിലുള്ള പ്രഘോഷണമാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാലും അത് വളരെ ശക്തിയോടെയും ആത്മാർത്ഥതയോടുകൂടി എന്ന് പറഞ്ഞാൽ വചനത്തിൽ വേരൂന്നി എന്നൊക്കെ നമ്മൾ പാട്ട് പാടുമല്ലോ. അപ്പൊ ആ വചനത്തിൽ വേരൂന്നി, ചിലപ്പോൾ ഒരു ഓടയുടെ മുകളിലിട്ടിരിക്കുന്ന സ്ലാബിന്റെ പുറത്തായിരിക്കും നിൽക്കുന്നത്, അവിടെ നിന്നുകൊണ്ടായിരിക്കും വചനം പ്രഘോഷിക്കുന്നത്. പക്ഷെ ആ സ്ലാബിൽ വചനത്തിന്റെ ആഴങ്ങൾ ഇറങ്ങി അത്ര ഉറച്ച ഒരു ലക്ഷ്യത്തോടു കൂടി ഇത് പ്രഘോഷിക്കാനായിട്ട് സാധിക്കുന്നു. കാരണം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മളെ ഒരു വചന പ്രഘോഷകന്റെ പദവിയിലേക്ക് കൊണ്ട് എത്തിക്കുന്ന ഒരു വലിയ പ്രക്രിയയാണ് അവിടെ നടക്കുന്നത്. എനിക്ക് ഒത്തിരി എന്താ പറയുന്നത്, ജീവിതത്തിൽ വചന പ്രഘോഷണ രംഗത്ത് എനിക്ക് ഒത്തിരി അത് പ്രയോജനപ്പെട്ടു. തുടർന്നും ഞാൻ ഇപ്പോഴും അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അവിടുത്തെ ആ ജീവിത രീതികൾ, അവിടെയുള്ള ആൾക്കാരുടെ ആ സ്നേഹം അവർ പ്രസംഗിക്കുക മാത്രമല്ല ചെയ്യുന്നത്, ആ സ്നേഹം അവിടെ വിളമ്പുകയാണ്. അത് കാണുമ്പോൾ ഒരു പ്രത്യേക അനുഭൂതി, എന്താ പറയുക, നമ്മളൊരു വലിയ മാറ്റത്തിന്റെ വഴിയിലേക്ക് നീങ്ങിയതുപോലുള്ള ഒരു പ്രതീതിയാണ് ഉണ്ടായത്. അതെനിക്ക് ഒത്തിരി എന്നെ ഫീൽ ചെയ്തു. തന്നെയല്ല, ഈ മിസ്സിയോയിൽ വന്നതിന് ശേഷം ധാരാളം നല്ല ആൾക്കാർ, നല്ല വചനത്തിൽ നിലനിന്ന് പോകുന്ന ആൾക്കാരുമായിട്ട് സ്നേഹിക്കാനും അവരുടെ സ്നേഹം സ്വീകരിക്കാനും വചനം പങ്കുവെക്കാനും ഒക്കെ സാധിക്കുന്നുണ്ട്. 10 ആഴ്ചത്തെ ആ വചനത്തിന്റെ നീക്കുപോക്കുകൾ വളരെ രസകരമാണ്. ഓരോരുത്തരുടെയും ആ വചനത്തെ കുറിച്ചുള്ള അവർക്ക് കിട്ടിയ ബോധ്യങ്ങളും അതൊക്കെ നമുക്ക് കൂടുതൽ വചന അനുഭവത്തിലേക്ക്, ദൈവ അനുഭവത്തിലേക്ക് നമ്മെ നയിച്ചുകൊണ്ടിരിക്കുന്ന. ഞാൻ ചങ്ങനാശ്ശേരി രൂപത അതിരമ്പുഴ ഇടവക്കാരനാണ്. ഇപ്പോഴും അതിരമ്പുഴ ഇടയിൽ തന്നെ ഞാൻ ആണ്. എങ്കിലും പല സ്ഥലങ്ങളിലും ദൈവത്തിന്റെ ശുശ്രൂഷകൾക്കായിട്ട് പോകാൻ എനിക്കിപ്പോ ഈ മിസ്സിയോ അതിന്റെ ആ തിയറി, ആ ഫോം വളരെ ഒത്തിരി എനിക്ക് സ്പർശിച്ചു. അതനുസരിച്ചുള്ള ഒരു രീതിയിലൂടെ ഇന്നും മുമ്പോട്ട് പോകുന്നു. നമ്മെ ഓരോരുത്തരെയും, പ്രത്യേകിച്ച് അവിടെയുള്ള എല്ലാ ശുശ്രൂഷകരെയും, പേരെടുത്ത് പറയാൻ എല്ലാവരുടെയും പേര് പറയേണ്ടതാണ്, എല്ലാ ശുശ്രൂഷകരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ധാരാളം വചന പ്രഘോഷകരെ ഈ മിസ്സിയോ ഗ്രൂപ്പ് വഴി ഈ ലോകത്തിന് ഉണ്ടാവട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. താങ്ക് യു വിൻസെന്റ് ചേട്ടാ, താങ്ക് യു വെരി മച്ച്. എങ്ങനെയായിരിക്കണം ഒരു സുവിശേഷ പ്രഘോഷകൻ, അല്ലെങ്കിൽ എങ്ങനെ സുവിശേഷം പ്രഘോഷിക്കണം എന്ന നല്ലൊരു ബോധ്യം ഈ കോഴ്സിലൂടെ കടന്നുപോയപ്പോൾ വിൻസെന്റ് ചേട്ടന് കിട്ടിയെന്ന് അറിഞ്ഞതിൽ ഒത്തിരി സന്തോഷം. താങ്ക് യു വെരി മച്ച്. എന്നെ നമുക്ക് ഗ്രൂപ്പ് 5 നിന്നും ലിസി സണ്ണിയെ ശ്രമിക്കാം. ലിസി സണ്ണി പറയാൻ പറ്റുമോ? നെറ്റ്വർക്ക് ഇഷ്യൂ ആണെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ ഗ്രൂപ്പ് 2 നിന്നും ആന്റണി PV ക്ഷണിക്കുന്നു. എൻ്റെ പേര് ആന്റണി PV. ഞാൻ കോഴിക്കോട് വെസ്റ്റ് ഹിൽ സെന്റ് മൈക്കിൾസ് ചർച്ച് ഇടവാംഗമാണ്. ഞങ്ങളുടെ ഇടവാംഗം തന്നെ ആയിട്ടുള്ള വത്സമ്മ ടീച്ചറാണ് എൻ്റെ ഈ മിസ്സിയോ കുടുംബത്തിലേക്ക് എന്നെ ക്ഷണിക്കുന്നത്. ടീച്ചർ എന്നോട്
ടീച്ചർ എന്നോട് ഇതിനെ മിസ്സിയോ ഇതിന്റെ കൂട്ടായ്മയൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ നോ പറഞ്ഞില്ല. കാരണം ടീച്ചറൊക്കെ ഞാൻ ഏറെ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. ടീച്ചർ എന്നോട് പറയുകയുണ്ടായി, ഇങ്ങനെ ഒരു ക്ലാസ് ഉണ്ട്, ഇതിൽ അറ്റൻഡ് ചെയ്യണമെന്ന്. അപ്പോൾ ഞാൻ ചേർന്നു. ഇത് കേട്ടിരുന്നാൽ മതി എന്ന് പറഞ്ഞത്. പക്ഷെ ക്ലാസ് തുടങ്ങിയപ്പോഴാണ് അറിഞ്ഞത് വചനം പങ്കുവെക്കണം, ഓരോ ദിവസവും ഓരോന്നിന്റെ ദൈവസ്നേഹം, പാപാവസ്ഥ, അങ്ങനെയുള്ളൊരു വചനങ്ങൾ നമ്മൾ കണ്ടുപിടിക്കണം. പക്ഷെ അത് എനിക്കൊരു ആദ്യം തന്നെ ബുദ്ധിമുട്ടായിട്ട് തോന്നി. ആദ്യം എനിക്ക് ഭാര്യയാണ് എനിക്ക് പിന്നെ വചനം കാണിച്ചു തന്നത്. ഇപ്പൊ ദൈവസ്നേഹത്തിനെ പറ്റിയിട്ടുള്ള വചനം നമ്മളത് ഷെയർ ചെയ്യണമല്ലോ. പിന്നെ ബാക്കിയുള്ള ദിവസങ്ങൾ ഞാൻ തന്നെ കണ്ടുപിടിച്ച് അങ്ങനെ 4-5 ക്ലാസ് കഴിഞ്ഞപ്പോൾ എനിക്കൊരു താല്പര്യം തോന്നി. അത് ഇങ്ങനെ വചനങ്ങൾ ഇങ്ങനെ പുതിയ വചനങ്ങൾ ഇങ്ങനെ കണ്ടുപിടിക്കുന്ന ഒരു ത്വര എനിക്ക് അങ്ങനെ വന്നു. അതങ്ങനെ കണ്ടിന്യൂ ആയി. പിന്നെ നമ്മൾ റെഗുലർ ക്ലാസ് തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഷെയറിങ് ചെയ്യണമല്ലോ. നമുക്കൊരു വചനം തരൂ, ആ വചനം നമ്മൾ ഷെയർ ചെയ്യണം. അപ്പൊ ഷെയർ ചെയ്യണമെങ്കിൽ നമ്മൾ ഇതേപോലെ തന്നെ 2-3 പ്രാവശ്യം വായിച്ചാൽ പോരാ, പല പ്രാവശ്യം വായിച്ചാലേ നമുക്ക് കുറച്ചെങ്കിലും നമുക്ക് അതൊന്ന് മനസ്സിലാവുള്ളൂ. അപ്പോൾ ആദ്യം എനിക്ക് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ അത് ഈ പറഞ്ഞ പോലെ അതിനോട് അത് ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നി. അങ്ങനെ എല്ലാ ദിവസവും മിക്ക ദിവസങ്ങളും ഞാൻ പോസ്റ്റ് ചെയ്യായിരുന്നു. ചില ദിവസമൊക്കെ അത് സ്കിപ്പായി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ പിന്നെ കുഴപ്പമില്ലാണ്ട് അങ്ങനെ പോയി. അങ്ങനെ പിന്നെയാണ് പിന്നെ നമ്മളൊരു മെയിൻ ഗ്രൂപ്പിലേക്ക് ഇടണമല്ലോ. അപ്പൊ ഒരാള് എന്നോട് ഇതായിട്ട് പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നു, വേർഡ് ഓഫ് ദ ഡേ. അപ്പൊ ഞാൻ ആദ്യം അവനത് മടിച്ച് നിന്നു. പക്ഷെ ഞാനത് പിന്നെ ചെയ്തു. പിന്നെ അടുത്ത പ്രാവശ്യം ഇതേപോലെ അവർ പറഞ്ഞു, വേറെ ആന്റിനോടാ പറഞ്ഞത്. പക്ഷെ ആന്റിക്ക് ഒരു അസുഖം കാരണം ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ എന്നോട് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഓക്കെയാന്ന് പറഞ്ഞു. അങ്ങനെ 2 പ്രാവശ്യം എനിക്ക് മെയിൻ ഗ്രൂപ്പിലേക്ക് വേർഡ് ഓഫ് ദ ഡേ ഷെയർ ചെയ്യാൻ പറ്റി. എനിക്കൊരു വലിയൊരു അനുഗ്രഹമായിട്ട് എനിക്ക് തോന്നിയത്. അത് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എല്ലാവരും നമ്മൾ ഷെയർ ചെയ്തൊക്കെ വായിച്ച് ബൈബിള് വായിച്ച് അത് ക്രോഡീകരിച്ച് വേണം ചെയ്യാൻ. അപ്പൊ എനിക്ക് എന്തോ ഇതിനൊരു ഉൾക്കാഴ്ച എനിക്ക് കുറച്ചുകൂടി ബോധ്യമായിട്ട് കിട്ടി. ഇങ്ങനെ പിന്നെ നമ്മളതില് ഗലാത്യക്കാർക്ക് ലേഖന 5-ാം അധ്യായം 16-ാം വാക്യത്തിൽ പറയുന്നു, ആത്മാവിന്റെ പ്രേരണ ഏർപ്പെടുത്തരുത്. പക്ഷെ എന്തോ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മള് ആത്മാവിൽ എന്തോ ഒരു കഴിവ് എനിക്ക് കിട്ടിയ കാരണമാണ് എനിക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റിയത്. ജഡമോഹങ്ങളെ നമ്മൾ തൃപ്തിപ്പെടുത്തുകയാണെങ്കിൽ നമ്മൾക്ക് ഈ ആത്മാവിന്റെ നിറവ് നമുക്ക് കിട്ടാൻ വഴിയില്ല. നമ്മൾ അതിന്റെ പിന്നാലെ പോകണം. പക്ഷെ എപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ജഡമോഹങ്ങളുടെ പിന്നാലെ പോകാതെ നമ്മൾ ഒരു നിത്യജീവിതത്തിലേക്കുള്ള ഒരു ആത്മാവിന്റെ നിറവ് നമുക്ക് കിട്ടണമെന്നുള്ളത്. അങ്ങനെ എൻ്റെ ഇതിനനുസരിച്ച് ഞാൻ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. പിന്നെ നമ്മളിതിപ്പോ നമ്മൾക്ക് കിട്ടിയ സത്യങ്ങൾ നമുക്ക് മറ്റുള്ളവരെ ഷെയർ ചെയ്യണം. അപ്പൊ നമ്മളെ എന്താണ് ഒരു കൂട്ടായ്മയിലൂടെയും നമ്മളെ ഒരു സുവിശേഷ പ്രഘോഷകരായിട്ട് നമ്മൾ മാറണം. എനിക്ക് തോന്നുന്നത് ഈ മിസ്സിയോ കൂട്ടായ്മ തന്നെ നമ്മളൊരു ഒരു സുവിശേഷ പ്രഘോഷകനായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമ്മളെല്ലാവരും ഇതേപോലെ മിസ്സിയോ പ്രഘോഷകരാണ്. അപ്പൊ ഈ മിസ്സിയോ പ്രഘോഷണത്തിലൂടെ നമ്മൾ പ്രഘോഷണം നടത്തി മറ്റുള്ളവരെ നമ്മൾ ഇതിലേക്ക് കൊണ്ടുവരിക. നമ്മളെ നന്മയുടെ പാതയിലൂടെ എല്ലാവരെയും ഇപ്പൊ ഞാൻ ആഗ്രഹിക്കുകയാണ്, എല്ലാവരും നമ്മളെ നന്മയിലൂടെ സ്നേഹത്തിന്റെ പാതയിലാണെങ്കിൽ എത്ര മനോഹരമായിരിക്കും എന്ന് ഞാൻ ഈ അവസരത്തിൽ ഓർത്തു പോവുകയാണ്. അപ്പോൾ നമ്മളെ ഈ തൊഴുത്തിൽപ്പെടാത്ത അനേകം പേര് നമ്മളെ ഇടയിലുണ്ട്. അവരെയും നമുക്ക് കൊണ്ടുവരണം. അതിനകത്തായിട്ട് നമ്മളെ ഇതിൽ വായിക്കുന്നുണ്ട്, വിശുദ്ധ മാർക്കോസ് 3-ാം അധ്യായം 13-15 വരെ തിരുവചനങ്ങൾ. പിന്നെ അവൻ മലമുകളിലേക്ക് കയറി തനിക്ക് ഇഷ്ടമുള്ളവരെ തന്റെ അടുത്തേക്ക് വിളിച്ചു. അവർ അവന്റെ സമീപത്തേക്ക് ചെന്നു. തന്നോടൊത്ത് ആയിരിക്കുന്നതിനു വേണ്ടിയും വചനം പ്രഘോഷിക്കുവാനായിരിക്കുന്നതിന് വേണ്ടി പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നതിനും 12 പേരെ തിരഞ്ഞെടുത്തു. നമ്മളെ തന്നെയാണ് തിരഞ്ഞെടുത്തെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ നമ്മളെല്ലാവരെയും തന്നെയാണ് ഇഷ്ടമുള്ളവരെ, നമ്മളെല്ലാവരെയും ദൈവത്തിന് ഇഷ്ടം എന്താണെന്ന് അറിയാം. എല്ലാവരും നമ്മളെ തന്നെ എല്ലാവരും തിരഞ്ഞെടുത്താണ്. അപ്പൊ ആ തിരഞ്ഞെടുത്ത് നമ്മൾ ഓരോരുത്തരും നമ്മളെ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നതിനും വചനം പ്രഘോഷിക്കുന്നതിനും നമ്മൾ എല്ലാവർക്കും പങ്കുചേരുക. അപ്പൊ അതിനുള്ള ഒരു കൃപ നമുക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ അവസരത്തിൽ നമ്മളെ രക്ഷകർത്താവ് ജോയ് ആലപ്പാട്ടച്ഛനെയും നമ്മുടെ എല്ലാമായ പ്രൊഫസർ ആലിക്കുട്ടീസ് ആന്റിയെയും ടോമിഷൻ അങ്കിൾ ചേട്ടനെയും എല്ലാവരെയും വളരെ മിസ്സിയോയിലെ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളെയും ഞാൻ സ്നേഹത്തോടെ ഓർക്കുകയാണ്. എനിക്ക് സ്പിരിച്വൽ ആയിട്ട് കുറച്ച് കഴിവ് കിട്ടിയതിന് ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. ഒരിക്കൽ കൂടി എല്ലാ അംഗങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് സ്നേഹത്തോടെ ഞാൻ നിർത്തട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.
താങ്ക് യു ആന്റണി ചേട്ടാ, താങ്ക് യു വെരി മച്ച്. ആന്റണി ചേട്ടന് ഒത്തിരി ആത്മീയമായിട്ട് ഉയരാനും അതുപോലെ തന്നെ വളരെ പ്രത്യേകമായിട്ട് വചനത്തിന്റെ ഉൾക്കാഴ്ചകൾ ലഭിക്കാനും ഒക്കെ വളരെ ഉപകാരപ്രദമായി ഈ കോഴ്സ് എന്ന് അറിഞ്ഞതിൽ ഒത്തിരി സന്തോഷം, ഒത്തിരി നന്ദി, താങ്ക് യു. നമുക്കിനി 5ാമത്തെ ഗ്രൂപ്പിൽ നിന്നും ലിസി സണ്ണിയെ ശ്രമിക്കാം. ഈശ്വരയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ലിസി സണ്ണി, തലശ്ശേരി അതിരൂപതയിലെ സെന്റ് സെബാസ്റ്റ്യൻ കൊറോന ചർച്ച് നെല്ലിക്കാമ്പ് ഇടവകാംഗമാണ്. മിസ്യോ ഗ്രൂപ്പിൽ അംഗമാകാൻ ഇടയായത് 14ാം ബാച്ചിൽ അംഗമായിരുന്ന ജോയ്സ് ചേച്ചി മൂലമാണ്. ഞങ്ങൾ ഓൺലൈനിൽ വിശുദ്ധ ഗ്രന്ഥം വായിക്കുന്ന ഗ്രൂപ്പിലെ അംഗമാണ്. ചേച്ചി എന്നോട് മിസ്യോ ഗ്രൂപ്പിനെ കുറിച്ച് പറയുകയും ചേരുവാണെങ്കിൽ വലിയ ഉപകാരപ്രദമായിരിക്കുമെന്ന് പറഞ്ഞു. ഒരിക്കലും കണ്ടിട്ടും കേട്ടിട്ടുമില്ലാത്ത ഒരാളുടെ മേലാണ് എനിക്ക് ഇതിൽ ചേരാൻ സാധിച്ചത്. അതിന് ഞാൻ ദൈവത്തിനോട് ഒത്തിരി നന്ദി പറയുന്നു. കൂടുതൽ വചനത്തിൽ ആഴപ്പെടുവാൻ സാധിക്കുമെന്നുള്ള വിശ്വാസത്താൽ ഞാൻ 16ാം ബാച്ചിലും ചേർന്നു. ഓരോ ദിവസവും വചനങ്ങൾ ലഭിക്കുകയും അത് വായിച്ച് ധ്യാനിച്ച് ലഭിക്കുന്ന ബോധ്യങ്ങളും ഉൾക്കാഴ്ചകളും ഗ്രൂപ്പിൽ പങ്കുവെക്കുകയും ചെയ്യുന്നത് മൂലം കൂടുതൽ മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനും വിചിന്തനം ചെയ്യുവാനും സാധിച്ചു. സബ് ഗ്രൂപ്പ് മീറ്റിങ്ങിലൂടെ വചനങ്ങൾ വായിക്കുവാനും അത് പങ്കുവെക്കുവാനും സാധിച്ചത് ഒത്തിരി ദൈവാനുഗ്രഹപ്രദമായി. പ്രയർ പ്രാർത്ഥനകളെ ഓരോ ആഴ്ചയിലും ഓരോരുത്തരെ കിട്ടുന്നതും അവരുമായി പ്രാർത്ഥനാവശ്യങ്ങൾ പങ്കുവെച്ച് പ്രാർത്ഥിക്കുന്ന വഴി അവരുമായി കൂടുതൽ അടുക്കുവാനും സൗഹൃദം പുലർത്താനും സാധിച്ചു. അവരുമായി സംസാരിക്കുമ്പോൾ മനസ്സിനൊരാനന്ദവും ഒരു തുറവിയും ലഭിച്ചു. ഞങ്ങളെല്ലാവരും സ്നേഹിച്ചും പങ്കുവെച്ചും സഹകരിച്ചും ഒരു കൂട്ടായ്മയോടെ ഒത്തുപോകുന്നു. ഒപ്പം ഞങ്ങളുടെ മെന്റർമാരായ സാലി ചേച്ചിയും ലാലി ചേച്ചിയും ജിഷക്കുട്ടിയും ഉണ്ടായിരുന്നു. അവരുടെ സ്നേഹവും കരുത്തും ഒരു ഗ്രൂപ്പിലും നിന്നും ലഭിക്കാത്ത സന്തോഷം എനിക്ക് ഈ ഗ്രൂപ്പിൽ നിന്നും കിട്ടി. ഓരോ ആഴ്ചയിലെ ഉത്തരവാദിത്വം ലഭിക്കുമ്പോൾ അത് വളരെ ഉത്സാഹത്തോടും ഉറച്ച മനസ്സോടുകൂടി ചെയ്യാൻ സാധിച്ചു. എനിക്ക് പ്രാരംഭഗാനം പാടുവാനുള്ള അവസരം ലഭിച്ചിരുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒറ്റയ്ക്കൊരു പാട്ട് പാടുന്നത് ഇത് ആദ്യമായിട്ടായിരുന്നു. അപ്പൊ നമ്മുടെ മറിഞ്ഞു കിടക്കുന്ന കഴിവുകൾ പുറത്തു കൊണ്ടുവരാൻ ഇതുമൂലം സാധിച്ചു. ഒപ്പം എനിക്ക് സാറ്റർഡേ റിഫ്ലക്ഷനും വേർഡ് ഓഫ് ദ ഡേ റിഫ്ലക്ഷനും ചെയ്യാനുള്ള ഭാഗ്യം ലഭിച്ചു. ശനിയാഴ്ചത്തെ ക്ലാസ്സിലൂടെ 7 നിത്യസത്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കുവാനും ഗ്രഹിക്കുവാനും സാധിച്ചു. പ്രൊക്ലമേഷനും ടെസ്റ്റ് മണിയും കേൾക്കുമ്പോൾ ദൈവത്തോട് ഒത്തിരി സ്നേഹവും ഒത്തിരി അടുക്കുവാനുള്ള ആഗ്രഹവും തോന്നി. ഇത് കേട്ട് കഴിയുമ്പോൾ പ്രഘോഷണം എന്നതും എങ്ങനെയായിരിക്കണം ഒരു പ്രഘോഷക എന്നും മനസ്സിലാക്കുവാൻ സാധിച്ചു. നമുക്കും ഇതുപോലെ ആയിക്കൂടെ എന്ന് എനിക്കൊരു തോന്നലുമുണ്ടായി. സ്ലൈഡ് പ്രസന്റേഷനിലൂടെ നമ്മെ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള വചനങ്ങളിലൂടെ കൊണ്ടുപോവുകയും അത് വളരെ മനോഹരമായി വിവരിച്ചു തരികയും ചെയ്തു. ഒരു വചനത്തിലൂടെയുള്ള തീർത്ഥാടനമായിരുന്നു ഈ 7 ആഴ്ച കാലം എന്നാണ് എനിക്ക് തോന്നിയത്. പിന്നെ സഭയെയും സഭയുടെ പ്രബോധനത്തെക്കുറിച്ചും സഭയാത്മകമായ പഠനത്തെക്കുറിച്ചും മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. ഇതിനെല്ലാം ഉപരി ബിഷപ്പുമാരുടെയും വൈദികരുടെയും വചന പ്രഘോഷണങ്ങളും അനുഗ്രഹങ്ങളും ലഭിച്ചതും ആശീർവാദം ലഭിച്ചതും എനിക്ക് ഒത്തിരി ദൈവാനുഗ്രഹപ്രദമായിട്ടാണ് തോന്നിയത്. മിസ്യോയിൽ വന്നതോടുകൂടി എനിക്ക് മൊബൈലിൽ ആത്മീയമായത് പറയാനും കേൾക്കുവാനും സാധിക്കുകയും പിന്നെ ക്ഷമിക്കാനുള്ളവർ ക്ഷമിക്കുവാനും ഞാൻ ആരോടെങ്കിലും ക്ഷമ ചോദിക്കണം അത് ചോദിക്കാനുമുള്ള എനിക്കൊരു കൃപ തന്ന് ദൈവം എന്നെ അനുഗ്രഹിച്ചു. വഴിയും സത്യവും ചീനുമായ ഈശോയോടൊപ്പം പരിശുദ്ധാത്മാവിന്റെ നിറവോടെ ഈ ഗ്രൂപ്പിൽ ചേരുവാൻ സാധിക്കുന്നതിന് ഞാൻ ഒത്തിരി നന്ദി പറയുന്നു. ആമേൻ. താങ്ക് യു ചേച്ചി. ചേച്ചിയുടെ ജീവിതത്തില് ഒത്തിരി കഴിവുകൾ പുറത്തേക്ക് വരുവാനൊക്കെ ഈ കോഴ്സ് ഉപകാരപ്രദമായി. പ്രത്യേകിച്ച് സബ് ഗ്രൂപ്പ് മീറ്റിങ്ങിലൊക്കെ ഓരോ നേതൃത്വത്തിലേക്ക് വരാനൊക്കെ ഒത്തിരി സഹായിച്ചു എന്നറിഞ്ഞാല് ഒത്തിരി സന്തോഷം. താങ്ക് യു വെരി മച്ച്. ഇനി നമുക്ക് 3ാമത്തെ ഗ്രൂപ്പിൽ നിന്ന് ബെൻസി കെ ജോസഫിനെ ശ്രമിക്കാം. സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ബെൻസി കെ ജോസഫ്, സ്ഥലം കോട്ടയം അടുത്ത് ഏറ്റുമാനൂരാണ്. ഞാനൊരു അധ്യാപികയായിരുന്നു. ഇപ്പോൾ സർവീസിൽ നിന്നും വിരമിച്ചു. വർഷങ്ങളായി സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട്. ബൈബിള് ദിവസവും വായിക്കുന്നുണ്ടെങ്കിലും എനിക്ക് ബൈബിളിനെ കുറിച്ച് കൂടുതലായിട്ടൊന്നും അറിവില്ലായിരുന്നു. റിട്ടയർ ചെയ്തതിന് ശേഷം എൻ്റെ മനസ്സിൽ സഭയ്ക്ക് വേണ്ടി കൂടുതലായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുള്ളൊരു തോന്നലുണ്ടായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ്
എൻ്റെ ഒരു ഫ്രണ്ട് വഴി എനിക്ക് മിസ്സിയോയിൽ ജോയിൻ ചെയ്യുവാനുള്ള അവസരം ലഭിച്ചത്. മിസ്സിയോ എന്താണെന്നോ മിസ്സിയോയുടെ ദൗത്യം എന്താണെന്നോ എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ സുവിശേഷമാകുവാനും സുവിശേഷമേകുവാനും സഭയുടെ പ്രബോധനങ്ങളോട് ചേർന്ന് പ്രവർത്തിക്കുന്നവരുടെ ഒരു കൂട്ടായ്മയാണ് മിസ്സിയോ എന്നും സഭയുടെ ദൗത്യം സുവിശേഷ പ്രഘോഷണമാണെന്നും ഞാൻ മനസ്സിലാക്കി. അങ്ങനെ 13ാമത്തെ ബാച്ചിലാണ് ഞാൻ ആദ്യമായിട്ട് ജോയിൻ ചെയ്തത്. സഭയിലെ 7 നിത്യസത്യങ്ങളെ കുറിച്ച് വചന പ്രഘോഷണത്തിന്റെയും അനുഭവ സാക്ഷ്യങ്ങളുടെയും അതിലുപരിയായിട്ട് കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥത്തിന്റെയും ബൈബിൾ വചനത്തിന്റെയും അടിസ്ഥാനത്തിൽ അടുക്കും ചിട്ടയോടും കൂടി കാര്യങ്ങൾ സ്ലൈഡ് പ്രസന്റേഷനിലൂടെ കാര്യങ്ങൾ വിശദീകരിച്ചു തന്നത് ഈ 7 നിത്യസത്യങ്ങളും ആഴമായി ഗ്രഹിക്കാൻ എനിക്ക് സാധിച്ചു. അതുപോലെ തന്നെ അഭിവന്ദ്യ പിതാക്കന്മാരുടെ സാന്നിധ്യവും ആശീർവാദവും പ്രാർത്ഥനയും വന്യവൈദികരുടെ പ്രാർത്ഥനയും ഒക്കെ ഈ കൂട്ടായ്മയിലൂടെ ലഭിക്കുന്നത് ഒരു പുതിയ അനുഭവമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. 7 നിത്യസത്യങ്ങളിൽ ഓരോ നിത്യസത്യത്തെയും കുറിച്ച് ഒരാഴ്ച സബ് ഗ്രൂപ്പുകളിൽ വചന വിചിന്തനം നടത്തുമ്പോൾ ആ ബൈബിൾ കൂടുതൽ വായിക്കുവാനും ആ വചനത്തിലൂടെ ഈശോ എന്താണ് എന്നോട് സംസാരിക്കുന്നതെന്ന് മനസ്സിലാക്കുവാനുള്ള ഒരു വലിയ കൃപ എനിക്ക് ഈ മിസ്സിയോയിലൂടെ ലഭിച്ചു. അതുപോലെ ഓരോ ആഴ്ചയും മാറി മാറി വരുന്ന ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുമ്പോൾ എന്നിലുള്ള പല കഴിവുകളെയും ഈശോയ്ക്ക് വേണ്ടി ഉപയോഗിക്കുവാൻ എനിക്ക് സാധിച്ചു. പ്രയർ പാർട്ട്നേഴ്സിനെ വിളിക്കുമ്പോൾ വെറും ഒരു സൗഹൃദ സംഭാഷണം എന്നതിലുപരി പ്രാർത്ഥന ആവശ്യങ്ങൾ പരസ്പരം ചോദിക്കുമ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കുവാനുള്ള ഒരു വരം എനിക്ക് ലഭിച്ചു. ഇനി ഞാൻ ഈ 13ാമത്തെ ബാച്ചിൽ തീർന്നു കഴിഞ്ഞപ്പോൾ 14ാമത്തെ ബാച്ചിലും 15ാമത്തെ ബാച്ചിലും ഞാൻ ജോയിൻ ചെയ്തു. ഈ ഗ്രൂപ്പുകളിലൂടെല്ലാം ഞാൻ കടന്നുപോയപ്പോൾ എനിക്ക് ലഭിച്ച ചില ബോധ്യങ്ങൾ കൂടെ പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ദൈവം സ്നേഹമാകുന്നുവെന്ന് വളരെ ചെറുപ്പം മുതലേ പറഞ്ഞു പഠിച്ചതും അനുഭവിച്ചതുമായ ഞാൻ ആ ദൈവത്തിന്റെ സ്നേഹം തിരിച്ചറിഞ്ഞത് ഈ മിസ്സിയോ ക്ലാസ്സിലൂടെയാണ്. ഉൽപ്പത്തി പുസ്തകത്തില് നമ്മൾ കാണുന്നുണ്ട് ആദ്യ മാതാപിതാക്കള് തെറ്റ് ചെയ്തപ്പോൾ അവരെ തള്ളിക്കളയാത്ത ദൈവത്തിന്റെ സ്നേഹവും സാറായിൽ നിന്ന് ഓടി ഒളിക്കുന്ന ഹാഗാറിനെ വ്യക്തിപരമായി വിളിക്കുന്ന ദൈവത്തിന്റെ സ്നേഹവും അതുപോലെ തന്നെ പുറപ്പാട് പുസ്തകത്തില് ഇസ്രായേൽ ജനം മരുഭൂമിയിലൂടെ കടന്നു പോകുമ്പോൾ അവർക്ക് വേണ്ടതെല്ലാം നൽകി അവരെ പരിരക്ഷിക്കുന്ന ദൈവത്തിന്റെ സ്നേഹവും മനസ്സിലാക്കിയപ്പോൾ ഞാനും വിചാരിച്ചു കഴിഞ്ഞ 33 വർഷമായിട്ട് ഒരു അധ്യാപികയായി ആരോഗ്യത്തോടും സംതൃപ്തിയോടും സന്തോഷത്തോടും കൂടെ ജോലി ചെയ്യാൻ എനിക്ക് സാധിച്ചതും 26 വർഷത്തോളമായി അനുദിന ദിവ്യബലിയിൽ മുടക്കം കൂടാതെ സംബന്ധിക്കുവാൻ സഹായിച്ചതും പ്രായമായ മാതാപിതാക്കൾ ഉൾപ്പെടുന്ന കുടുംബത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ വീഴ്ചകൾ കൂടാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നെ സഹായിച്ചതും ദൈവത്തിന്റെ എത്രയോ വലിയ കാരുണ്യമാണ്, സ്നേഹമാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. അതുപോലെ തന്നെ ചൂണ്ടയിൽ കുരുങ്ങിയ ഒരു മീനിന്റെ അവസ്ഥ പോലെയാണ് പാപാവസ്ഥ എന്ന് മനസ്സിലാക്കിയപ്പോൾ ദൈവത്തിന്റെ പ്രമാണങ്ങളും സഭയുടെ കൽപ്പനകളും പാലിക്കുവാൻ നാം എത്രമാത്രം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നുള്ള ബോധ്യം എനിക്ക് മിസ്സിയോയിലൂടെ ലഭിച്ചു. കൂട്ടായ്മയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിലോട്ട് ഏറ്റവും സ്വാധീനിച്ച ഒരു വചനമായിരുന്നു സഭാപ്രസംഗകൻ 4:12. ഒറ്റയ്ക്കായിരിക്കുമ്പോൾ വീഴ്ചകൾ ഉണ്ടാകാം, 2 പേരാകുമ്പോൾ വീഴ്ചകൾ ഉണ്ടായാൽ പരസ്പരം താങ്ങാം, എന്നാൽ 3 പേർ ഉണ്ടായിരിക്കുമ്പോൾ ആ ബന്ധം കൂടുതൽ ദൃഢമാണ്. ഈശോ ഉള്ള ഏത് ബന്ധവും വളരെ ബലവത്തായിരിക്കും. ഈശോ ഇല്ലാത്ത ബന്ധങ്ങൾ അത് കുടുംബത്തിലായാലും സഭയിലായാലും സമൂഹത്തിലായാലും ആ ബന്ധം നിലനിൽക്കുന്നതല്ല എന്നുള്ള ഒരു ബോധ്യവും അതിൽ കൂടെ ഈശോയിൽ കൂടുതൽ ആശ്രയിക്കുവാനുള്ള ഒരു ബോധ്യവും എനിക്ക് ഈ മിസ്സിയോയുടെ ക്ലാസ്സുകളിലൂടെ ലഭിച്ചു. വീണ്ടും ഞാൻ തെറ്റിദ്ധരിച്ചു വെച്ചിരുന്നു സുവിശേഷ പ്രഘോഷണം എന്ന് പറയുന്നത് വൈദികരുടെയും സന്യസ്തരുടെയും മാത്രം കടമയാണെന്നായിരുന്നു. എന്നാൽ മിസ്സിയോയിൽ വന്നതിന് ശേഷം എനിക്ക് മനസ്സിലായി മാമോദീസ സ്വീകരിച്ച് സഭയിൽ അംഗമായ എല്ലാവരുടെയും ഉത്തരവാദിത്വവും കടമയാണ് ഈശോയെ പ്രഘോഷിക്കാവുന്നുള്ളത്. അങ്ങനെ മിസ്സിയോ കുടുംബത്തിലൂടെ ധാരാളം കാര്യങ്ങൾ എനിക്ക് ബോധ്യപ്പെട്ടു. ഇന്ന് ഞാൻ ഈ ബോധ്യപ്പെട്ട കാര്യങ്ങൾ എൻ്റെ സൺഡേ സ്കൂളിലെ കുട്ടികൾക്കായിട്ട് ഞാൻ പങ്കുവെച്ചു കൊടുക്കുന്നു. അങ്ങനെ മിസ്സിയോയുടെ കുടുംബത്തിൽ ഒരംഗമാകാൻ സാധിച്ചതിൽ ഞാൻ ദൈവത്തിന് നന്ദി പറയുകയും അഭിമാനിക്കുകയും ചെയ്യുന്നു. ഇനിയും ധാരാളം ആളുകൾ മിസ്സിയോ കുടുംബത്തിലൂടെ ഈശോയെ അറിയുവാനും ഈശോയെ പ്രഘോഷിക്കുവാനും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കൂട്ടായ്മയെ നയിക്കാൻ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ധാരാളം ദൈവാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ആമേൻ. താങ്ക് യു ബെൻസ് ചേച്ചി, താങ്ക് യു വെരി മച്ച്. ചേച്ചിക്ക് ഒത്തിരി ദൈവാനുഭവത്തിൽ വളരുവാനായിട്ട് ഈ ഗ്രൂപ്പ് സഹായകരമായി എന്ന് പറഞ്ഞതിൽ ഒത്തിരി സന്തോഷം. ഒത്തിരി മേഖലകളിൽ ചേച്ചിക്ക് ഇത് ഗ്രൂപ്പ് ഉപകാരപ്പെട്ടു എന്ന് പറഞ്ഞു. ഒത്തിരി നന്ദി. താങ്ക് യു വെരി മച്ച്. നമുക്കിനി 4ാമത്തെ ഗ്രൂപ്പിൽ നിന്ന് അനിയമ്മ ലൂക്കോസിനെ ശ്രമിക്കാം. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ആനിയമ്മ ലൂക്കോസ്, തലശ്ശേരി അതിരൂപതയിലെ മണിക്കടവ് ഫൊറോനയിൽപ്പെട്ട മാട്ടറ ഇടവകയിൽ നിന്നുമാണ്. ഭർത്താവും 2 മക്കളും 4 കൊച്ചുമക്കളും ഉണ്ട്.
ഞാൻ 15ാമത്തെ ബാച്ചിലാണ് മിസ്സിയോയിൽ ജോയിൻ ചെയ്യുന്നത്. നിങ്ങൾ ലോകമെങ്ങും പോയ എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ എന്ന വചനം ഹൃദയത്തിൽ സ്വീകരിച്ചവരാണ് മിസ്സിയോ ടീം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ജോൺകുട്ടി വട്ടകന്നേൽ എന്നൊരു സഹോദരനാണ് ഈ മിസ്സിയോ ടീമിനെ കുറിച്ച് എന്നോട് ആദ്യമായിട്ട് പറഞ്ഞത്. അപ്പോൾ ആദ്യം ചേർന്നില്ല, വീണ്ടും ബ്രദർ ആവർത്തിച്ചപ്പോൾ വചനത്തിൽ വളരാമല്ലോ എന്ന് കരുതി ഞാൻ ഈ ടീമിൽ ചേരുകയാണ് ചെയ്തത്. അപ്പോൾ പൂ ചോദിച്ചപ്പോൾ പൂക്കൂടെ തന്നതുപോലെയായി എൻ്റെ അനുഭവം. അപ്പോൾ വചനം പഠിക്കാൻ വേണ്ടിയാണ് ചേർന്നതെങ്കിലും മിസ്സിയോ ഗ്രൂപ്പ് തങ്ങളുടെ അംഗങ്ങളെ ഈ സാറ്റർഡേ ക്ലാസ്സിലെ പ്രൊക്ലമേഷൻ, ടെസ്റ്റിമണി, സ്ലൈഡ് പ്രസന്റേഷൻ എന്നിവയിലൂടെ ദൈവസ്നേഹത്തിൽ വളർത്തി വചനത്തിൽ രൂപപ്പെടുത്തിയെടുക്കുന്നു. അപ്പോൾ അങ്ങനെ വചനത്തിൽ വളരാനും വചന വിചിന്തനം ചെയ്യാനും എനിക്ക് ഈ ഗ്രൂപ്പിലൂടെ സാധിച്ചു. അപ്പോൾ 2 പ്രാവശ്യം സാറ്റർഡേ ക്ലാസ് റിഫ്ലക്ഷൻ എഴുതാൻ എനിക്ക് അവസരം ലഭിച്ചു. അപ്പോൾ അങ്ങനെ വചനത്തിൽ കൂടുതൽ വളരാനായിട്ട് എനിക്ക് സാധിച്ചു. അപ്പോൾ അതൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. അതുപോലെ തന്നെ സബ് ഗ്രൂപ്പിലെ വേർഡ് ഓഫ് ദ ഡേ, അപ്പോൾ ഓരോ ദിവസവും തരുന്ന വചനം വിശദീകരിക്കുന്നതിലൂടെ അതിനെ വിചിന്തനം ചെയ്യുന്നതിലൂടെ ആത്മനിറവിലെ വചനം മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ ചെറിയ സബ് ഗ്രൂപ്പുകളായിട്ട് തിരിച്ച് അഭിഷേകമുള്ള മെന്റേഴ്സിനെ നൽകുന്നതിലൂടെ കൂട്ടായ്മയുടെ ഒരു നല്ല അനുഭവം എനിക്ക് ഉണ്ടായി. അതുപോലെ തന്നെ പ്രയർ പാർട്ട്നേഴ്സുമായിട്ട് നല്ല സുഹൃത്ത് ബന്ധം സ്ഥാപിക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ ഒരു കുടുംബത്തിന്റെ അനുഭവമാണ് എനിക്ക് ഈ ഗ്രൂപ്പിലൂടെ ലഭിച്ചത്. പരസ്പരം വളർത്താനും അഭിനന്ദിക്കാനും പ്രോത്സാഹിപ്പിക്കാനും ഈ ടീം ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. ഇപ്പൊ ഇടവക കൂട്ടായ്മയ്ക്ക് പുറമെ സബ് സോൺ തലത്തിലും വചന സന്ദേശങ്ങൾ നൽകാൻ ദൈവം എന്നെ സഹായിച്ചു. അതുപോലെ തലശ്ശേരി അതിരൂപതയിൽ ഇപ്പോൾ ദിവ്യകാരുണ്യ കോൺഗ്രസിന്റെ സമാപനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ അവസരത്തിൽ ആ ഇടവകയിലെ തോമാപുരം ഇടവകയിലെ ഹോം മിഷന്റെ ഭാഗമായിട്ട് പ്രയർ ഗ്രൂപ്പ് അംഗങ്ങൾക്കൊപ്പം പോകാൻ ദൈവം എന്നെ അനുവദിച്ചു. ഇത് ഒരു പുതിയ അനുഭവമായിരുന്നു. അപ്പോൾ മിസ്സിയോ ഗ്രൂപ്പ് നൽകിയ ആ അനുഗ്രഹം അറിവും ഇതിനെനിക്ക് വളരെയധികം സഹായിച്ചു. കൂടാതെ ഫ്രണ്ട്സിന് ഗുഡ് മോർണിംഗ് മെസ്സേജ് അയക്കുന്ന ഒരു ശീലം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഈ മിസ്സിയോ ഗ്രൂപ്പിൽ ചേർന്ന ശേഷം വചനം അയക്കാനുള്ള ഒരു ധൈര്യം എനിക്ക് ലഭിച്ചു. മിസ്സിയോ ഗ്രൂപ്പിന് നന്ദി പറയുന്നു. അവർ നൽകുന്ന കൂട്ടായ്മയ്ക്ക്, കരുതലിന്, പ്രോത്സാഹനത്തിന് നന്ദി പറയുന്നു. അപ്പോൾ പരിശുദ്ധാത്മ കൃപയില്ലാതെ ഈ ഗ്രൂപ്പിൽ തുടരാൻ സാധ്യമല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ ഗ്രൂപ്പിന് രൂപം കൊടുത്ത എല്ലാവരെയും വളർത്തി വിപുലപ്പെടുത്തുന്ന എല്ലാ ടീം അംഗങ്ങൾക്കും അഭിനന്ദനങ്ങളും ആശംസകളും നേരുന്നു. തീഷ്ണമതികളായ ധാരാളം സുവിശേഷ പ്രഘോഷകരെ രൂപപ്പെടുത്തിയെടുക്കുവാൻ മിസ്സിയോ ഗ്രൂപ്പിന് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു. ആമേൻ. താങ്ക് യു ചേച്ചി, താങ്ക് യു വെരി മച്ച്. ചേച്ചിയുടെ ജീവിതത്തിൽ ഒത്തിരി ശുശ്രൂഷ മേഖലകളിലൂടെ കടന്നു പോകുമ്പോൾ ഒത്തിരി തീക്ഷ്ണതയോടെ പ്രവർത്തിക്കാനായിട്ട് ഈ കോഴ്സ് ഉപകാരപ്രദമായി എന്ന് അറിയാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷം. താങ്ക് യു വെരി മച്ച്. പ്രിയപ്പെട്ടവരെ, ഇത്രയും പേരുടെ കേവലം ഒരു 10 പേരുടെ ഷെയറിംഗ് ആണ് നമ്മളിപ്പോൾ കേട്ടത്. ഇതിലൂടെ കേട്ടു പോകുമ്പോൾ എനിക്ക് തോന്നുകയാണ് നിങ്ങൾ എല്ലാവരുടെയും ഷെയറിംഗ് ഒന്ന് കേൾക്കണമെന്ന് തോന്നിപ്പോവാണ്. കാരണം അത്രയേറെ പ്രചോദനാത്മകമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കോഴ്സ് മാറിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. പക്ഷേ സമയപരിധി മൂലം അതിലേക്ക് നമുക്ക് പോകാൻ കഴിയില്ല. നമുക്ക് ഇന്നത്തെ ഈ സെഷന്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് നമ്മുടെ അഭിവന്യ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പിതാവ് നമുക്ക് ഒരു വീഡിയോ സന്ദേശം നമുക്ക് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നൽകിയിട്ടുണ്ട്. അത് നമ്മളിപ്പോൾ കാണുന്നതാണ്. മിശിഹായിൽ പ്രിയ സഹോദരീ സഹോദരന്മാരെ, മിസ്സിയോ എക്ലേസിയെ അതിൻ്റെ പരിശീലനം പൂർത്തിയാക്കുന്നുവെന്നറിയുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. സുവിശേഷ പ്രഘോഷകരെ ഒരുക്കുകയാണല്ലോ മിസ്സിയോ എക്ലേസിയയുടെ ലക്ഷ്യം. നിങ്ങൾ ഓൺലൈൻ ക്ലാസ്സുകൾ കൊടുത്ത് 10 പ്രബോധനങ്ങളുടെ ഒരു പരമ്പര പൂർത്തിയാക്കുകയാണ് ഓരോ ബാച്ചിലും. ഇപ്രകാരം അതിൻ്റെ പരിശീലനം സ്വീകരിച്ചിരിക്കുന്നു. നിങ്ങൾ നടത്തുന്നത് വളരെ വലിയ ഒരു സംരംഭമാണ്. കാരണം സുവിശേഷം ആകാനും സുവിശേഷമേകാനും ആണ് പരിശീലിപ്പിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധ വയ്ക്കുന്നത്.
മിശിഹായുടെ പൗരോഹിത്യത്തിൽ പങ്കുകൊള്ളുന്നവരാണ് മാമോദീസ സ്വീകരിക്കുന്ന എല്ലാ ക്രൈസ്തവരും. ആ രീതിയിൽ സുവിശേഷം പ്രഘോഷിക്കുവാൻ എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വത്തിൻ്റെ പൂർത്തീകരണത്തിനായിട്ട് സഭാമക്കളെ തയ്യാറാക്കുന്ന മിസ്യോ എക്ലേസിയെ എന്ന ഈ പഠന പരമ്പരയുടെ വിജയത്തിൽ ആഹ്ലാദിക്കുകയാണ്. നിങ്ങൾ ഈ ഒരു പരിശ്രമത്തിൽ പ്രതിജ്ഞാബദ്ധരായിട്ട് മുന്നോട്ട് നീങ്ങുന്നു. തയ്യാറാക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. ഇനിയും നിങ്ങൾ ഈ പരിശീലനം തുടരുമെന്നും എനിക്കറിയാം. ഏതായാലും നിങ്ങളുടെ എല്ലാവിധ പരിശ്രമങ്ങൾക്കും ഞാൻ വിജയം നേരുന്നു. നിങ്ങൾ പഠിപ്പിക്കുന്നവർക്കും പഠനത്തിനും പരിശീലനത്തിനും വിധേയരാകുന്നവർക്കും എൻ്റെ ആശംസകൾ നേരുന്നു. ദൈവാനുഗ്രഹങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാരുണ്യവാനായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവായ ശംസിയായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളെല്ലാവരോടും ഓരോരുത്തരുടെയും അവരുടെ ശുശ്രൂഷകളോടും കൂടി ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും നയിക്കും. താങ്ക് യു പിതാവേ. പിതാവിന്റെ ആശീർവാദം നമുക്ക് ലഭിച്ചു. ഒത്തിരി അനുഗ്രഹപ്രദമായിരുന്നു അല്ലെ. നമുക്ക് കൂടാതെ ഇന്ന് ഇരട്ടി മധുരാണ്. നമ്മുടെ പാറ്റേണായിട്ടുള്ള മാർ ജോയി ആലപ്പാട്ട് പിതാവും നമ്മോടൊപ്പം ഉണ്ട്. നമുക്ക് പിതാവിനെ ഏറ്റവും സ്നേഹത്തോടുകൂടി ക്ഷണിക്കുന്നു. ഹലോ, കേൾക്കാമോ? കേൾക്കാം. ഞാൻ നിങ്ങളുടെ ഈ പ്രാവശ്യത്തെ ഈ മിസിയോ സെഷൻ ഞാൻ പങ്കെടുക്കുകയായിരുന്നു. ഞാൻ ഓരോരുത്തരും പറഞ്ഞ അവരുടെ അനുഭവങ്ങളും അവരുടെ പ്രചോദനങ്ങളൊക്കെ ഞാൻ വളരെ ശ്രദ്ധാപൂർവ്വം ഞാൻ കേൾക്കുകയായിരുന്നു. എനിക്ക് വളരെയധികം അഭിമാനം തോന്നുകയാണ്. നിങ്ങൾ അൽമായ സഹോദരങ്ങള് ഇത്രയും ദൈവവചനത്തില് ആഴപ്പെട്ടുകൊണ്ട് കൂടുതൽ തീക്ഷ്ണമായിട്ട് കർത്താവിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുവാനും ജീവിക്കുവാനും ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്നു എന്ന് കാണുന്നത് എനിക്ക് വലിയ ഒരു സന്തോഷമാണ് തോന്നിയത്. അതുകൊണ്ട് ഞാൻ കുറെ കൂടി നേരം ഇതിനകത്ത് ഇരിക്കുകയാണ് ചെയ്തത്. ഇന്ന് എനിക്ക് അല്പസമയം കിട്ടിയതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് സമയം ചെലവഴിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. നിങ്ങളെല്ലാവരുടെയും ഷെയറിങ്ങിലൂടെ എനിക്ക് തന്നെയും ഒരു വലിയ പ്രചോദനം ലഭിക്കുകയാണ്. ഞാനും ഇങ്ങനെയൊക്കെ ആയാൽ മതിയോ? ഞാനും ഒരു വ്യത്യസ്തമായ ഒരു നിലപാടുകളിലേക്ക് ഞാനും കടക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ എന്നെ തന്നെ ഇംപ്രൂവ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ള ഒരു സന്ദേശം നിങ്ങളുടെയൊക്കെ വാക്കുകളിലൂടെ എനിക്ക് കൂടി ലഭിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ എല്ലാ അഭിനന്ദനങ്ങളും. ഇതിന് ഈ മിസിയോ എടുക്കുന്ന ലീഡർഷിപ്പ് ഞാൻ വളരെയധികം പ്രശംസിക്കുകയാണ്. വിദൂരങ്ങളിലായിരുന്നു കൊണ്ട്, പല രാജ്യങ്ങളിലുള്ളവരുണ്ട് ഇതിനകത്ത്, വിദൂരങ്ങളിൽ ഇരുന്നു കൊണ്ട് തന്നെ നമുക്ക് ഈ ദൈവവചനം പങ്കുവയ്ക്കുവാനും നമ്മുടെ ഹൃദയാഭിലാഷങ്ങള് പങ്കുവയ്ക്കാനും ഒക്കെ സാധിക്കുന്നു എന്നുള്ളത് ഒരു ദൈവാനുഗ്രഹമായിട്ട് വേണം നമ്മൾ കണക്കാക്കാനായിട്ട്. അതും പ്രത്യേകിച്ച് ആത്മായ സഹോദരങ്ങൾ ഇപ്പോൾ വീടിന്റെ, കുടുംബത്തിന്റെ, ഫാമിലികളുടെ ഒക്കെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് തന്നെ എങ്ങനെ നമുക്ക് ദൈവവചനം മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ കഴിയും എന്നുള്ളതിന് ഏറ്റവും നല്ല ഒരു മാതൃകയാണ് നിങ്ങൾ ഇതിലൂടെ പ്രവർത്തിക്കുന്നത്. ഇതിനുവേണ്ടി വളരെയധികം പേര് വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ആത്മാർത്ഥമായിട്ട് സമയം കണ്ടെത്തി നിങ്ങൾ അതിനു വേണ്ടി പങ്കെടുക്കുകയും അത് യു എൻജോയ് ദാറ്റ്, നിങ്ങളത് വളരെയധികം ആസ്വദിക്കുന്നു, നിങ്ങളത് വളരെയധികം നന്ദിയോടെ നിങ്ങൾ സ്വീകരിക്കുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷമാണുള്ളത്. നമ്മളിപ്പോൾ ക്രിസ്മസ് കാലഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണല്ലോ. ഈ ക്രിസ്മസ് കാലഘട്ടം വളരെ നമുക്കറിയാം, പുറമേയൊക്കെ ഒരുപിടി ആഘോഷങ്ങളും ഒത്തിരി കടകമ്പോളങ്ങളുടെ ഒരു അതിപ്രസരങ്ങളും ഒക്കെയാണ് നമ്മൾ പുറമേ കാണുന്നത്. എങ്കിലും നമുക്കറിയാം ഈ ക്രിസ്മസ് എന്നത് ഒരു ആത്മീയമായ ഒരു തിരുനാളിന്റെ ഒരു അവസരമാണ്. എന്താണ് ഈ ക്രിസ്മസ് ആക്കുന്നത്? അത് ഒരു വ്യക്തിയാണ്, അത് ഈശോയാണ്. അപ്പോൾ ഈശോയെ കുറിച്ച് അറിയാനും പഠിക്കാനും മനസ്സിലാക്കുവാനും ഈശോ ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങൾ ചെയ്യുവാനും ഒക്കെ നമ്മൾ പരിശ്രമിക്കുന്ന ഒരു കാലഘട്ടമാണിത്. അപ്പൊ അതുകൊണ്ട് ഈ കാലഘട്ടം ഒരു കൃപയുടെ കാലഘട്ടം എന്നാണ് നമ്മൾ വിശേഷിപ്പിക്കുന്നത്.
കൃപ നിറഞ്ഞ ഒരു കാലഘട്ടം. അത് ഗബ്രിയേൽ മാലാഖ മാതാവിനോട് പറയുന്ന അവസരത്തിൽ തന്നെ നമുക്കറിയാം ഇത് കൃപയുടെ ഒരു കാലഘട്ടമാണ് എന്നുള്ളത്. ആദ്യമായി ഒരു ക്രിസ്മസ് അനുഭവം ഉണ്ടായത് നമ്മുടെ പരിശുദ്ധ മറിയത്തിനാണ്. ഗബ്രിയേൽ മാലാഖ വന്ന് ഒരു സദ്വാർത്ത അറിയിച്ചത് അവളെ സംബന്ധിച്ച് അത് ദാറ്റ് വാസ് ഹെയർ ഫസ്റ്റ് ക്രിസ്മസ് എക്സ്പീരിയൻസ്. അപ്പൊ അവൾക്ക് ഉണ്ടായ ഒരു വലിയ ആനന്ദം, ഒരു സന്തോഷം, ദൈവത്തിന്റെ കാര്യങ്ങളിലേക്ക് അവൾ എടുക്കപ്പെട്ടതിലുള്ള വലിയൊരു നിർവൃതി, ആത്മ സംതൃപ്തി, ഇതൊക്കെ ഈ കാലഘട്ടത്തിൽ ഇന്നും നമുക്കും ഉണ്ടാകേണ്ടതായ ഒരു കാര്യമാണ്. ഓരോ കൊല്ലവും നമ്മെ കടന്നു പോകുന്ന കേവലം ഒരു ആചാരം അല്ലെങ്കിൽ ഒരു അനുഷ്ഠാനം, ഒരു ആഘോഷം എന്നതിനേക്കാൾ ഉപരിയായിട്ട് ഈ ക്രിസ്തു എന്നിൽ പിറക്കുവാനായിട്ടുള്ള ഒരവസരമായിരിക്കട്ടെ ഈ കൃപയുടെ ഈ കാലഘട്ടത്തിൽ നമുക്ക് സാധിക്കട്ടെ. നിങ്ങളുടെ ഈ മിസ്സിയോയിലൂടെ കൂടുതൽ പേർക്ക് ഈശോയുടെ സ്നേഹത്തിന്റെ ഉയരവും നീളവും വീതിയും ആഴവും ഒക്കെ മനസ്സിലാക്കുവാനായിട്ട് ഈ മിസ്സിയോ സംരംഭങ്ങള് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളെ ഞാൻ തീർച്ചയായും അഭിനന്ദിക്കുകയാണ്. നിങ്ങള് ഇതിൽ നിലനിൽക്കുന്നവരായിരിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതായത് എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും അതിൽ ഒരിക്കലും വിട്ടുപോകാതെ, ചിലപ്പോ നമുക്കൊരു മാനുഷികമായ ചില പോരായ്മകൾ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാകും. ഇപ്പോ മറ്റുള്ളവർ ചെയ്ത കാര്യം എനിക്ക് ഇഷ്ടമായില്ല, അല്ലെങ്കിൽ അവർ പറഞ്ഞ കാര്യം ശരിയായില്ല, അങ്ങനെ ചില മാനുഷികമായ ചില പരിഗണനകളുടെ പേരിൽ നമ്മൾ ഒരിക്കലും ഇതുപോലുള്ള നല്ല സംരംഭങ്ങളിൽ നിന്ന് നമ്മൾ വിട്ടുപോകാനായിട്ട് ഇടയാകരുത്. വിട്ടുപോയാൽ പിന്നെ തിരിച്ചു വരിക വളരെ എളുപ്പമല്ല. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ഇതിൽ നിന്ന് വിട്ടുപോകാതിരിക്കാൻ, ഇനിയിപ്പോൾ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അതിനെല്ലാം പരിഹരിക്കുന്ന വിധത്തിൽ നമുക്ക് കൂടി നിന്നുകൊണ്ട് ഒന്നിച്ചു നിന്ന് ഈ വലിയൊരു സംരംഭത്തെ വിജയിപ്പിക്കാനായിട്ട് നമുക്ക് കഴിയണം. കൂടുതൽ പേരിലേക്ക് ഈ മിസ്സിയോയുടെ സന്ദേശം അറിയിക്കുകയും ഇനിയും ഇതിൽ വളരാനായിട്ട് ആഗ്രഹിക്കുന്ന ധാരാളം പേര് എല്ലായിടത്തും നമുക്ക് കണ്ടെത്താൻ കഴിയും. അവരെയൊക്കെ ഇതിലേക്ക് കൊണ്ടുവന്ന് തുടർന്നുള്ള നമ്മുടെ ഇനി വരുന്നതായ ഓരോ സെഷനുകളിലും കൂടുതൽ പേരെ പങ്കുചേർത്തുകൊണ്ട് ഈ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആഴം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. നിങ്ങളുടെ എല്ലാ സംരംഭങ്ങൾക്കും ഞാൻ വിജയം ആശംസിക്കുന്നു. ഈ കാലഘട്ടത്തിന്റെ നന്മകള് നിങ്ങൾക്ക് ഞാൻ ആശംസിക്കുകയാണ്. പൗലോസ്ലീഹ എഫെസോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 14 മുതലുള്ള വാക്യത്തില് ഇപ്രകാരം നമ്മൾ വായിക്കുന്നുണ്ട്: ഇക്കാരണത്താൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ പിതൃത്വങ്ങൾക്കും നാമകാരണമായ പിതാവിന്റെ മുമ്പിൽ ഞാൻ മുട്ടുകൾ മടക്കുന്നു. അവിടുത്തെ മഹത്വത്തിന്റെ സമ്പന്നതയ്ക്ക് യോജിച്ച വിധം അവിടുന്ന് തന്റെ ആത്മാവിലൂടെ നിങ്ങളുടെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തണമെന്നും വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരുവാകി അടിയുറയ്ക്കണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ വിശുദ്ധരോടുമൊപ്പം ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ നീളവും വീതിയും ഉയരവും ആഴവും ഗ്രഹിക്കാൻ നിങ്ങൾക്ക് ശക്തി ലഭിക്കട്ടെ. അറിവിനെ അതിശയിക്കുന്ന ക്രിസ്തുവിന്റെ സ്നേഹം നിങ്ങൾ ഗ്രഹിക്കാനും അതുവഴി ദൈവത്തിന്റെ സമ്പൂർണതയാൽ നിങ്ങൾ പൂരിതരാകാനും ഇടയാകട്ടെ. നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന അവിടത്തേക്ക് സഭയിലും യേശു ക്രിസ്തുവിലും തലമുറകളോളം എന്നേക്കും മഹത്വമുണ്ടാകട്ടെ. ആമേൻ. പ്രാർത്ഥിക്കാം. കർത്താവ് ഈശോയെ, സമാഗതമായിരിക്കുന്ന ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ അവിടുന്ന് വലിയ ഒരു കൃപയാണല്ലോ അവിടുന്ന് ഞങ്ങൾക്ക് നൽകുന്നത്. ഈ യേശു മിശിഹ തന്നെയാണല്ലോ ആ വലിയ കൃപയായി ഞങ്ങളിലേക്ക് കടന്നു വന്നത്. ഈശോയിലൂടെ ഞങ്ങളുടെ ജീവിതത്തെ കൂടുതൽ ധന്യമാക്കാനായിട്ട് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ കൊച്ചു കൊച്ചു ദുഃഖങ്ങളിലും പ്രയാസങ്ങളിലും ഭഗ്നാശരാകാതെ കൂടുതൽ ഉന്നതങ്ങളിലുള്ളവയെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് കൂടുതൽ ആത്മീയമായി വളരുവാൻ ഞങ്ങൾക്ക് സാധിക്കുമാറാകട്ടെ. ഞങ്ങളുടെ ചെറിയ പ്രവർത്തനങ്ങളിലൂടെ അങ്ങയുടെ സ്നേഹം മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുവാൻ ഞങ്ങൾക്ക് കഴിയുമാറാകട്ടെ. ഞങ്ങൾക്ക് നേതൃത്വം നൽകുന്ന എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. മാനുഷികമായ പോരായ്മകൾക്കെല്ലാം അതീതമായി അവിടുന്ന് നൽകുന്ന വലിയ സ്നേഹത്തെക്കുറിച്ച് ഓർത്തുകൊണ്ട് കൂടുതൽ ആഴപ്പെടുവാനും ഈ മിസ്സിയോയിൽ അടിയുറച്ച് നിന്നുകൊണ്ട്
ഇതിൻ്റെ പ്രവർത്തനങ്ങളെ വിജയിപ്പിക്കുവാനും ഞങ്ങൾക്ക് ഏവർക്കും ശക്തി തരണമേ. ഞങ്ങളുടെ അമ്മയെ പരിശുദ്ധ മറിയമ്മേ, മാറീസ പിതാവേ, വാഴ്ത്തപ്പെട്ടവരെ, വിശുദ്ധാത്മാക്കളെ, മാലാഖമാരെ ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കുകയും ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആമേൻ. ഒത്തിരി സന്തോഷം പിതാവേ. പിതാവിന്റെ നല്ല വാക്കുകൾ ഞങ്ങളെ കൂടുതൽ മുന്നോട്ടുള്ള യാത്രയിൽ ഒത്തിരി ഊർജ്ജം നൽകുന്നതാണ്. പ്രത്യേകിച്ച് സഭാ നേതൃത്വത്തിൽ നിന്ന് ഞങ്ങളിങ്ങനെ അനുഗ്രഹിക്കുമ്പോൾ ഞങ്ങളുടെ മനസ്സുകൾ ഇങ്ങനെ തുടിക്കുകയാണ്. ഇനിയും ഞങ്ങൾ മുന്നോട്ടുള്ള യാത്രയിൽ അത് കൂടുതൽ ബലം നൽകും എന്നുള്ള യാതൊരു സംശയമില്ല. ഒത്തിരി നന്ദി പിതാവേ. താങ്ക് യു വെരി മച്ച്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇന്ന് മറ്റൊരു സന്തോഷം കൂടിയുണ്ട്. നമ്മുടെ കറുകുറ്റിയിലെ ക്ലറീഷ്യൻ കോൺഗ്രിഗേഷന്റെ പ്രൊവിഷണൽ അച്ഛൻ ബഹുമാനപ്പെട്ട സിബിൻ ഞാവളിക്കുന്നൽ അച്ഛൻ നമ്മുടെ ഒപ്പം ഉണ്ട്. അച്ഛൻ ഇപ്പോ മഹാരാഷ്ട്രയിലാണ്. മഹാരാഷ്ട്രയിൽ നിന്നാണ് നമ്മളോടൊപ്പം സംസാരിക്കുന്നത്. അച്ഛനെ ഒത്തിരി സ്നേഹത്തോടുകൂടെ ക്ഷണിക്കുന്നു. അഭിവന്യ ജോയ് ആലപ്പാട്ട് പിതാവേ, മിസിയോയുടെ ആത്മീയ സന്തത സഹചാരിയായി കൂടെ നിൽക്കുന്ന ബഹുമാനപ്പെട്ട അഗസ്റ്റ് മുണ്ടിയത്തച്ഛ, നിങ്ങൾക്കെന്നെ കേൾക്കാൻ തോന്നുന്നു അല്ലേ? കേൾക്കാം. ഈ സായം സന്ധ്യയിൽ ഇന്ത്യയിലുള്ളവരെല്ലാവരും ഏതാണ്ട് ഉറങ്ങാറാകാൻ സമയമാകുന്നു. എന്നിരുന്നാലും നിങ്ങളേറെ അഭിനന്ദിക്കുകയാണ്. 15ാമത്തെ പ്രിലിംസ് ബാച്ചിന്റെ അവസാനത്തെ കൺക്ലൂഡിംഗ് സെക്ഷനിൽ ടോമിച്ചൻ സാറ് എന്നോട് പറഞ്ഞപ്പോൾ ഏറെ സന്തോഷം തോന്നി. ആരിസ് കുട്ടി ടീച്ചറിന്റെ നേതൃത്വത്തിൽ ഉള്ള മിസ്യു ടീം അംഗങ്ങളെ ഏറെ സ്നേഹത്തോടെ ഞാൻ അഭിനന്ദിക്കുകയാണ്. മിസ്യു ടീമുമായിട്ട് സത്യം പറഞ്ഞാൽ മുണ്ടിയത്തച്ഛൻ ബന്ധപ്പെട്ട അന്ന് മുതൽ എനിക്കറിയാം. കൂടുതൽ അടുക്കുന്നത് ഈ വർഷ ആരംഭത്തിൽ മുതലാണ്. എൻ്റെ മനസ്സിൽ വരുന്നത് ജോയി ആലപ്പാട്ട് പിതാവ് പറഞ്ഞതുപോലെ ക്രിസ്തുമസ് സീസണിലാണ് നമ്മളെല്ലാവരും. ലൂക്ക 1:28 ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, വചനം കൊടുക്കാൻ വേണ്ടി ഗബ്രിയേൽ ദൂതൻ കണ്ട ഏറ്റവും വലിയൊരു മാനുഷികമായ തലത്തിൽ ദൈവത്തിന് ഇഷ്ടമുള്ള വാസം ഉറപ്പിക്കാനായി കണ്ട ഒരു അവസ്ഥാന്തരമാണ് ദൈവകൃപ നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥ. ദൈവകൃപ നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥയിലാണ് മറിയത്തിന്റെ ഉദരത്തില് വചനം മാംസമാകാനായിട്ട് തുടങ്ങുന്നത്. മിസിയോയിലെ അംഗങ്ങളെല്ലാവരും വചനാത്മകമായ ജീവിതം നയിക്കാനായിട്ടുള്ള പരിശീലനം കിട്ടുന്നവരാണ്. സ്വാഭാവികമായും ആലപ്പാട്ട് പിതാവ് പറഞ്ഞ പോലെ ഞങ്ങൾ വൈദികരായ ഞങ്ങളും പലപ്പോഴും നിങ്ങളുടെ വചനങ്ങൾ കേട്ട് ഞാനും കുറെ കേൾക്കുന്നുണ്ടായിരുന്നു. അവസാനത്തെ ഒരു 8:30 മുതൽ വചനത്തെ എത്രമാത്രം സ്നേഹിക്കുന്നു. പരിശുദ്ധ അമ്മ ഉദരത്തിൽ വചനത്തെ മാംസമാക്കിയെങ്കിൽ നമ്മൾ അതരത്തിൽ വചനം മറ്റുള്ളവർ പ്രഘോഷണത്തിനകത്ത് കൊണ്ടുപോകണമെങ്കിൽ, പങ്കുവയ്ക്കണമെങ്കിൽ ഹൃദയത്തിൽ വേണം നാം മാംസം ധരിക്കാനായിട്ട്. ഓരോ ക്രൈസ്തവനും ക്രിസ്ത്യാനി എന്ന ആ വിളി തന്നെ റിഡംഡറിസ് മിസിയോ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ, പുണ്യസ്മരണാർത്ഥനായ മാർപ്പാപ്പ ആത്മായ പങ്കാളിത്തത്തെ കൂടുതൽ അടിവരയിട്ട് പറയുമ്പോൾ ക്രിസ്ത്യാനി എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ക്രിസ്തുവിനെ ധരിക്കുക എന്നൊരു ദൈവവിളിയാണ്. പ്രേക്ഷിതത്വം വൈദികർക്കോ സമർപ്പിതർക്കോ തിരുസഭയിലെ മേലധികാരികൾക്കോ മാത്രമുള്ളതല്ല എന്ന് പിതാവ് പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ ബെൻസി കാണക്കാരി ടീച്ചറും പറയുകയുണ്ടായി. ആ അവബോധം ഉള്ള അൽമായരെ സംബന്ധിച്ചിടത്തോളം സഭയ്ക്ക് വലിയ സമ്പത്താണ്. പലപ്പോഴും പറ്റിപ്പോകുന്നത് അൽമായരെ സംബന്ധിച്ചിടത്തോളം തെറ്റായൊരു ധാരണ അവർക്കുണ്ടാകാറുണ്ട്. കേവലം മതബോധന അധ്യാപകരിലോ അല്ലെങ്കിൽ ഭക്തസംഘടനയിലോ പ്രവർത്തിക്കുന്നവരോ അല്ലെങ്കിൽ വചനത്തെ കൂടുതൽ സ്നേഹിക്കുന്നവരായ അൽമായര് തീർച്ചയായിട്ടും വൈദ്യരോടൊപ്പം തന്നെ ശുശ്രൂഷയോടൊപ്പം തന്നെ വചനത്തെ കൂടെ ചേർത്ത് അത് പ്രഘോഷിക്കാറുണ്ട്. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 20-ാം വചനം എല്ലാവർക്കും കൊടുത്തിരിക്കുന്ന ഒരു പ്രേക്ഷിത ദൗത്യമാണ് ലോകമെമ്പാടും പോയി സുവിശേഷം പ്രസംഗിക്കുക എന്നുള്ളത്. അപ്പൊ ആ ദൗത്യം കേവലം കുറച്ചു പേര് മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, മറിച്ച് അൽമായരും കൂടെ ഏറ്റെടുക്കുമ്പോഴാണ് സഭയ്ക്കൊരു സൗന്ദര്യം ഉണ്ടാവുക. വലിയൊരു പ്രേക്ഷിത ചൈതന്യം നിറഞ്ഞ ഇത്രയും വചനങ്ങൾ അൽമായർ പ്രഘോഷിക്കുന്നത് കേട്ടപ്പോൾ ദൈവമേ, ഇത്രയും പേരുടെ ആദരത്തിലും ഹൃദയത്തിലും വചനം മാംസമായി കഴിഞ്ഞു. അവർ പോകുന്നിടത്തൊക്കെ അതിന്റെ അഭിഷേകം ഉണ്ടാവും. അപ്പൊ അൽമായരെ ഈ തരുണത്തിൽ കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു സന്തോഷമാണ്, അഭിമാനമാണ് സഭയ്ക്ക്. സത്യം പറഞ്ഞാല് സഭ കൂടുതൽ സിനഡാത്മക എന്ന് പറയുമ്പോൾ സിനഡാലിറ്റി നമ്മളിപ്പം പ്രഘോഷിക്കുന്ന സമയമാണ്. സഭയുടെ എല്ലാ മേഖലകളിലും ഒരുമയോടുകൂടി, അതുകൊണ്ട് മാർപ്പാപ്പയുടെ തന്നെ സമ്മേളനങ്ങളൊക്കെ വട്ടമേശ പോലെ ആക്കുകയാണ്.
സിനഡാലിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാവരും പ്രധാനപ്പെട്ടവരാണ്, ആരും അതിനകത്ത് പ്രധാനികളായിട്ടില്ല. അപ്പൊ സഭയ്ക്കും മറ്റൊരു പരിവേഷമാണ്. അൽമായരും സമർപ്പിതരും വൈദികരും സഭയുടെ മെലധികാരും എല്ലാവരോട് ചേരുന്ന വട്ടത്തിലിരിക്കുന്നതിനകത്ത് മധ്യത്തിലിരിക്കുന്ന കർത്താവിന് ചുറ്റും നമ്മളെല്ലാം കൂടെ ഒരുമിച്ചിരിക്കുമ്പോഴാണ് നേട്ടമുള്ളത്, സഭയ്ക്ക് ജീവനുണ്ടാവുന്നത്. അപ്പോൾ സമയം കണ്ടെത്തി കുടുംബത്തെ നോക്കുന്ന നിങ്ങൾക്ക് വചനം എത്രമാത്രം ആത്മീയതയോടുകൂടിയും അഭിമാനത്തോടുകൂടിയും അഭിഷേകത്തോടും കൂടി പങ്കുവയ്ക്കാൻ പറ്റുക എന്ന് പറയുന്നത് കേൾക്കുന്നവർക്ക് വലിയൊരു അഭിമാനമാണ്. മറ്റൊരു ആശയം എൻ്റെ മനസ്സിൽ വരുന്നത്, ഈശോ തൻ്റെ ശിഷ്യന്മാരെ പറഞ്ഞുവിടുക, 72 ശിഷ്യന്മാരെ പറഞ്ഞുവിടുന്ന മനോഹരമായൊരു സുവിശേഷ ഭാഗമുണ്ട്. ലൂക്കാ 10 നമുക്ക് കാണാൻ പറ്റും. 10ന്റെ 20-ാം വചനം, ഈ 72 പേരും തിരിച്ചു വരുമ്പോൾ അവർക്ക് കിട്ടിയ നേട്ടങ്ങളെ പറ്റി പറയും. പിശാചുകൾ തങ്ങൾക്ക് കീഴ്പ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ശിഷ്യന്മാര് തങ്ങളെ തന്നെ ദൈവിക വരത്തെ ഒന്ന് ഉത്തേജിപ്പിക്കാൻ നോക്കിയപ്പോൾ കർത്താവ് പറഞ്ഞ മനോഹരമായ വാക്യം ഇതാണ്, 20-ാമത്തെ വചനം: പിശാചുകൾ നിങ്ങൾക്ക് കീഴ്പ്പെടുന്നു എന്നല്ല നിങ്ങൾ ഒത്തിരി ആനന്ദിക്കാതെ അതിലുപരിയായി നിങ്ങളുടെ പേരുകൾ സ്വർഗരാജ്യത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾ അതിൽ അഭിമാനിക്കുക. മിസ്സിയോയുടെ സന്ദേശവാഹകരായ നിങ്ങൾ, അതായത് മിസ്സിയോ ടീമിലൂടെ പ്രവർത്തിക്കുന്ന ദൈവവചനത്തിന്റെ വാർത്തകളായ നിങ്ങൾ ഈ 72 പേരെ പോലെയാണ്. നിങ്ങളിലൂടെ ഒത്തിരിയേറെ പേർക്ക് പരിവർത്തനങ്ങൾ കിട്ടുന്നുണ്ട്, ഹൃദയത്തിന്റെ പരിവർത്തനങ്ങൾ. അപ്പോൾ അത് തന്നെ വലിയൊരു അഭിഷേകമാണെന്ന് മാത്രമല്ല, അപ്പൊ അതിനാൽ തന്നെ നിങ്ങളുടെ പേരുകൾ സ്വർഗരാജ്യത്ത് എഴുതപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് നിക്ഷേപം സ്വർഗത്തിൽ കൂട്ടണമെങ്കിൽ ഭൂമിയിൽ വചനം കൊടുത്തേ പറ്റൂ. കർത്താവിനെ കൊടുക്കാത്തവർക്ക് സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാകാൻ പാടാണ്. പലവരും ഒത്തിരി പുണ്യപ്രവർത്തികൾ ചെയ്യുന്നവരും ഒത്തിരി ചാരിറ്റി സംഘടനകളുണ്ടല്ലോ. നമുക്ക് തീർച്ചയായിട്ടും വിശുദ്ധ മദർ തെരേസയെ പോലെ നമ്മളും ദൈവഗതയുടെ കരുണയുടെ മുഖങ്ങൾ പ്രവർത്തനത്തിൽ കാണിക്കുമ്പോൾ വചനത്തെ കൂട്ടുപിടിക്കാതെ, വചനം മാംസമാകാതെ, വചനത്തെ ഭൂമിയിൽ കാണിക്കാതെ നമ്മൾ എന്തോരം പ്രവർത്തനം ചെയ്തു. അതുകൊണ്ട് തന്നെ വൈദികരെ ഞങ്ങൾ താക്കീത് ചെയ്യാറുണ്ട്. ഞാനും സഭയിൽ ക്ലൈരീഷ്യൻ സന്യാസ സഭാംഗമാണ്. എൻ്റെ ആദ്യത്തെ പ്രൊഫഷണൽ എന്ന ടീമിലുണ്ട് അഗസ്റ്റ് മുണ്ടിത്തച്ഛൻ. ഞങ്ങൾ വൈദികരോട് പറയുന്നൊരു കാര്യം ഇതാണ്: കർത്താവിനെ കൊടുക്കുക. കർത്താവിനെ കൊടുക്കാതെ നമ്മൾ എന്ത് പ്രവർത്തിച്ചാലും ക്രിസ്റ്റോസെൻട്രിക് എന്ന് പറയും. ഈശോയെ കേന്ദ്രത്തിൽ വെച്ചുകൊണ്ട് അത് പ്രഘോഷിക്കാതെ നമ്മൾ എന്ത് ചെയ്താലും നമ്മൾ സാമൂഹ്യ പരിഷ്കർത്താക്കളായി, സാമൂഹ്യ പ്രവർത്തകരായി മാറുക. ആത്മായർക്ക് ചെയ്യാൻ പറ്റുന്ന പരിപാടി വൈദികർ ചെയ്തൊരു കാര്യമില്ലല്ലോ. വൈദികർ വചനം കൊടുക്കുന്നവരാകണം. ഈ ഈശോയ്ക്ക് മാംസം ഭൂമിയിൽ കൊടുക്കുന്നവരാകണം. മറ്റുള്ളവർക്ക് അല്ല ആത്മായരോ സന്നദ്ധ സംഘടനകൾക്കോ ചെയ്യാൻ പറ്റും. അപ്പോൾ വചനത്തെ സ്നേഹിക്കുവാനും പങ്കുവെച്ചു കൊടുക്കുവാനും ആത്മായരെ നിങ്ങൾക്ക് സാധിക്കുക. അതിങ്ങനത്തെ ഒരു ഓറിയന്റേഷൻ കോഴ്സോടുകൂടി ഇരുന്ന് കേൾക്കുക. പ്രത്യേകിച്ച് എന്നെ കേൾക്കുന്ന നിങ്ങൾ എല്ലാവരും തന്നെ നല്ല ശതമാനം പേരും എന്നെക്കാളും പ്രായമായിട്ടുള്ള ഒത്തിരി പേരുണ്ട്. അപ്പൊ സമയം വീട്ടിൽ കുടുംബസ്ഥരായി നിൽക്കുന്നുകൊണ്ട് തന്നെ സമയം കണ്ടെത്തുക. ഈ പ്രായത്തിലും ഈശോയുടെ വചനത്തിന് വേണ്ടി ദാഹം, അത് വലിയൊരു അഭിഷേകം തന്നെയാണ് പ്രിയമുള്ളവരെ. അപ്പം നിങ്ങളുടെ ഓരോ മണിക്കൂറും വിലപ്പെട്ടതാണ്. അതിൽ കർത്താവിന് കൊടുക്കുന്ന സമ്പത്ത് എന്ന് പറയുന്നത് നിങ്ങളുടെ സമയവും കഴിവും നിങ്ങളുടെ കുടുംബത്തോടൊപ്പം തന്നെ നിങ്ങൾ വചനം പ്രഘോഷിക്കുമ്പോൾ നിങ്ങൾ ഇരിക്കുന്ന മുറിയിൽ തന്നെ ദൈവത്തിന് കൃപയുണ്ട് അവിടെ. അപ്പം ഭവനം തന്നെ വിശുദ്ധീകരിക്കപ്പെടുക. ഞങ്ങളെ വൈദികര് ചിലപ്പോൾ ഭവനം സന്ദർശിക്കാൻ പോകുമ്പോൾ ഞാനൊരു വൈദികരോട് സംസാരിക്കുമായിരുന്നു. ചില വൈദികരുടെ വീടുകളെല്ലാം ചില വീടുകളിൽ ചെല്ലുമ്പോൾ പ്രവേശിക്കുമ്പോൾ തന്നെ ദൈവികമായൊരു പ്രകാശം ഭവനത്തിലുണ്ട്. വചനം പ്രഘോഷിക്കുന്ന ഭവനത്തിൽ തന്നെ വിളക്കുകൾ കത്തിക്കഴിയും, നക്ഷത്രങ്ങൾ തിളങ്ങിക്കഴിയും. നമുക്കറിയില്ലോ, ഈ ആട്ടിടന്മാർ കിട്ടിയ മഹാ സന്ദേശം ഇതാണ്: പുൽക്കൂട്ട് ബത്ലഹേമിലേക്കുള്ള യാത്രയിൽ നിങ്ങൾ ബത്ലഹേമിൽ ചെയ്യുന്ന മഹാസംഭവം കാണാനായിട്ടുള്ള ഉൾവിളിയാണ്. അപ്പോൾ നമ്മൾ ഓരോ ഭവനത്തിലും പുൽക്കൂട് ഒരുക്കേണ്ട സമയമാണിത്. ദൈവവചനം പ്രഘോഷിക്കുന്ന വചനങ്ങൾ ചുമ്മാ പറഞ്ഞാൽ മതി. വീട്ടിൽ നിന്ന് വചനം പറയുമ്പോൾ തന്നെ ഭിത്തിയും പ്രദേശവും ഒക്കെ ഫ്രാൻസിസ് അസീസിയെ പോലെ നമ്മുടെ ഭവനവും പിശാചുക്കളെ ആട്ടിയോടിക്കാനായിട്ട് വചനം പറയുന്ന വീടുകളിൽ തന്നെ ഒരു അഭിഷേകം ഉണ്ടാവും. മിസ്സിയോ അങ്ങനെ ഒരു വചനവിരുന്ന് ഒരുക്കുമ്പോൾ അത് പങ്കാളികളാ നിങ്ങൾക്ക് കുടുംബങ്ങളിലും ഐശ്വര്യവും അഭിമാനവും അഭിഷേകവും ഉണ്ടാകും. ആ മഹാസംഭവം കാണാനായിട്ട് നമ്മുടെ ഭവനം സന്ദർശിക്കുക. നമ്മുടെ ഭവനത്തിലാണ് പുൽക്കൂട്, നമ്മുടെ ഹൃദയത്തിലാണ് പുൽക്കൂട്. അപ്പം പ്രിയമുള്ളവരെ, ഈ ക്രിസ്മസ് സീസണിൽ എല്ലാവർക്കും ഒരിക്കൽ കൂടി ദീർഘിപ്പിക്കുന്നില്ല, ഒത്തിരിയേറെ എനിക്ക് അഭിമാനമേ ഉള്ളൂ നിങ്ങളെല്ലാവരെയും അനുമോദിക്കുവാനും ഈ കോഴ്സ് പങ്കെടുത്ത് വിജയകരമായി പൂർത്തിയാക്കാൻ സാധിച്ചതിൽ അഭിവന്യ പിതാവിനോടും അഗസ്റ്റിൻ മുണ്ടിത്തച്ഛനോടും ചേർന്ന് അഭിഷിക്തരായ ഞങ്ങൾ എല്ലാവരും നിങ്ങളെ ആസ്വദിക്കുന്നു. ഈശോത്രയേറെ നിങ്ങളുടെ ഈ പഠിച്ച വചനങ്ങളും മനനം ചെയ്ത വചനങ്ങളും പങ്കുവയ്ക്കുവാൻ അത് ഹൃദയത്തിൽ സൂക്ഷിച്ചാൽ മാത്രം പോരാ, നിധിയാണത്. മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ വില ഉണ്ടാകത്തുള്ളൂ. അത് ഹൃദയത്തിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ അത് വില ഉണ്ടാകത്തില്ല. അപ്പം പങ്കുവെച്ചു കൊടുക്കുക. ഈശോ നിങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവേശം കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധ റൂഹായുടെ സഹവാസം എല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും നീക്കും. ആമേൻ.
ഒത്തിരി നന്ദി അച്ഛ. അച്ഛൻ പിതാവിന്റെ വാക്കുകളോട് ഒപ്പം കൂട്ടിച്ചേർത്ത് ഈ മിസ്സിയോ ഒരു അനുഗ്രഹമാണെന്ന് പറഞ്ഞപ്പോ ഞങ്ങളുടെ മനസ്സിൽ ഒത്തിരി സന്തോഷം നിറഞ്ഞു തുളുമ്പുകയാണ്. അത് ശരിക്കും തീർച്ചയായിട്ടും ഇതൊരു ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് തന്നെയാണ് ഈ ആത്മായ സംഘടന, ഈ ഗ്രൂപ്പ്. അപ്പോ അച്ഛന്റെയൊക്കെ ആശീർവാദവും പ്രാർത്ഥനയും ഒക്കെ ഇതിനെ കൂടുതൽ ബലപ്പെടുത്തുന്നു. ഒത്തിരി സന്തോഷം അച്ഛാ ഞങ്ങളുടെ ഒപ്പം ആയിരിക്കാൻ ഈ സമയം കണ്ടെത്തി. അച്ഛനെ ഒത്തിരി തിരക്കുകളാണ്, എന്നാൽ ആ സമയം കണ്ടെത്തി ഞങ്ങളുടെ ഒപ്പം ആയിരുന്നല്ലോ. അച്ഛൻ ഏകദേശം 8:30 മണി തൊട്ട് ഈ ഗ്രൂപ്പിൽ കണ്ടു. അച്ഛൻ ഒത്തിരി താല്പര്യത്തോടെ ഈ ഗ്രൂപ്പിലേക്ക് വന്നു. ഒത്തിരി നന്ദി അച്ഛാ. താങ്ക് യു വെരി മച്ച്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ഈ മിസ്സിയോടെ ഊർജം എന്ന് പറയുന്നത് അലിസ ആന്റിയാണ്. അലിസ മിസ്സിയുടെ ആ ഒരു കൂട്ടിച്ചേർത്ത് പിടിക്കലാണ് ഈ മിസ്സിയോ ഇങ്ങനെ നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് അമ്മയുടെ വാക്കുകൾ നമുക്ക് ശ്രമിക്കാം. ഒത്തിരി സന്തോഷത്തോടെ നമുക്ക് സിബിഎച്ചനും ജോയ ആലപ്പാട്ട് പിതാവും ആലഞ്ചേരി പിതാവും അഗസ്റ്റിനച്ചനാണെങ്കിൽ ഈ ദിവസങ്ങളിൽ ഇവിടെ തന്നെ ഉണ്ട്. മിസ്സിയോ ഭവനില് മിസ്സിയോ ഭവനിൽ ഇരുന്നുകൊണ്ടാണ് ഞങ്ങളൊക്കെ പങ്കെടുക്കുന്നത്. ഒത്തിരി അഗസ്റ്റിനൊക്കെ ആ ഒരു സാന്നിധ്യമൊക്കെ ഒത്തിരി അനുഗ്രഹമാണ്. തമ്പുരാൻ സ്തുതി എന്ന് പറയല്ലാണ്ട് എന്ത് ചെയ്യാനല്ലേ. ഏതായാലും ധാരാളം പേര് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് അടുത്ത 16ാമത്തെ ബാച്ചിലേക്ക് കഴിഞ്ഞ ദിവസം ടോമിച്ച പറയുന്നത് കേട്ടു. ഒരു ദിവസം തന്നെ 100-200 പേര് ചേർന്നെന്നൊക്കെയാ പറയുന്നത് കേൾക്കുന്നത്. ഇപ്പം അതൊക്കെ നിറയുന്നത്. ഏതായാലും നിങ്ങളും എല്ലാവരെയും ഇങ്ങനെ അതിലേക്ക് പ്രോത്സാഹിപ്പിച്ചു കൊണ്ടുവരുന്നത് കാണുമ്പോഴും അതിനുള്ള കമ്മിറ്റ്മെന്റും ഒക്കെ ഒത്തിരി സന്തോഷം ഞങ്ങൾക്കൊക്കെ വരുത്തുന്നുണ്ട്. പിന്നെ നിങ്ങൾക്കറിയാമല്ലോ, മിസ്സിയോ എക്ലേസിയെ എന്നുള്ള വാക്കിന്റെ അർത്ഥം എല്ലാവർക്കും അറിയാവുന്നതല്ലേ? സഭയുടെ മിഷൻ, സഭയുടെ ദൗത്യം. അപ്പൊ സഭയുടെ ദൗത്യത്തിൽ നമ്മളെല്ലാവരും പങ്കെടുക്കുന്ന ഇതില് മാമോദിസ മുങ്ങി എല്ലാവരും ഈ ഒരു ദൗത്യത്തിൽ പങ്കെടുത്തുകൊണ്ട് ലോക സുവിശേഷവൽക്കരണത്തിന് വേണ്ടി ശരിക്കും അങ്ങോട്ട് കമ്മിറ്റഡ് ആകാനുള്ള ശ്രമമാണ് നാം ഇതിലൂടെയൊക്കെ ചെയ്യുന്നത് എന്നുള്ളത് അറിയാമല്ലോ. പിന്നെ ഈ പ്രിലിംസ് കോഴ്സ് ഈ ഓൺലൈനായിട്ട് നടക്കുന്നത് ശരിക്കുള്ള കോഴ്സിനുള്ള ഒരു പ്രിപ്പറേഷൻ മാത്രമാണ്. ഇതങ്ങ് കോഴ്സ് തീരുകയല്ല. ഇത് ശരിക്ക്, അതായത് റിസോഴ്സ് പീപ്പിളിനെ ട്രെയിൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. എല്ലാവർക്കും അറിയാമല്ലോ, ഇത് പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ ലോക സുവിശേഷവൽക്കരണത്തിന് വേണ്ടി മാമോദിസ മുങ്ങിയവരെ എല്ലാം റിസോഴ്സ് പീപ്പിൾ ആക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ഈ ഓൺലൈൻ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ശരിക്കുള്ള കോഴ്സിൽ പങ്കെടുക്കുന്നതിനുള്ള ഒരു പ്രിപ്പറേഷനാണ്. അപ്പൊ പ്രിപ്പറേഷന്റെ കൺക്ലൂഷൻ ആയിരിക്കും നടക്കുന്നത് കേട്ടോ. ഇനിയുള്ള ശരിക്കുള്ള കോഴ്സ് 6 ദിവസത്തെ റെസിഡൻഷ്യൽ കോഴ്സാണ്. നിങ്ങൾക്ക് അറിയാൻ തോന്നിയ പറഞ്ഞു, ഞങ്ങൾ 2 ആഴ്ച കൊണ്ട് കൂടിയ കോഴ്സിനെ ഇപ്പം ഇങ്ങനെ 10 ആഴ്ച കൊണ്ട് പ്രിലിമിനറി ഇത് പ്രിപ്പറേഷൻ കൊടുത്തിട്ട് 6 ദിവസത്തെ റെസിഡൻഷ്യൽ കോഴ്സും ഒക്കെ കൊടുത്ത് നമ്മളിപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഓൺലൈൻ കോഴ്സിൽ കൂടിയവരെല്ലാവരും എപ്പോഴെങ്കിലും ഏതെങ്കിലും ഇവിടെ എല്ലാ മാസവും മിസ്സിയോ ഭവനില് റെസിഡൻഷ്യൽ കോഴ്സ് നടക്കുന്നുണ്ട്. പിന്നെ എവിടെ ആരാവശ്യപ്പെട്ടാലും അവിടെയൊക്കെ ഇപ്പൊ നമുക്ക് ധാരാളം റിസോഴ്സ് പീപ്പിൾ ഉണ്ട്, ലോകം എങ്ങും ഉണ്ട്. അവിടെയൊക്കെ വന്ന് നടത്താൻ തക്ക റിസോഴ്സ് പീപ്പിൾ നമുക്കുണ്ട്. നിങ്ങളുമൊക്കെ എല്ലാവരും അതുകൊണ്ട് റിസോഴ്സ് പീപ്പിൾ ആകണം എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊള്ളണം. എന്നിട്ട് നമുക്ക് ശരിക്കും ഈ ഒരു വേൾഡ് ഇവാഞ്ചലൈസേഷനിൽ നമ്മുടെ ഒരു പങ്കാളിത്തം ശരിക്കും അങ്ങോട്ട് ചെയ്യുന്നതിന് ഉള്ള ഒരു വിളി, ആ വിളിയുടെ ഒന്ന് വിളിച്ച് തനിക്ക് ഇഷ്ടപ്പെട്ടവരെ വിളിച്ചു. എന്നിട്ടൊരു ഫോർമേഷൻ ആയിരുന്നു 3 കൊല്ലക്കാലം അല്ലേ. അത് കഴിഞ്ഞ് പന്തക്കുസ്തായിൽ പരിശുദ്ധാത്മാവിനെയും കൊടുത്ത് ശരിക്കും അവരെ പ്രിപ്പയർ ചെയ്തുകൊണ്ടാണ് അയച്ചത്. രക്ഷകന്റെ മിഷനിൽ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുന്നുണ്ട്, സഭയുടെ ഇവാഞ്ചലൈസേഷൻ ദൗത്യം 2000 കൊല്ലം മുമ്പ് തുടങ്ങിയെടുത്ത് തന്നെ ഇപ്പോഴും നിൽക്കുന്നേ ഉള്ളെന്നാ പറയുന്നത്. പക്ഷെ ഇത് നമ്മളെല്ലാവരും കൂടി ഇങ്ങനെ അങ്ങോട്ട് കമ്മിറ്റഡ് ആയിട്ട് പോയാൽ വളരെ ഫലപ്രദമായിട്ട് നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഇത് നമ്മുടെ കരങ്ങളിലാണ് എന്ന് നിങ്ങൾ മറക്കരുതേ എന്ന് സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ് കേട്ടോ. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഇനിയും അടുത്ത 16ാമത്തെ ബാച്ചിലേക്ക് ഇനിയും ധാരാളം നിങ്ങൾക്ക് പറ്റാവുന്നവരെ എല്ലാം ഒന്ന് പ്രോത്സാഹിപ്പിച്ച് കയറ്റുക. മെന്റേഴ്സ് ആയിട്ടും എല്ലാവരും ലിസ്റ്റൊക്കെ തന്നു കഴിഞ്ഞിട്ടുണ്ട്, അതൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ റെസിഡൻഷ്യൽ കോഴ്സ് പറ്റാവുന്നവരൊക്കെ പങ്കെടുക്കുക. പിന്നെ എല്ലാവരും എല്ലാ ദിവസവും മിനിമം ഒരാളോടെങ്കിലും ഈ നിങ്ങൾക്ക് കിട്ടിയ ബോധ്യങ്ങള് സുവിശേഷം പങ്കുവെക്കണം. ജീവിച്ചുകൊണ്ട് പറയണമെന്ന് അറിയാമല്ലോ നമുക്ക്. അപ്പം സുവിശേഷം ജീവിക്കാനും
സുവിശേഷം പങ്കുവയ്ക്കാനും ധാരാളം പേരെ ജീവിക്കാനും പങ്കുവെക്കാനും പ്രാപ്തരാക്കാനും ഒക്കെ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. നമുക്കിനി നമ്മളിപ്പോ കുടുംബമായി ഇനി നമ്മൾ പിരിഞ്ഞു പോകുന്ന പ്രശ്നമില്ല. ഇത് അവസാനത്തെ എന്ന് പറഞ്ഞാൽ നമ്മള് തുടക്കത്തിന്റെ അവസാനമാണ്. നമ്മള് കുടുംബമായിട്ട് മുമ്പോട്ട് പോകുന്നു. നമ്മളെല്ലാവരുടെയും നമ്മുടെ ജീവിതം കഴിയുന്നത് വരെയും നമ്മളൊരു കുടുംബമാണ്. നമ്മൾ മുമ്പോട്ട് പോകുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. ആമേൻ. താങ്ക് യു ആന്റി, താങ്ക് യു, ഒത്തിരി നന്ദി. താങ്ക് യു ആന്റിയുടെ ഊർജം പകരുന്ന വാക്കുകൾക്ക് ഒത്തിരി നന്ദി. താങ്ക് യു വെരി മച്ച്. അടുത്തത് നമുക്ക് താങ്ക്സ് ഗിവിന് വേണ്ടി പ്രൊഫസർ ലിസമ്മ കൊച്ചിയെ ഒത്തിരി സ്നേഹത്തോടുകൂടെ ക്ഷണിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിലെ ഏറ്റവും സ്നേഹമുള്ളവരെ, നമ്മുടെ യേശു തമ്പുരാൻ നമ്മളോട് പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കുക. ഈ ഒരു ദൗത്യം നെഞ്ചിലേറ്റിക്കൊണ്ട് മിസ്സിയോ ടീം നടത്തുന്ന ആ പ്രഘോഷണ പരിപാടിയുടെ 15ാം ബാച്ചിലാണ് നമ്മൾ ഇപ്പോൾ. അതിന്റെ സമാപന സമയമാണ് ഇപ്പോൾ. ഈ സമയത്ത് ഇങ്ങനെയൊരു പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യാനായിട്ട് മിസ്സിയോ ടീമിനെ ശക്തനാക്കിയ സർവശക്തനായ ദൈവത്തിന് എല്ലാ ദൈവം നമ്മളെ ഇത്ര അനുഗ്രഹിച്ചതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുകയാണ്. അതിനോടൊപ്പം തന്നെ ഈ പ്രോഗ്രാമിന്റെ വിജയത്തിനായിട്ട് അക്ഷീണം പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത ഓരോ വ്യക്തികളെയും നന്ദിയോടെ ഓർക്കുകയാണ്. നമുക്കറിയാം, ഏതൊരു പ്രോഗ്രാം വിജയിക്കണം എന്നുണ്ടെങ്കിൽ അതിന്റെ മുൻനിരയിൽ നിന്ന് പ്രവർത്തിക്കുന്ന കുറെ വ്യക്തികളുണ്ടാവും. ഈ 15ാമത്തെ ബാച്ചില് ഇതിന് നേതൃത്വം നൽകിക്കൊണ്ട് ജനറൽ കോർഡിനേറ്റേഴ്സ് ആയിട്ട് പ്രവർത്തിച്ചത് നമ്മുടെ പ്രിയങ്കരായ തോമസ് വൈമേലിയും ക്ലീറ്റസ് സീന ദമ്പതികളുമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. ഈ തോമസ് എന്ന് പറയുന്ന വ്യക്തി ഈ ഡിസംബർ 31-ാം തീയതി ഓസ്ട്രേലിയയിലേക്ക് പോവുകയാണ് കുടുംബത്തോടൊപ്പം ചേരാനായിട്ട്. ആ യൂറോപ്പ് മുഴുവൻ സുവിശേഷവൽക്കരിക്കുക എന്നുള്ള ദൗത്യവുമായിട്ടാണ് തോമസ് ഓസ്ട്രേലിയയിലേക്ക് പോകുന്നത്. തോമസിന്റെ ആ ദൗത്യത്തില് വിജയിക്കാനായിട്ട് നമ്മളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും ആശംസയും, അതുപോലെ തന്നെ ഈ പ്രോഗ്രാമിലെ 15ാമത്തെ ബാച്ചിന്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ നടത്തിയുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദിയും ഈ അവസരത്തില് തോമസിനും സീനയ്ക്കും ക്ലീറ്റസിനും നേരുകയാണ്. നമ്മുടെ ഈ പ്രോഗ്രാമിലെ ഏറ്റവും നെടുംതൂണായിട്ട് നിന്ന് പ്രവർത്തിക്കുന്നത് നമ്മുടെ മെന്റേഴ്സാണ്. ആ മെന്റേഴ്സിനെ എല്ലാവരെയും കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് പ്രവർത്തനം ഏകോപിപ്പിക്കാനായിട്ട് ഏറ്റവും അധികം പ്രവർത്തിച്ചത് മെന്റേഴ്സ് കോർഡിനേറ്റേഴ്സ് ആയിട്ട് പ്രവർത്തിച്ച വത്സമ്മയും അതുപോലെ തന്നെ മിനി ജോഷിയുമാണ്. അപ്പോൾ വത്സമ്മ മിനി ജോഷിയോടൊപ്പം ചേർന്ന് പ്രവർത്തിച്ച US നിന്നുള്ള ടീമുണ്ട്, ന്യൂസിലൻഡിൽ നിന്നുള്ള ടീമുണ്ട്, യൂറോപ്പ് ടീമുകളുണ്ട്. ഈ എല്ലാ മെന്റേഴ്സും, അതായത് US ടീമില് പ്രത്യേകമായിട്ടും ഏറ്റവും കൂടുതൽ മെന്റേഴ്സിന്റെ കോർഡിനേഷനായിട്ട് പ്രവർത്തിച്ച വ്യക്തികൾ എന്ന് പറയുന്നത് നമ്മളുടെ ജോളി തോമസ്, സിസ്റ്റർ ദീപ്തി, അതുപോലെ റോബിൻ സിമി ദമ്പതികള്, ജോഫി ജെറാൾഡ്, മോളി തോമസ്, ഡോക്ടർ ആര്യ, ജെസ്സി തോമസ്, ജെസ്സി മാത്യു എന്നിവരാണ്. ഇവരുടെയൊക്കെ പ്രവർത്തനത്തെ നന്ദിയോടെ ഓർക്കുകയും ഒത്തിരി ദൈവാനുഗ്രഹം ഇവരുടെ കുടുംബങ്ങളിലേക്ക് ഉണ്ടാകട്ടെ, ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ യൂറോപ്പ് ഗ്രൂപ്പില് ഏറ്റവും ആക്റ്റീവായിട്ട് ആ മെന്റേഴ്സിനെ എല്ലാം കോർഡിനേറ്റ് ചെയ്ത് കാര്യങ്ങളെല്ലാം ഏകോപിപ്പിച്ച് പ്രവർത്തിച്ചത് ജോമോൾ ബെന്നിയും ഫിലോമിന ചേച്ചിയും അതുപോലെ ബീന ജോബിയുമാണ്. മിസ്സിയ കുടുംബത്തിന്റെ പേരിൽ ഇവർക്ക് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുകയാണ്. നമ്മുടെ മിഡിൽ ഈസ്റ്റ് ഗ്രൂപ്പിൽ നിന്ന് ഇതുപോലെ തന്നെ വളരെ സജീവമായിട്ട് പ്രവർത്തിച്ച വ്യക്തികളാണ് ജോയ്സി, സതീഷ്, റോസ്ലിൻ, അതുപോലെ സോണി ചാണ്ടി. ഇവരെല്ലാവരും അവരുടെ കർത്തവ്യങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ നിർവഹിച്ചത് കൊണ്ടാണ് നമ്മളുടെ ഈ പ്രോഗ്രാം ഇത്ര വിജയകരമായിട്ട് മുന്നോട്ട് പോയത്. എല്ലാവർക്കും ദൈവനാമത്തില് നന്ദി പറയുകയും
തുടർന്നും ഉള്ള അവരുടെ പ്രവർത്തനങ്ങളിൽ എല്ലാ ദൈവാനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഇനിയും നമ്മുടെ ന്യൂസിലൻഡ് ഗ്രൂപ്പ് നമുക്ക് മുമ്പേ നമ്മൾ കേട്ടതാണ്. ഈ സമയം, നമ്മളുടെ ഈ സമയം എന്ന് പറയുന്നത് അവിടെ വെളുപ്പിനെ 2 മണിയാണ്. ഈ 2 മണി നേരത്ത് പോലും ഇത്ര സജീവമായിട്ട് ഈ കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ആ ദൗത്യം, ഈശോ ഏൽപ്പിച്ചു തന്ന ദൗത്യം ഏറ്റവും നല്ല രീതിയിൽ നിർവഹിക്കുവാനായിട്ട് ശ്രമിച്ചത് നമ്മുടെ നവീനോടൊപ്പം ലോറിൻ, അതുപോലെ വിൻസി സോണിയുമാണ്. ഈ നവീൻ്റെ ആ ഒരു പ്രവർത്തനത്തെ അങ്ങേയറ്റം പ്രശംസിക്കുന്നതിനോടൊപ്പം എല്ലാവിധ ദൈവാനുഗ്രഹവും നവീനും ലോറിനും അതുപോലെ വിൻസി സോണിക്കും നേരുകയാണ്, നന്ദിയോടെ ഓർക്കുകയാണ്. മറ്റൊരു കാര്യം കൂടെ ഈ കത്തരുന്നത്തെ സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ ഈ പ്രോഗ്രാം നടക്കുന്നത് സൂം പ്ലാറ്റ്ഫോമിലാണ്. അപ്പൊ ഈ സൂം പ്ലാറ്റ്ഫോമില് ഈ പ്രോഗ്രാം നടക്കുമ്പോൾ ഓരോ ആഴ്ചത്തെയും പ്രോഗ്രാമിനുള്ള ആ ചെലവ് വഹിക്കുന്നത്, സ്പോൺസർ ചെയ്തത് നവീൻ തന്നെയാണ്. ഒത്തിരി സന്തോഷത്തോടെ സ്നേഹത്തോടെ ഈ തരണത്തില് നവീനും ട്രീസയ്ക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അവരുടെ ജീവിതത്തിൽ അവരുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ ദൈവം ഇടപെടട്ടെ എന്ന് വീണ്ടും വീണ്ടും ആശംസിക്കുകയും ചെയ്യുന്നു. ഇനി നമ്മുടെ സബ് ഗ്രൂപ്പ് കോർഡിനേറ്റേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ മിനി ജോഷിയും ലിസമ്മ അഗസ്റ്റിനും ഡോക്ടർ കർമ്മലിയുമാണ് സബ് ഗ്രൂപ്പ് ഏറ്റവും നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്തത്. ഇപ്പൊ സബ് ഗ്രൂപ്പിൽ നിങ്ങൾക്കറിയാം, ഈ മീറ്റിങ്ങുകളൊക്കെ ഏറ്റവും നല്ല രീതിയിൽ ഏകോപിപ്പിച്ച് അതിന്റെ പ്രവർത്തനങ്ങളെ ക്രമീകരിച്ചു കൊണ്ടുപോകുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷെ ഇവരുടെ ആ ഒരു നിരന്തരമായിട്ടുള്ള ഇടപെടലും സഹകരണവും എല്ലാം കൊണ്ട് സബ് ഗ്രൂപ്പ് എല്ലാം വളരെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയി എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒത്തിരി സ്നേഹത്തോടെ അവർക്ക് നന്ദി പറയുന്നു. നമ്മള് ഈ പ്രോഗ്രാമില് എല്ലാ ദിവസവും തന്നെ വേർഡ് ഓഫ് ദ ഡേ ചെയ്തതാണ്. എല്ലാ ദിവസവും വചനങ്ങൾ നൽകി നമുക്ക് ആ വേർഡ് ഓഫ് ദ ഡേ ചെയ്യാനായിട്ട് നമ്മളെ സഹായിച്ചത് മറ്റാരുമല്ല, നമ്മുടെ റോസ് ചേച്ചിയാണ്. റോസ് ചേച്ചി ഈ തരണത്തില് ഒത്തിരി സ്നേഹത്തോടെ ഓർക്കുന്നു, നന്ദി പറയുകയാണ്. അതുപോലെ എല്ലാ ആഴ്ചകളിലും പ്രോഗ്രാം തുടങ്ങുന്നത് നമുക്കറിയാം ജപമാലയുടെ കൂടെയാണ്. അപ്പൊ ഈ ജപമാല ഓരോ ആഴ്ചയും ഓരോ ഫാമിലിയെ കണ്ടെത്തി നല്ല രീതിയിൽ അത് ചെയ്യുവാനായിട്ട് ഏറ്റവും കൂടുതൽ അതിനുവേണ്ടി കോർഡിനേറ്റ് ചെയ്ത വ്യക്തികൾ എന്ന് പറയുന്നത് നമ്മുടെ ജെസ്സി തോമസും ഗീത ജക്കോയും സാരി വർഗീസുമാണ്. ഇവരെ ഇത്തരണത്തില് ഏറ്റവും സ്നേഹത്തോടെ ഓർക്കുകയാണ്, നന്ദി പറയുകയാണ്. വീണ്ടും നമുക്കറിയാം, ഈ പ്രോഗ്രാം നടക്കുന്ന എല്ലാ ദിവസങ്ങളിലും വൈദികരുടെ അനുഗ്രഹം നമുക്ക് എല്ലാവർക്കും നൽകിക്കൊണ്ട്, അത് ഫിസിക്കലായിട്ട് തന്നെ ഈ ഓൺലൈനിൽ പങ്കെടുത്തുകൊണ്ട് അവരെല്ലാവരും വളരെ ഊഷ്മളമായിട്ടുള്ള സ്നേഹം പങ്കുവെക്കുകയും അതുപോലെ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും ചെയ്തു. ആ ടീം കോർഡിനേഷൻ നടത്തിയത് നമ്മുടെ മേഴ്സിയാണ്. മേഴ്സിയെ അതിന്റെ പിന്നിൽ നിന്ന് സപ്പോർട്ട് ചെയ്തത് മറ്റാരുമല്ല, മേഴ്സിയുടെ സ്വന്തം, നമ്മുടെ എല്ലാവരുടെയും സ്വന്തമായ ടോമിച്ചനാണ്. ഈ തരണത്തില് ടോമിച്ചനെയും മേഴ്സിയെയും ഏറ്റവും നന്ദിയോടെ ഓർക്കുകയാണ്. എല്ലാവിധ ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു. വീണ്ടും നമുക്കറിയാം, നമുക്ക് ബ്ലെസ്സിങ് തന്ന നമ്മുടെ പ്രിയപ്പെട്ട വൈദികര്, അതില് ഇപ്പൊ നമ്മൾ കണ്ടു നമ്മുടെ ക്ലറേഷ്യൻ സഭയുടെ പ്രൊവിൻഷ്യൽ അച്ഛൻ ഫാദർ സിബി ഞാവള്ളി കുന്നേലച്ഛൻ. അച്ഛന് ഒത്തിരി തിരക്കിന്റെ ഇടയിലാണ് അവിടെ നിന്നുകൊണ്ട്, അതായത് ഈ നമ്മുടെ ഹൗസിലിരുന്ന് പോലും അല്ല, മറ്റെവിടെയോ യാത്രയിലായിരിക്കുന്നതിന്റെ ഇടയിലും അച്ഛൻ കയറി വന്ന് നമുക്ക് ബ്ലെസ്സിങ് തന്നു. അതുപോലെ ഈ മിസിയോ ടീമിന്റെ ആനിമേറ്റർ ആയിട്ട് പ്രവർത്തിക്കുന്ന നമ്മുടെ അഗസ്റ്റിൻ മുണ്ടിയത്തച്ഛൻ, അപ്പൊ അച്ഛൻ ഇവിടെ മിസിയോ ഭവനില് ഞങ്ങളോടൊപ്പം ഇരുന്ന് ആലിസേജ് നടത്തുന്ന സുവിശേഷ ബിയാറ്റിറ്റ്യൂഡ്സിന്റെ ക്ലാസ്സിൽ പങ്കെടുക്കുകയാണ്. ഒരു എല്ലാം അറിയാവുന്ന ഒരു വ്യക്തി, ഒന്നും അറിയില്ലാത്ത ഒരു കുട്ടിയെ പോലെ ക്ലാസ്സിലിരുന്ന് ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന കാണുമ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷവും ഒരുപാട് മോട്ടിവേഷനുമാണ്. മുണ്ടിയത്തച്ഛനെ ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുന്നു. അതുപോലെ എല്ലാ പ്രോഗ്രാമിലും എല്ലാ ഫിസിക്കൽ കോഴ്സിലും ഒരു ക്ലറേഷ്യൻ ഫാദർ എങ്കിലും പങ്കെടുക്കുന്ന തരത്തില് അച്ഛൻ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഒത്തിരി ദൈവാനുഗ്രഹം അതിലൂടെ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ആ കോഴ്സിലേക്ക് ആളെ പറഞ്ഞു വിടുകയും അതുപോലെ തന്നെ ബ്ലെസ്സിങ്ങിനായിട്ട് ഓരോരുത്തരെയും അച്ഛൻ ആ സമയത്ത് കണ്ടെത്തുന്നുണ്ട്.
അവർക്ക് എല്ലാവർക്കും നന്ദി പറയാണ്. അതായത് നമുക്ക് ഈ പ്രോഗ്രാമിലെ ബ്ലെസ്സിങ്ങിനായിട്ട് കടന്നു വന്ന മനോജ് അച്ഛൻ, ജോമോൻ അച്ഛൻ, അതുപോലെ നമ്മുടെ ശംഷാബാദ് രൂപയിലെ സേവർ അച്ഛൻ, ഇവരെ ഒന്നും നമുക്ക് മറക്കാൻ സാധിക്കില്ല. ഒത്തിരി ഒത്തിരി ദൈവാനുഗ്രഹം അവരുടെ പ്രവർത്തനങ്ങളിൽ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. എല്ലാവർക്കും നന്ദി പറയുകയാണ്. വീണ്ടും നമ്മൾ കേട്ടു, നമ്മുടെ ആലഞ്ചേരി പിതാവ് നമുക്ക് പ്രാർത്ഥനാശംസകൾ നൽകി. ഇതുപോലെ ആ പിതാക്കന്മാരുടെ സാന്നിധ്യം, ജോയ് പിതാവിനെ നമ്മൾ കേട്ട് കഴിഞ്ഞു. മിസ്സിയോയുടെ രക്ഷാധികാരിയും ചിക്കാഗോ രൂപതയുടെ അധ്യക്ഷനുമാണ്. ഒത്തിരി തിരക്കുണ്ട്, നല്ല തണുപ്പുള്ള സമയമാണ്. പക്ഷെ എന്നിരുന്നാൽ പോലും മിസ്സിയോ പ്രോഗ്രാമിലേക്ക് വളരെ ആവശ്യത്തോടെ കടന്നു വന്ന് മിസ്സിയോ മക്കളെ എല്ലാവരെയും വളരെയേറെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്ന ജോയ് പിതാവിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുകയാണ് മിസ്സിയോ കുടുംബത്തിന്റെ. വീണ്ടും നമ്മൾ കുറച്ചു മുമ്പേ കേട്ടു, ഏത് പ്രസ്ഥാനത്തിനും അതിനെ വളർത്തുവാനായിട്ട് മുൻനിരയിൽ നിൽക്കുന്ന ആ നേതൃത്വം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവിടെ നമ്മള് അമ്മയെന്ന് ചിലർ വിളിക്കും, ചേച്ചി എന്ന് ചിലർ വിളിക്കും, കുട്ടി ആണ് പേരിനോട് ചേർന്ന ഒരു കുട്ടിയുണ്ട്, അല്ലെങ്കിൽ ആന്റി എന്ന് വിളിക്കും. ഇങ്ങനെ വിവിധ തരത്തില് അഭിസംബോധന ചെയ്യുന്ന നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരിയായിട്ടുള്ള ആലിസ് ചേച്ചി. ആലിസ് ചേച്ചിയുടെ നേതൃത്വം മിസ്സിയോ ടീമിനെ എത്ര കണ്ടാണ് സപ്പോർട്ട് ചെയ്യുന്നതെന്നുള്ളത് നമ്മളെല്ലാവരും അനുഭവിച്ചറിയുന്നുണ്ട്. ചേച്ചിയുടെ ആ സാന്നിധ്യം, ആ ഒരു ചിരി കൊണ്ട് തന്നെ ഒരുപാട് സുവിശേഷവൽക്കരണം നടക്കുകയാണ്. മറ്റുള്ളവരുടെ ഹൃദയങ്ങളിലേക്ക് ഈശോയെ പകർന്നു കൊടുക്കുകയാണ്. ചേച്ചിയുടെ ജീവിതം ആ സുവിശേഷത്തിന് സാക്ഷ്യമാണ്. അപ്പൊ അങ്ങനെ സാക്ഷ്യ ജീവിതം നൽകുന്ന ആ ചേച്ചിയെ ഈ മിസ്സിയോ ടീമിന്റെ നേതൃനിരയിലേക്ക് നമുക്ക് കിട്ടിയത് ദൈവം നമുക്ക് തന്നിയ വലിയൊരു അനുഗ്രഹമാണ്. ചേച്ചിയുടെ ആ സാന്നിധ്യത്തിനും ചേച്ചിയുടെ ആ മോട്ടിവേഷനും എല്ലാം ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുകയാണ്. ഇനി നമുക്കറിയാം, ഈ ഓരോ ആഴ്ചയും പ്രോഗ്രാം നടക്കുമ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ വളരെ റിലാക്സ്ഡ് ആയിട്ട് നടക്കുമ്പോൾ, പ്രോഗ്രാമിന് സമയമായല്ലോ എന്ന്, ഇപ്പം വേറൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് വളരെ തീക്ഷ്ണതയോടെ ചിന്തിച്ചുകൊണ്ട് കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അതിന്റെ ടെക്നിക്കൽ സൈഡുകൾ എല്ലാം കോർഡിനേറ്റ് ചെയ്ത് കാര്യങ്ങൾ പ്രവർത്തിക്കുന്ന നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ടോമിച്ചനെ ഒത്തിരി ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയാനായിട്ട് ഈ അവസരം ഉപയോഗിക്കുകയാണ്. അതുപോലെ തന്നെ മിസ്സിയോടെ റിസോഴ്സ് ടീം ഓരോരുത്തരും വളരെ തീഷ്ണതയോടെയും ആവേശത്തോടെയും കമ്മിറ്റ്മെന്റോടെയും നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് പ്രത്യേകം നന്ദി പറയുന്നു. ഈ മിസ്സിയോ ടീമിലേക്ക് കടന്നു വന്ന സിസ്റ്റേഴ്സ്, അച്ഛന്മാര്, അതുപോലെ അൽമാര്, ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന എല്ലാ വ്യക്തികളും ഒത്തിരി ഒത്തിരി ത്യാഗത്തോടെയാണ് അവരുടെ സമയം ഇതിനു വേണ്ടി മാറ്റിവെച്ചുകൊണ്ട് അവരെ ഏൽപ്പിച്ചേക്കുന്നത്, ഈശോ ഏൽപ്പിച്ചേക്കുന്ന ദൗത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ആ സുവിശേഷവർക്ക് ഇത്രയും നാൾ നമുക്ക് പറഞ്ഞേക്കായിരുന്നു, എനിക്ക് അറിയില്ല, ഞാൻ കേട്ടില്ല. പക്ഷെ വലിയൊരു ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അവരുടെ ജീവിതത്തിലെ എല്ലാവിധ നന്മകളും സർവേശ്വരൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം അവർ ഏറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്തം ഏറ്റവും നല്ല രീതിയിൽ നിർവഹിക്കാനായിട്ട് അവർക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഇനിയും ഈ പ്രോഗ്രാമിലെ ഏറ്റവും കോറായിട്ടുള്ള വ്യക്തികൾ എന്ന് പറയുന്ന ഇതിൽ പങ്കെടുത്ത ഓരോ വ്യക്തികളുമാണ്. ആ ഓരോ വ്യക്തിയും അവർ മനസ്സ് ഇരുത്തിക്കൊണ്ട് ഈ പ്രോഗ്രാമിനെ സജീവമാക്കി. അവരുടെ ആ സാന്നിധ്യം, നിങ്ങളുടെ ആ സാന്നിധ്യമാണ് ഇതിലെ ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു കമ്മിറ്റ്മെന്റോടെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാനായിട്ട് കടന്നു വന്ന നിങ്ങളെ എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുന്നു. ഇനി നന്ദി പറയാനായിട്ട് ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എല്ലാവരെയും ഒരിക്കൽ കൂടി നന്ദിയുടെ ആ ഉച്ചണ്ടുകൾ അർപ്പിച്ചുകൊണ്ട് തുടർന്നുള്ള ജീവിതത്തില് നമുക്ക് എല്ലാവർക്കും ദൈവാനുഗ്രഹം നിറഞ്ഞ ഒരു ജീവിതമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കടന്നു വരുന്ന ക്രിസ്മസിന്റെ സ്നേഹവും സന്തോഷവും സമാധാനവും നമ്മുടെ ജീവിതത്തിൽ ഉടനീളം നിറയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ശരി. താങ്ക് യു ലിസമ്മ ചേച്ചി, താങ്ക് യു വെരി മച്ച്. സുദീർഘമായ ഒരു നന്ദി പ്രകടനം കാഴ്ചവെച്ച ലിസമ്മ ചേച്ചിക്ക് ഒത്തിരി നന്ദി പറയാണ്. ലിസമ്മ ചേച്ചി
ഇവിടെ പ്രത്യക്ഷത്തിൽ വരുന്നില്ല എങ്കിലും ഇതിന്റെ പിന്നില് ഒത്തിരി പ്രോത്സാഹനവും ഒത്തിരി നിർദ്ദേശങ്ങളും ഒക്കെ നൽകുന്ന ഒരു വ്യക്തിത്വമാണ്. ചേച്ചിക്കും ഒത്തിരി നന്ദി സ്നേഹത്തോടുകൂടെ അറിയിക്കുന്നു. പ്രിയപ്പെട്ടവരെ, 1-2 ചെറിയ അറിയിപ്പുകൾ നിങ്ങളെ ഒന്ന് അറിയിക്കുകയാണ്. ജനുവരി മാസം 13 മുതൽ 18 വരെ താമസിച്ചുള്ള റെസിഡൻഷ്യൽ കോഴ്സ് ഇവിടെ മിസിയോ ഭവൻ വെച്ച് നടത്തുന്നു. ആലിസന്റെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിങ്ങളിൽ ഈ കോഴ്സ് കൂടാത്ത എല്ലാവരും തന്നെ എത്രയും വേഗം ഈ കോഴ്സ് കൂടി അതിന്റെ ആ പൂർണ്ണതയിൽ എത്താനായിട്ട് നിങ്ങൾ ഓരോരുത്തരും ക്ഷണിക്കുകയാണ്. അപ്പൊ ഈ ജനുവരി 13 മുതൽ 18 വരെയുള്ള കോഴ്സിലേക്ക് നിങ്ങളെ എത്രയും സ്നേഹത്തോടുകൂടെ ക്ഷണിക്കുന്നു. പേരുകൾ നേരത്തെ തന്നെ രജിസ്റ്റർ ചെയ്യുക. കാരണം നമ്മൾ 15 പേർക്ക് മാത്രമാണ് നമുക്കിവിടെ കൂടുവാനുള്ള സൗകര്യമുള്ളൂ. അപ്പോൾ അത് നിങ്ങളുടെ പേരുകളെ അത്ര നേരത്തെ അറിയിക്കാനായിട്ട് താല്പര്യപ്പെടുന്നു. പിന്നെ നമ്മൾക്ക് നേരത്തെ അറിയാവുന്നതുപോലെ ജനുവരി 25-ന് നമ്മൾ 16ാമത്തെ മിസിയോ പ്രിലിംസ് കോഴ്സ് ആരംഭിക്കുകയാണ്. നിങ്ങളുടെ കൂട്ടത്തിലുള്ളവരെയും നിങ്ങളുടെ കുടുംബത്തിലുള്ളവരെയും നിങ്ങളുടെ സുഹൃത്തുക്കളെയും ഒക്കെ ഇതിനകത്തേക്ക് പ്രോത്സാഹിപ്പിച്ച് ചേർക്കുവാനായിട്ട് നിങ്ങളെ ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം നമുക്ക് കിട്ടിയ ഈ സന്തോഷം നമുക്ക് മറ്റുള്ളവരിലേക്ക് കൊടുക്കുക എന്നുള്ള നമ്മുടെ ദൗത്യമാണ് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പൊ ആ ദൗത്യത്തിന് ആ ഒരു വിളിക്ക് നമ്മൾ പ്രതികരിക്കുക, നമ്മൾ അതിന് പ്രത്യുത്തരം നൽകുക. അതിനുള്ള തുടക്കമാകട്ടെ ഈ 16ാമത്തെ ബാച്ചിലേക്ക്. എന്റെ ഭാഗത്ത് നിന്ന് ഞാൻ 2 പേരെയെങ്കിലും ഈ കോഴ്സിലേക്ക് കൊണ്ടുവരും എന്നുള്ള ഒരു പ്രതിജ്ഞ അത് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ടവരെ, എല്ലാ മാസവും റിസോഴ്സ് ട്രെയിനിങ് പ്രോഗ്രാം ഇവിടെ നടക്കുന്നുണ്ട്. താല്പര്യമുള്ളവര് നേരത്തെ അറിയിക്കുക. ആ ട്രെയിനിങ് പ്രോഗ്രാമിൽ ഫുൾ കോഴ്സ് കൂടിയവർക്കാണ് ആ ട്രെയിനിങ് പ്രോഗ്രാം നടത്തുന്നത്. അതിലേക്കും നിങ്ങളെ ക്ഷണിക്കുന്നു. നേരത്തെ ഇവിടെ അറിയിച്ചതുപോലെ ഇന്നും നാളെയുമായിട്ട് അലിസാൻഡിയുടെ നേതൃത്വത്തിൽ അഷ്ടസൗഭാഗ്യങ്ങളെ കുറിച്ചുള്ള ഒരു സെമിനാർ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെല്ലാം അതിനകത്ത് പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളൊക്കെ അതിന്റെ ത്രില്ലിലാണ്, ഒത്തിരി സന്തോഷത്തിലാണ്. നിങ്ങൾക്കും ആ ഭാഗ്യം ഇനിയുള്ള മാസങ്ങളിലൊക്കെ ഇത് നടത്തണമെന്ന് ഞങ്ങൾ അങ്ങനെ ആഗ്രഹിക്കുന്നു. അത് പിന്നീട് നിങ്ങളെ അറിയിക്കുന്നതാണ്. നിങ്ങൾക്കും ആ അവസരം വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അതിനകത്ത് പങ്കെടുത്ത് ആ അനുഗ്രഹം പ്രാപിക്കണമെന്നും കൂടി ഓർമ്മപ്പെടുത്തുന്നു. നമുക്ക് അവസാനമായിട്ട് നമ്മുടെ ഇന്നത്തെ ഈ സെഷൻ അനുഗ്രഹിച്ച് ആശീർവദിച്ച് സമാപന സന്ദേശം നൽകുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ സ്വന്തം ആനിമേറ്റർ അച്ഛൻ അഗസ്റ്റിൻ മുണ്ടിയാത്തച്ഛൻ നമ്മുടെ കൂടെയുണ്ട്. അച്ഛനെ ഒത്തിരി സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വളരെ അനുഗ്രഹപ്രദമായ ഒരു ദിവസമാണ് ഇന്ന് കടന്നുപോയത്. പിന്നെ ആലഞ്ചേരി പിതാവിന്റെ, ജോയ് പിതാവിന്റെ, റോഷളച്ചന്റെ പിന്നെ എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് കിട്ടി. ധാരാളം പേര് അവർക്ക് ഈ കോഴ്സ് എങ്ങനെ പോയി എന്നുള്ളതിനെ പറ്റിയുള്ള അവരുടെ അനുഭവങ്ങൾ പങ്കുവെച്ചു. അങ്ങനെ ലോകമെമ്പാടും വാസ്തവത്തിൽ ഈ ക്രിസ്മസ് സീസണിൽ ഇത് വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കരുതുകയാണ്. മാലാഖമാർ പറഞ്ഞു എല്ലാവർക്കും വലിയൊരു സന്ദേശം, സന്തോഷത്തിന്റെ സന്ദേശം, ഇതാ രക്ഷകൻ പറഞ്ഞിരിക്കുന്നു, എമ്മാനുവൽ നമ്മോട് കൂടെ. അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മുടെ മിസിയോ കുടുംബങ്ങളിൽ ഈ കോഴ്സുകളിൽ കഴിഞ്ഞ 15 കോഴ്സുകളിൽ പങ്കെടുത്ത ഏതാണ്ട് 7000 ചില്ലുവാനും ആൾക്കാരുടെ മുമ്പില് നക്ഷത്രം വന്ന് നിൽക്കുകയാണ് ഇവിടെ രക്ഷകനുണ്ട് എന്ന് പറയാനായിട്ട്. ആപ്പിൾ കൂടിന്റെ മുമ്പിൽ നിന്ന പോലെ നമ്മളിപ്പോ നക്ഷത്രം തൂക്കുമ്പോൾ അതിന്റെ കീഴിൽ ഈ ഭവനത്തിൽ കർത്താവുണ്ട്, ഈ വ്യക്തിയിൽ കർത്താവുണ്ട്, ദൈവം നമ്മോടുകൂടെ ഉണ്ട് എന്നുള്ള ആ ഒരു വലിയ സന്ദേശം അത് തന്നെയാണ് നമ്മൾ പങ്കുവയ്ക്കുന്നത്. നമ്മുടെ മിസിയോയിലൂടെ നമ്മൾ പങ്കുവയ്ക്കുന്നു. അതെ, ഇന്ന് ഞങ്ങളിവിടെ മിസിയോ ടീം മുഴുവൻ ഇവിടെ ഉണ്ട്. അപ്പൊ ഒത്തിരി സന്തോഷമുണ്ട്. അങ്ങനെ ആ ഒന്നിച്ചു വന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അഷ്ടസൗഭാഗ്യത്തെ പറ്റി പഠിക്കുന്നു ആലിസ് ചേച്ചിയുടെ നേതൃത്വത്തില്. പിന്നെ ഇങ്ങനെ ഇരിക്കുന്ന അവസരത്തില് എല്ലാവരെയും അനുഗ്രഹിക്കുന്നതിനും ആയിട്ട് ഈ ദിവസത്തിന്റെ ഒരു വലിയ പ്രത്യേകതയാണ് എനിക്ക് തോന്നുന്നു. ഇനി 10 ദിവസം കൂടെ ഉള്ളൂ ക്രിസ്തുമസിന്. അപ്പോൾ പിന്നെ എല്ലാവർക്കും ഈ ക്രിസ്മസിന്റെ മംഗളങ്ങള്, ആശംസകള് ലോകത്തിലെല്ലാവർക്കും യേശു കൊണ്ടുവന്ന സമാധാനം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ലോകത്തിന്റെ എല്ലാ ഭാഗത്തുമുള്ളവർക്ക്. അതുപോലെ ഞാൻ അധികം നീട്ടുന്നില്ല, നമ്മുടെ ഇത്രയും സമയമായി. അതുകൊണ്ട് എല്ലാവർക്കും ദൈവത്തിന്റെ അനുഗ്രഹം ധാരാളമായി ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. താങ്ക് യു അച്ഛാ. അച്ഛന്റെ അനുഗ്രഹത്തിനും സന്ദേശത്തിനും ഒത്തിരി നന്ദി. അച്ഛനെ കുറിച്ച് പറയുമ്പോൾ അച്ഛൻ ഞങ്ങളുടെ ഒരു അഹങ്കാരമാണ്, മിസിയുടെ ഒരു അഹങ്കാരം എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഞങ്ങളെ ഒത്തിരി സ്നേഹിക്കുകയും ഞങ്ങളുടെ ഓരോ ചുവടുവെപ്പിലും വേണ്ട നിർദ്ദേശങ്ങളൊക്കെ തന്ന് കൂടെ നടന്ന് ഞങ്ങളെ പരിശീലിപ്പിക്കുന്ന ഒരു അച്ഛനാണ്. അച്ഛന്റെ
വലിയ ആ ഒരു സ്നേഹത്തിനും ഒക്കെ ഈ അവസരത്തിൽ ഞാൻ നന്ദി അറിയിക്കുകയാണ്. ഒത്തിരി നന്ദി. താങ്ക് യു അച്ഛാ. നമുക്ക് ഈ സെഷൻ അവസാനിപ്പിക്കാറായി. പ്രിയപ്പെട്ടവരെ, ഇത് വലിയൊരു അനുഗ്രഹത്തിന്റെ ദിനമായിരുന്നു എന്ന് അച്ഛൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ. ദൈവത്തിന്റെ വലിയ ഒരു അനുഗ്രഹം, പരിശുദ്ധാത്മാവിന്റെ ഒരു നേതൃത്വം ഇതിനകത്ത് ഉണ്ടായിരുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല. നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഈ ഒരു കൂട്ടായ്മ ഇവിടെ അവസാനിക്കുന്നില്ല, ഇത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അത് 16ാമത്തെ ബാച്ച് അങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകും. അപ്പൊ ഈ പിതാവായ ദൈവത്തിന് നമുക്ക് നന്ദി അർപ്പിച്ചുകൊണ്ട് ഒരു പ്രാർത്ഥനാഗാനം ആലപിച്ചുകൊണ്ട് നമുക്ക് ഈ സെഷൻ ഇന്നിവിടെ അവസാനിപ്പിക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു. താങ്ക് യു. ഒന്നുമില്ലായ്മയിൽ നിന്നുമെന്നെ കൈപിടിച്ചു നടത്തുന്ന സ്നേഹം, എന്റെ വല്ലായ്മകൾ കണ്ടിട്ടെന്നും ആ നെഞ്ചോട് ചേർക്കുന്ന സ്നേഹം, ഒന്നുമില്ലായ്മയിൽ നിന്നുമെന്നെ കൈപിടിച്ചു നടത്തുന്ന സ്നേഹം, എന്റെ വല്ലായ്മകൾ കണ്ടിട്ടെന്നും ആ നെഞ്ചോട് ചേർക്കുന്ന സ്നേഹം. ഇത്ര നല്ല ദൈവത്തോടു ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും. എന്റെ കൊച്ചു ജീവിതത്തെ ഞാൻ നിന്റെ മുൻപിൽ കാഴ്ചയേകിടാം. ഇത്ര നല്ല ദൈവത്തോടു ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും. എന്റെ കൊച്ചു ജീവിതത്തെ ഞാൻ നിന്റെ മുൻപിൽ കാഴ്ചയേകിടാം. ഒന്നുമില്ലായ്മയിൽ നിന്നുമെന്നെ കൈപിടിച്ചു നടത്തുന്ന സ്നേഹം, എന്റെ വല്ലായ്മകൾ കണ്ടിട്ടെന്നും ആ നെഞ്ചോട് ചേർക്കുന്ന സ്നേഹം.